Influenza. It is an acute respiratory tract infection caused by influenza virus. Acute ആണ്, വളരെ പെട്ടെന്നുണ്ടായി നല്ല സിവിയർ ആയി മാറുന്ന ഒരു റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ ആണ് കോസ് ചെയ്യുന്നത് ഇൻഫ്ലുവൻസ വൈറസ് ആണ്. നമ്മൾ ഇൻഫ്ലുവൻസ വൈറസ് കോസ് ചെയ്യുന്ന ഇൻഫെക്ഷനെ ഫ്ലൂ എന്നാണ് കോമൺലി പറയുന്നത്. നമുക്ക് പൊതുവെ ഉണ്ടാകുന്ന ഒരുവിധം എല്ലാ പനികളും ഫ്ലൂ ആണ് അല്ലെ. പലതരം പനികൾ നമുക്ക് വരും, അതിനെയൊക്കെ നമുക്ക് ഫ്ലൂ എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം. ഇൻഫ്ലുവൻസ വൈറസ് ആണ് കോസ് ചെയ്യുന്നത്. 3 types ഉണ്ട്, A, B and C. All known pandemics were caused by influenza A strain. 3 strains ഉണ്ട് A, B, C എങ്കിലും അതിൽ C അത്രത്തോളം വെർലന്റ് അല്ല, C അത്രത്തോളം ഡിസീസസ് കോസ് ചെയ്യുന്നില്ല. ബിയും അതിനെക്കാട്ടിലും കുറവാണ്. മെയിൻ ആയിട്ടും എല്ലാ പാൻഡമിക്സും കോസ് ചെയ്തേക്കുന്ന ഇൻഫ്ലുവൻസ A strain ആണ്. The disease is characterized by sudden onset of chills, malaise, fever, muscular pains and cough. നമുക്കൊരു പനി വരുമ്പോൾ കാണുന്ന സിംറ്റംസ് തന്നെ ഏത് പനിയിലും ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് ഓർക്കും കുഴപ്പമില്ല. കോംപ്ലിക്കേഷൻസ് വരുമ്പോൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഒരു തണുപ്പ്, ശരീരം വേദന, ഒരു തളർച്ച, പനി, മസിൽ പെയിൻസ്, കഫ്, ചുമ. ഏജന്റ് ഇൻഫ്ലുവൻസ വൈറസ് ആണ്. ഏത് ഫാമിലിയാണ്? ഓർത്തോമിക്സോ വൈറിഡേ ഫാമിലിയാണ്. ഓർത്തോമിക്സോ വൈറിഡേ. There are 3 viral subtypes: influenza type A, type B and type C. These 3 viruses are antigenically distinct. There is no cross immunity. Antigenically distinct എന്ന് പറയുമ്പോൾ ഈ 3 വൈറസും ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ക്രോസ് ഇമ്മ്യൂണിറ്റി ഇല്ല. ഇപ്പൊ ഈ വൈറസിന്റെ തന്നെ ഏതെങ്കിലും ഒരു സ്ട്രെയിൻ നമ്മളെ ബാധിച്ചാൽ മതി, അതിനെതിരെ നമുക്ക് ബോഡി ഒരു സമയം ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി ഏത് സ്ട്രെയിൻ ബാധിച്ചാലും കുഴപ്പമില്ല. അതിനാണ് ക്രോസ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഒരു സ്ട്രെയിൻ ബാധിച്ചാൽ തന്നെ ഒരു സ്ട്രെയിനിന് അഗേൻസ്റ്റ് ആയിട്ട് ബോഡി ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ആന്റിബോഡീസ് തന്നെ നെക്സ്റ്റ് ടൈം ആ വൈറസിന്റെ ഏത് സ്ട്രെയിൻ എഫക്ട് ചെയ്താലും കുഴപ്പമില്ല, ബോഡി സെയിം ആന്റിബോഡീസിനെ ഉപയോഗിച്ചോളും. പക്ഷെ ഇവിടെ ദർ ഇസ് നോ ക്രോസ് ഇമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ ഇൻഫ്ലുവൻസ എക്കെതിരെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആന്റിബോഡി ഇൻഫ്ലുവൻസ എക്കെതിരെ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. പിന്നീട് ഒരു സമയം ഇൻഫ്ലുവൻസ ബി ടൈപ്പ് വന്ന് എഫക്ട് ചെയ്താൽ നമ്മുടെ ബോഡി പഴയ പോലെ തന്നെയാണ്. അതായത് എഫക്ട് ചെയ്തതിന്റെ യാതൊരു സൈൻസും ഇല്ല. ഒന്നുകൂടി ആ സിംറ്റംസ് എല്ലാം വന്ന് വീണ്ടും ബിക്കെതിരെയുള്ള ആന്റിബോഡി പ്രൊഡ്യൂസ്. സോ എക്കെതിരെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആന്റിബോഡി എക്ക് മാത്രം സ്പെസിഫിക് ആണ്, ബിക്കും കൂടെ പ്രൊട്ടക്ഷൻ തരത്തില്ല. സോ ദർ ഇസ് നോ ക്രോസ് ഇമ്മ്യൂണിറ്റി. അതൊന്ന് ശ്രദ്ധിച്ചേക്കുക. ഓഫ് ഇമ്പോർട്ടൻസ് ആർ ദ ഇൻഫ്ലുവൻസ എ ആൻഡ് ബി വൈറസ് which is responsible for epidemics of disease throughout the world. എയും ബിയും ആണ് മെയിൻലി ഡിസീസ് കോസ് ചെയ്യുന്നത്. അതിൽ തന്നെ എപ്പിഡമിക്സ് മെയിൻലി കോസ് ചെയ്യുന്നത് ഇൻഫ്ലുവൻസ എ ആണ്. സി അത്രത്തോളം വിറലന്റ് അല്ല. ജസ്റ്റ് ഒരു ഈ ഇമേജും ഈ ന്യൂമോണിക്കും വെച്ച് നമുക്ക് ജസ്റ്റ് വേഗം ഇൻഫ്ലുവൻസ എന്ന് മനസ്സിലാക്കി എടുക്കാം. ഡേഞ്ചറസ് ഇൻഫ്ലുവൻസ വൈറസ്. ഇൻഫ്ലുവൻസ വൈറസ് ഡേഞ്ചറസ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ ഡേഞ്ചറസ് ഇൻഫ്ലുവൻസ വൈറസ് എന്ന് എഴുതുവാണ്. ഡേഞ്ചറസിന്റെ ഡി എടുത്തു, ഇൻഫ്ലുവൻസയുടെ ഫുൾ എല്ലാ ലെറ്റേഴ്സും എടുത്തു, വൈറസിന്റെ എല്ലാ ലെറ്റേഴ്സും എടുത്തു. ഡി ഫോർ ഡയറിയ. ഡയറിയ കാണാം. ഐ ഇൻഡിക്കേറ്റർ ഓഫ് ഹൈപ്പോക്സിയ. അത് ഓക്സിജൻ ക്വാണ്ടിറ്റി ബോഡിയിൽ കുറയും. അത് സിവിയർ കോംപ്ലിക്കേഷൻ ആകുമ്പോൾ വരുന്ന സൈൻ ആണ്. എൻ ന്യൂറോ കോഗ്നിറ്റീവ് റിസ്ക്. അത് ഒരുപാട് സിവിയർ ആയി കഴിഞ്ഞാൽ ബ്രെയിനിനെ ബാധിക്കാം. അപ്പൊ ന്യൂറോ കോഗ്നിറ്റീവ് സിംറ്റംസ് കാണാം. എഫ് ഫീവർ ആൻഡ് കോൾഡ്. എൽ ലെത്താർജി, ശരീരത്തിന് മൊത്തം ക്ഷീണം കാണും. യു യൂറിൻ ഔട്ട്പുട്ട് ഡിക്രീസ്, ഓവറോൾ യൂറിൻ ഔട്ട്പുട്ട് കുറയും. ഈ എലീസ ടെസ്റ്റ് സെൻസിറ്റീവ്, RT-PCR ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്. സോ ഈ എലീസ ടെസ്റ്റ് സെൻസിറ്റീവ്. എൻ ന്യൂറോ മസ്കുലർ ഇമ്പയർമെന്റ്, നെർവ്സിനെ അതുപോലെ തന്നെ മസിൽസിനെയൊക്കെ ബാധിക്കും. സെഡ് സീഷേഴ്സ്. സീഷേഴ്സ് എന്ന് പറയുന്നത് കൺവൾഷൻസ് ആണ്, അതായത് ഫിറ്റ്സ് വരുന്നതാണ്. അതിനാണ് സീഷേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് സെഡ് എടുത്തിട്ട് സീഷേഴ്സിന്റെ സെഡുമായിട്ട് കണക്ട് ചെയ്യുക. എ ആസ്പിരിൻ തെറപ്പി റിസ്ക്. അതായത് ആസ്പിരിൻ കഴിക്കാൻ പാടില്ല. ആസ്പിരിൻ കഴിച്ചു കഴിഞ്ഞാൽ ഇതിന് വേറെ കോംപ്ലിക്കേഷൻസ് ആണ്. വൈറൽ ഡിസീസ് ആണ്. അപ്പൊ അതിന് ആസ്പിരിൻ ഒന്നും കഴിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അത് കഴിച്ചു കഴിഞ്ഞാൽ വേറെ കോംപ്ലിക്കേഷൻസ് വരും. വി വോമിറ്റിംഗ്. ഐ ഇമ്പയർമെന്റ് ഓഫ് ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി. RBCസിന്റെ ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി കുറയും. ആർ റൈനോറിയ. റൈനോറിയ എന്ന് പറയുമ്പോൾ മൂക്കിന്ന് കണ്ടിന്യൂസ് ആയിട്ട് സെക്രീഷൻസ് വരുന്നതാണ്. യു അൺകൺട്രോൾ ചിൽസ്, വിറയൽ വരും. എസ് സോർ ത്രോട്ട് ഓർ ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്. അതായത് ഡേഞ്ചറസ് ഇൻഫ്ലുവൻസ വൈറസ് എന്ന് മനസ്സിലാക്കിയിട്ട് ഡി ഇൻഫ്ലുവൻസ വൈറസ് എന്ന് എഴുതിയിട്ട് ഇങ്ങനെ ഓർത്ത് കഴിഞ്ഞാൽ ഓവറോൾ നമുക്ക് സിംറ്റംസിനെ പറ്റി ഒരു ഐഡിയ കിട്ടും. ജസ്റ്റ്
ഓർക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. Influenza A virus has two distinct surface antigens, the heme agglutinin H and neuraminidase N antigens. ഇതാണ് ഇൻഫ്ലുവൻസ വൈറസിന്റെ ഒരു ഇമേജ്. അപ്പൊ അതില് ഹീം അഗ്ലൂട്ടിനിൻ എന്ന് പറയുന്ന ഒരു സർഫസ് ആന്റിജൻ ഉണ്ട്. ഇത് വൈറസ് ആണ്. വൈറസിന്റെ സെൽ സർഫസിൽ കാണാൻ പറ്റും ഈ ഹീം അഗ്ലൂട്ടിൻ. അതേപോലെ വൈറസിന്റെ സർഫസിൽ കാണുന്ന മറ്റൊന്നാണ് ന്യൂറാമിനിഡേസ് ആന്റിജൻ. ഇത് എന്തിനാ സഹായിക്കുന്നത്? നമ്മൾ ഇത്രയും നാളും എല്ലാ റെസ്പിറേറ്ററി വൈറസിനെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വൈറസ് ഇൻഫെക്ഷൻ ഉള്ള ഒരാൾ തുമ്മുമ്പോഴോ തുപ്പുമ്പോഴോ നമ്മുടെ സിസ്റ്റത്തിലേക്ക് കയറുന്നു, നമ്മൾ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിലേക്ക് എത്തുന്നു, അവിടുത്തെ സെൽസിനകത്തേക്ക് ഈ വൈറസ് പ്രവേശിക്കുന്നു. എന്തിനാണ് കയറുന്നത്? ഒരൊറ്റ വൈറസിനൊന്നും വലിയ ഇൻഫെക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഈ വൈറസ് എന്ത് ചെയ്യും? സെല്ലിനകത്തേക്ക് കയറിയിട്ട് നമ്മുടെ സെല്ലിനകത്ത് കയറി റീപ്രൊഡ്യൂസ് ചെയ്യും, റെപ്ലിക്കേറ്റ് ചെയ്യും, ഒരുപാട് പുതിയ വൈറസസിനെ ഉണ്ടാക്കും. അങ്ങനെ പുതിയ വൈറസിനെ ഉണ്ടാക്കാൻ നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ വേണം. അപ്പൊ നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ കിട്ടാൻ വേണ്ടി നമ്മുടെ സെല്ലിനകത്ത് കയറുന്നു. സോ വൈറസ് നമ്മുടെ സെല്ലിനകത്ത് കയറി നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ ഉപയോഗിച്ച് വൈറസിനെ പ്രൊഡ്യൂസ് ചെയ്തു, കുറെ വൈറസസിനെ പ്രൊഡ്യൂസ് ചെയ്തു. ഈ വൈറസ് എല്ലാം ബോഡിയിൽ ഇങ്ങനെ സ്പ്രെഡായി നടന്ന് പല 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 സെൽസിനെ എഫക്ട് ചെയ്യും. അത് സെൽസിനെ എഫക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സെൽസിന് ഡെത്ത് ഉണ്ടാവുന്നു, നമ്മുടെ സെൽ ഡെത്ത് ഉണ്ടാവുന്നു. കൂടാതെ ഈ വൈറസസിനെതിരായിട്ട് നമ്മുടെ ബോഡി ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോഴാണ് ഈ പനി, ചൂട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ ഈ വൈറസ് എപ്പോഴും നമ്മുടെ സെല്ലിലേക്ക് അറ്റാച്ച് ചെയ്യുന്നു എന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിലും അറ്റാച്ച് ചെയ്യാൻ സഹായിക്കുന്ന ആ ഒരു കമ്പണന്റ് ആരാണ്? ആന്റിജൻ ആണ്. എച്ച് ആന്റിജൻ ആണ്. എച്ച് ആന്റിജൻ ഇനീഷ്യേറ്റ്സ് ഇൻഫെക്ഷൻ ഫോളോയിങ് അറ്റാച്ച്മെന്റ് ഓഫ് വൈറസ് സസെപ്റ്റബിൾ സെൽസ്. അപ്പൊ ഈ അറ്റാച്ച്മെന്റിന് സഹായിക്കുന്നതാണ് എച്ച് ആന്റിജന്റെ ഫംഗ്ഷൻ. അറ്റാച്ച് ചെയ്യാൻ സഹായിക്കുന്ന, ഒരു സെല്ലിന്റെ ബോഡിയിലേക്ക് അറ്റാച്ച് ചെയ്യാൻ സഹായിക്കുന്ന ആളാണ് എച്ച് ആന്റിജൻ. ഇനി സെല്ലിനകത്തേക്ക് കയറി നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ ഉപയോഗിച്ച് പുതിയ വൈറസസിനെ പ്രൊഡ്യൂസ് ചെയ്തു. ആ വൈറസിനെ സെല്ലിൽ നിന്ന് പുറത്തേക്ക് റിലീസ് ചെയ്യണം. എന്നാലേ ഈ പുതിയ വൈറസ് കുഞ്ഞുങ്ങൾ പോയി അടുത്ത സെൽസിനെ ഒക്കെ എഫക്ട് ചെയ്ത് ഇതുപോലെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യത്തുള്ളൂ. സോ ആ വൈറസിനെ സെല്ലിൽ നിന്ന് പുറത്തേക്ക് പോയി മറ്റ് സെൽസിനെയൊക്കെ എഫക്ട് ചെയ്യാൻ സഹായിക്കുന്നതാണ് എൻ ആന്റിജൻ. എന്നെ നമ്മൾ ന്യൂറാമിനിഡേസ് എന്നും എച്ചിനെ ഹീം അഗ്ലൂട്ടിൻ എന്നും പറയും. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ പറയാം. സയന്റിസ്റ്റുകള് വൈറസുകളെ പറ്റി പഠിച്ചപ്പം എല്ലാ വൈറസുകൾക്കും തന്നെ സെല്ലിലേക്ക് അറ്റാച്ച് ചെയ്യാൻ ഒരു അഗ്ലൂട്ടിനിൻ ഉണ്ട്. സെല്ലിനെ അറ്റാച്ച് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഹീം അഗ്ലൂട്ടിനിൻ എച്ച്. അതുവഴി അതിന്റെ സഹായത്തോടു കൂടി എവിടെയാണോ ഇൻഫെക്ട് ചെയ്യുന്നത് അവിടുത്തെ സെല്ലിനകത്തേക്ക് കയറുന്നു. എന്നിട്ട് വൈറസിന്റെ ജനറ്റിക് മെറ്റീരിയൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ ഇൻഫ്ലുവൻസ വൈറസിന്റെ കാര്യമാണ് പറയുന്നത്. സോ അതൊരു സിംഗിൾ സ്റ്റാൻഡേർഡ് RNA വൈറസ് ആണ്. അതിന്റെ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ആണ്. അപ്പൊ നമ്മുടെ സെല്ലിന്റെ കമ്പോണൻസ് ഉപയോഗിച്ച് അത് അതിന്റെ RNA പ്രൊഡ്യൂസ് ചെയ്യുന്നു, ജനറ്റിക് മെറ്റീരിയൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു, പുതിയ വൈറസുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ പുതിയ വൈറസുകളെ സെല്ലിൽ നിന്ന് റിലീസ് ചെയ്യാൻ സഹായിക്കുന്നത് എൻ ആന്റിജൻ ആണ്. ഓക്കെ, അപ്പൊ വൈറസിന്റെ രണ്ട് മെയിൻ ആന്റിജൻസ് ഉണ്ട്, രണ്ട് മെയിൻ കമ്പണൻസ് ഉണ്ട്. അത് വൈറസിന്റെ സർഫസിലായിരിക്കും. നമ്മൾ അതിന്റെ സർഫസ് ആന്റിജൻ എന്ന് പറയും. ഒന്നിന് നമ്മൾ ഹീം അഗ്ലൂട്ടിനിൻ എന്ന് പേരിട്ടു, വേറൊന്ന് നമ്മൾ ന്യൂറാമിനിഡേസ് എന്ന് പേരിട്ടു. ഹീം അഗ്ലൂട്ടിനിൻ എന്തിനു സഹായിക്കും? സെല്ലിലേക്ക് അറ്റാച്ച് ചെയ്യാൻ സഹായിക്കും. എൻ എന്തിനു സഹായിക്കും? ന്യൂറാമിനിഡേസ് സെല്ലിൽ നിന്ന് റിലീസ് ചെയ്യാൻ സഹായിക്കും. ഇനി ഈ ഹീമഗ്ലൂട്ടിനിൻ തന്നെ പല ടൈപ്പ് ഉണ്ട്. അപ്പൊ നമ്മൾ അതിനെ H1, H2, H3 എന്നൊക്കെ പേരിട്ടു. എല്ലാത്തിന്റെയും ഫംഗ്ഷൻ ഉണ്ട്, പക്ഷെ പല ടൈപ്സ് ഉണ്ട്. അതേപോലെ എൻ ആന്റിജനും പല ടൈപ്സ് ഉണ്ട്. N1, N2, N3 എന്നൊക്കെ നമ്മൾ അതിനും പേരിട്ടു. ഇനി ഒരു പെർട്ടിക്കുലർ വൈറസ് എടുത്തപ്പോൾ നമ്മൾ അതിനെ പഠിച്ചപ്പോൾ മനസ്സിലായി ഈ വൈറസിന്റെ ബോഡിയിൽ ഹീമാഗ്ലൂട്ടിനും ഉണ്ട്, ന്യൂറാമിനിഡേസും ഉണ്ട്. ഇതിന്റെ ടൈപ്പ് എന്ന് പറയുന്നത് H1 പെടുന്ന ഹീമാഗ്ലൂട്ടിനാണ്. ഇതിനകത്തുള്ള ന്യൂറാമിനിഡേസ് N1 ടൈപ്പിൽ പെടുന്നതാണ്. അപ്പൊ എന്ത് ചെയ്യാം? ഈ വൈറസിനെ നമുക്ക് ഇതിനകത്തുള്ള ഹീമാഗ്ലൂട്ടിന്റെയും ന്യൂറാമിനിഡേസിന്റെയും പേരിന്റെ ബേസിൽ നെയിം ചെയ്യാം. H1 ഉള്ളത് കൊണ്ട് H1 എന്നും N1 ഉള്ളതുകൊണ്ട് N1 എന്ന് നമ്മൾ പേരിട്ടു. അങ്ങനെയാണ് നമുക്ക് H1N1 എന്ന പേര്. H1N1 എന്ന പേര് പലരും നമ്മൾ കേട്ടില്ലേ, പേപ്പറിൽ വായിക്കും, ന്യൂസിൽ കാണുകയൊക്കെ ചെയ്തിട്ടില്ലേ? സ്വൈൻ ഫ്ലൂ കോസ് ചെയ്യുന്ന H1N1. അപ്പൊ അങ്ങനെയാണ് ഈ വൈറസിന് പേര് H1N1 വരുന്നത്. അതേപോലെ H5N1 അത് വേറൊരു വൈറസ് ആണ്, ഏവിയൻ ഇൻഫ്ലുവൻസ വൈറസ് എന്ന് പറയും. ഓക്കെ, സോ ഇതാണ് വൈറസിന്റെ അറ്റാക്കിനെ പറ്റിയുള്ള ഒരു ഇൻട്രൊഡക്ഷൻ. എങ്ങനെ വൈറൽ ഇൻഫെക്ഷനെ പറ്റിയുള്ള ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ്, എങ്ങനെ ഈ എച്ചും എന്നും വരുന്നു, എച്ചിന്റെ എന്നിന്റെ ഫംഗ്ഷൻ എന്താണ്, എന്തിന്റെ പേരിലാണ് നെയിം ചെയ്യുന്നുള്ളത്. നെക്സ്റ്റ്, ഷിഫ്റ്റ് ആൻഡ് ഡ്രിഫ്റ്റ്. ഈ ഇൻഫ്ലുവൻസ വൈറസ് കാണിക്കുന്ന രണ്ട് പ്രോപ്പർട്ടീസ് ആണ് ഷിഫ്റ്റ് ആൻഡ് ഡ്രിഫ്റ്റ്. Influenza A virus is unique among viruses because it is frequently subjected to antigenic variation, both major and minor. ഈ ഷിഫ്റ്റ് ആൻഡ് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത് ആന്റിജനിക് വേരിയേഷനുകളാണ്.
When there is a sudden, complete, or major change, it is called a shift. When there is antigenic change, when the change is gradual over time, it is called as shift. Sudden ആയിട്ട് വരുന്ന ആന്റിജനിക് ചേഞ്ചിനെ ഷിഫ്റ്റ് എന്ന് പറയും. ഗ്രാജുവൽ ആയിട്ട് വരുന്ന ചേഞ്ചിന് ഡ്രിഫ്റ്റ് എന്ന് പറയും. അപ്പൊ എസ് ഫോർ സഡൻ, എസ് ഫോർ ഷിഫ്റ്റ്. അപ്പൊ പിന്നെ ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത് ഗ്രാജുവൽ ആയിരിക്കും. അങ്ങനെ മനസ്സിലാക്കാം. ആന്റിജനിക് ഷിഫ്റ്റ് അപ്പിയേഴ്സ് ടു റിസൾട്ട് ഫ്രം ജനറ്റിക് റീകോമ്പിനേഷൻ ഓഫ് ഹ്യൂമൻ വിത്ത് ആനിമൽ ഓർ ഏവിയൻ വൈറസ് പ്രൊവൈഡിങ് മേജർ ആന്റിജനിക് ചേഞ്ച്. ഓക്കെ, അതായത് ഇപ്പം ഒരു ഓർഗാനിസത്തിന്റെ ബോഡിയിൽ ഒരു ടൈപ്പ് വൈറസ്, ഏതെങ്കിലും ഒരു ടൈപ്പ് ഇൻഫ്ലുവൻസ വൈറസ് കയറിയെന്നിരിക്കും. ഇൻഫ്ലുവൻസയുടെ ഒരുപാട് ടൈപ്സ് ഉണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു H1N1, H5N1, അങ്ങനെ ഒരുപാട് ടൈപ്സ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ടൈപ്പ് വൈറസ് കയറി. അതേസമയം ആ ആളുടെ ബോഡിയിൽ വേറൊരു വൈറസും കയറി. ഈ രണ്ട് വൈറസുകളും ഒരേ സമയം അയാളെ എഫക്ട് ചെയ്തു. ആ ഒരുപാട് വൈറസുകളുണ്ട്, വെറും രണ്ടല്ല, രണ്ട് ടൈപ്പിലുള്ള ഒരുപാട് വൈറസുകൾ ഉണ്ടെന്ന് വിചാരിക്കാം. ആളുടെ സെല്ലിനെ എഫക്ട് ചെയ്തു. അപ്പൊ ആളുടെ സെല്ലിൽ ഒരേ സമയം H1, രണ്ട് ടൈപ്പ് ഉണ്ട്, H1N1 ഉണ്ട്, H5N1 ഉണ്ടെന്ന് വിചാരിക്കാം. വൈറസിന്റെ ജോലി എന്താണ്? സെല്ലിനകത്തേക്ക് ഹീമോഗ്ലോബിനിന്റെ സഹായത്തോടുകൂടി കയറുക, സെല്ലിനകത്ത് നിന്ന് റെപ്ലിക്കേറ്റ് ചെയ്യുക, ആ ന്യൂലി ഫോംഡ് വൈറസ് സെൽസിനെ N ആന്റിജന്റെ സഹായത്തോടു കൂടി റിലീസ് ചെയ്യുക. ഇതാണ് വൈറസിന്റെ ജോലി. സെല്ലിനകത്തേക്ക് ചെന്നപ്പോഴാണ് മനസ്സിലായത്, ഓ നീയും ഉണ്ടോ ഇവിടെ, രണ്ടുപേരും ഉണ്ടോ ഇവിടെ, അപ്പൊ പുതിയ ടൈപ്പ് വൈറസ് രണ്ടുപേരും ഇവിടെ ഉണ്ടല്ലോ എന്ന് മനസ്സിലായി. അപ്പൊ എന്ത് ചെയ്യും? ഈ രണ്ട് വൈറസ് ജനറ്റിക് മെറ്റീരിയലും കൂടെ അങ്ങ് കമ്പൈൻ ചെയ്ത് പുതിയ ടൈപ്പ് വൈറസിനെ അങ്ങ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഇവിടെ എന്ത് പറ്റി? ജനറ്റിക് റീകോമ്പിനേഷൻ നടന്നു. രണ്ട് ടൈപ്പ് വൈറസുകൾ സൈമൾട്ടേനിയസ്ലി ഒരു ഓർഗാനിസത്തിനെ എഫക്ട് ചെയ്ത് ഒരു സെല്ലിനകത്ത് തന്നെ ഉള്ളപ്പോൾ പുതിയതായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് വരുന്ന രണ്ടുപേരും സെല്ലിനകത്തേക്ക് പ്രവേശിച്ചു, ജനറ്റിക് മെറ്റീരിയൽ ഫോം ചെയ്ത് പുതിയ വൈറസിനെ റിലീസ് ചെയ്യുന്ന സമയത്ത് ഇവർ എന്ത് ചെയ്തു? ഇത് രണ്ടുകൂടെ കമ്പൈൻ ചെയ്ത് പുതിയ ജനറ്റിക് മെറ്റീരിയൽ പ്രൊഡ്യൂസ് ചെയ്തു. ഇതിനെയാണ് നമ്മൾ, ഈ ചേഞ്ചിനെ നമ്മൾ എന്ന് പറയുന്ന ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ശരീരത്തിൽ കേറിയ വൈറസ് അല്ല പുതിയതായിട്ട് ശരീരത്തിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കേറിയ രണ്ട് ടൈപ്പ് വൈറസ് കൂടെ കമ്പൈൻ ചെയ്ത് അവരുടെ ഒരു പുതിയ ഒരു കോമ്പിനേഷൻ ആണ് പ്രൊഡ്യൂസ് ആവുന്നത്. ഇനി എന്ത് പറ്റി? ഈ പുതിയ കോമ്പിനേഷൻ വൈറസ് ഇയാളുടെ ബോഡിയിൽ നിന്ന് ഇയാൾ തുമ്മുമ്പോഴോ തുപ്പുമ്പോഴോ ഒക്കെ മറ്റാളുകളെ ഒക്കെ എഫക്ട് ചെയ്യും. അങ്ങനെ എന്തുണ്ടായി? പുതിയ വൈറസ് ഉണ്ടായി. നമ്മൾ പറയാറില്ലേ, കോവിഡിന് വാക്സിൻ എടുത്തു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, എത്ര എത്ര സ്ട്രെയിൻസ് ആണ് വീണ്ടും വീണ്ടും വരുന്നത്. എന്തുകൊണ്ടാണ് അത് അതിനൊരു റീസൺ ആണ് ഈ ഷിഫ്റ്റ്. മറ്റൊരു റീസൺ ആണ് ഡ്രിഫ്റ്റ്. ജനറ്റിക് ഡ്രിഫ്റ്റ് ഇൻവോൾവ്സ് പോയിന്റ് മ്യൂട്ടേഷൻ ഇൻ ദ ജീൻ ഓവിങ് ടു സെലക്ഷൻ പ്രഷർ ബൈ ഇമ്മ്യൂണിറ്റി ഇൻ ദ ഹോസ്റ്റ് പോപ്പുലേഷൻ. നമ്മൾ ഹ്യൂമൻ ബീങ്സിലൊക്കെ ആയാലും നാച്ചുറൽ സെലക്ഷൻ വഴി ഓരോ മ്യൂട്ടേഷൻ സംഭവിക്കുന്ന പോലെ ആന്റിജനിക് ഡ്രിഫ്റ്റ് എന്ന് പറയുമ്പോൾ പോയിന്റ് മ്യൂട്ടേഷൻ. സ്വാഭാവികമായി ഒരു വൈറസിന്റെ സെല്ലിൽ മ്യൂട്ടേഷൻ നടക്കുന്നു. അങ്ങനെ ആ വൈറസ് വേറൊരു ടൈപ്പ് ആവും. അപ്പം കുറെ കാലം കഴിയുമ്പോൾ എന്ത് പറ്റും? വൈറസിന്റെ ബോഡിയിൽ മ്യൂട്ടേഷൻ നടന്നിട്ട് ഒരു ടൈപ്പ് വൈറസ് തന്നെ മോഡിഫൈഡ് ആയി വേറൊരു ടൈപ്പ് വൈറസ് ആയി മാറും. ആ മോഡിഫിക്കേഷനെയാണ് നമ്മൾ ജനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. അന്നേരം എന്ത് പറ്റും? ഈ ഒരു വൈറസ് തന്നെ അത് വേറൊരു ഫോമിലേക്കായി മാറി, മോഡിഫൈഡ് ഫോമായി മാറി. അപ്പൊ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് എന്തുണ്ടാകുന്നത്? കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പാൻഡമിക്സ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു വൈറസ് നമ്മുടെ ബോഡിയെ എഫക്ട് ചെയ്തു, ബോഡി അതിനെ മനസ്സിലാക്കി, ഇൻഫെക്ഷനോട് കൂടി ബോഡി അതിനെതിരെ ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്തു. നമ്മൾ എല്ലാവരും അതിനെതിരെ വാക്സിൻസും ഒക്കെ എടുത്തു റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി ഈ വൈറസ് ഇൻഫെക്ട് ചെയ്താൽ നമ്മൾ ഇതിനെ പ്രതിരോധിക്കും എന്ന് പറഞ്ഞ് നമ്മൾ റെഡി ആയിട്ടിരിക്കുകയാണ്. പക്ഷെ എന്ത് പറ്റും? ഈ വൈറസ് വേറെ ഏതെങ്കിലും ഒക്കെ വൈറസിന്റെ കൂടെ ചേർന്ന് ആന്റിജനിക് ഷിഫ്റ്റ് സംഭവിച്ച് ഒരു പുതിയ ഫോമിലായിരിക്കും അടുത്ത വട്ടം വരുന്നത്. അപ്പൊ എന്തായി? ബോഡിക്കും അറിഞ്ഞൂടെ ഇതിനെ എങ്ങനെ ഡിഫെൻഡ് ചെയ്യണമെന്ന്, നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനും അറിഞ്ഞൂടെ ഇത് ഏത് ടൈപ്പ് ആണെന്ന്. അപ്പൊ എന്തായി? പുതിയ സ്ട്രെയിൻ ആയി, പുതിയ ഇൻഫെക്ഷൻ ആയി. പിന്നെ ഇനി അതിനെതിരെ പുതിയ വാക്സിൻ പ്രൊഡ്യൂസ് ചെയ്യണം. അതുവരെ ആ പാൻഡമിക് അങ്ങ് സ്പ്രെഡ് ആവും. ബാക്കി അസുഖങ്ങൾ പോലെ ഒരു തവണ വന്നു കഴിഞ്ഞാൽ, നമ്മൾ മീസിൽസ് ഒക്കെ പറഞ്ഞപ്പോ അങ്ങനെ പറയാം, വൺസ് ആ ഡിസീസ് വന്നു കഴിഞ്ഞാൽ ബോഡിക്ക് അതിനെതിരെ ഇമ്മ്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിന്റെ നമ്മളെ കാര്യമായിട്ട് എഫക്ട് ചെയ്യത്തില്ല, സിംറ്റംസ് കാണത്തേ ഇല്ല. ഇത് അങ്ങനെയല്ല. ഒരു തവണ എഫക്ട് ചെയ്യുന്ന വൈറസ് തന്നെ അതേ രീതിയിൽ വീണ്ടും വന്നാൽ ഓക്കെ. പക്ഷെ ഈ വൈറസിനൊരു സ്വഭാവമുണ്ട്, ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും. ചില സമയം സ്വന്തം ശരീരത്തിൽ പോയിന്റ് മ്യൂട്ടേഷൻ നടന്ന് സെൽഫായിട്ട് ചേഞ്ച് ആവും. നമ്മൾ അതിന് ഡ്രിഫ്റ്റ് എന്ന് പറയും. അപ്പോഴും അതൊരു ചേഞ്ച്ഡ് ഫോമാണ്, മോഡിഫൈഡ് ഫോമാണ്. അതിനെ ബോഡിക്ക് അറിയത്തില്ല, അതിനെതിരെ വാക്സിൻ ഇല്ല. അതുകൊണ്ട് അതെല്ലാരിലേക്കും സ്പ്രെഡ് ആവും. ആർക്കും ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല, എല്ലാരിലേക്കും സ്പ്രെഡ് ആവും. ചില സമയം ഈ വൈറസ് 2-3 വൈറസുകളുടെ ചേർന്ന് പുതിയ ഫോമായിട്ട് വരും. ആ ചേഞ്ചിനെ നമ്മൾ ഷിഫ്റ്റ് എന്ന് പറയും. അതൊരു മേജർ ആന്റിജനിക് ചേഞ്ച് ആണ്. അത് വന്നാലും
പുതിയ വൈറസ് ഇൻഫെക്ട് ചെയ്യുന്നതിന് തുല്യമാണ്. ബോഡിക്കും അതിനെ ഡിഫെൻഡ് ചെയ്യാൻ അറിയത്തില്ല, അതിനെതിരെ വാക്സിനും ഇല്ല. അതുകൊണ്ടാണ് വീണ്ടും 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 ഇങ്ങനെ വൈറൽ ഇൻഫെക്ഷൻസ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു തവണ നമ്മൾ ഇൻഫെക്ട് ചെയ്ത വൈറസിനെതിരെ ബോഡി ഡിഫെൻഡ് ചെയ്തു, ആന്റിബോഡീസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തെങ്കിലും വൈറസ് എപ്പോഴും സ്റ്റേബിൾ ആയിട്ടിരിക്കത്തില്ല. അതിന്റെ ജനറ്റിക് മെറ്റീരിയൽ ഇടയ്ക്കിടയ്ക്ക് അതിനകത്ത് മ്യൂട്ടേഷൻ സംഭവിക്കും. അങ്ങനെ ഈ മ്യൂട്ടേഷൻ സംഭവിക്കുക അതൊരു പുതിയ ടൈപ്പ് ഓഫ് വൈറസ് ആയി. അപ്പൊ അതിനെ ബോഡിക്ക് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും പനി വരും, വീണ്ടും ഇൻഫെക്ട്. അപ്പൊ നമ്മൾ പറയും പുതിയ സ്ട്രെയിൻ ഇൻഫെക്റ്റഡ് ആയി. അതേപോലെ ഈ വൈറസ് മറ്റ് വൈറസിന്റെ കൂടെ ചേർന്ന് എന്ത് ചെയ്യും? ജനറ്റിക് റീകോമ്പിനേഷൻ വഴി പുതിയ ടൈപ്പ് വൈറസിനെ പ്രൊഡ്യൂസ് ചെയ്യും. ആ വൈറസിനെയും ബോഡിക്ക് അറിയത്തില്ല. അപ്പൊ അത് ഒരു പുതിയ ഇൻഫെക്ഷൻ പോലെയാണ്, അതും എല്ലാവരിലേക്കും സ്പ്രെഡ് ആവും. അങ്ങനെയാണ് ഈ പാൻഡമിക്സ് റിപ്പീറ്റഡ്ലി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത്. ബിക്കോസ് ഓഫ് ടു റീസൺസ്. വൺ ഇസ് ആന്റിജനിക് ഡ്രിഫ്റ്റ്, ദ അതർ ഇസ് ആന്റിജനിക് ഷിഫ്റ്റ്. Shift is sudden change, drift is gradual change. Drift happens due to point mutation, shift happens due to genetic recombination. The influenza വൈറസുകളുടെ ഒരു മെയിൻ പ്രോപ്പർട്ടി ഇതാണ്, സബ്ജക്റ്റഡ് ടു ഫ്രീക്വന്റ് ആന്റിജനിക് വേരിയേഷൻസ്. ഫ്രീക്വന്റ്ലി ഇങ്ങനെ ആന്റിജനിക് വേരിയേഷൻസ് നടക്കും. അതുകൊണ്ടാണ് പല പല തവണ ഇങ്ങനെ പാൻഡമിക് വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ തവണയും വൈറസ് പുതിയതാവുകയാണ്. പുതിയതാവുക എന്ന് വെച്ചാൽ അതിനകത്ത് ഒന്നെങ്കിൽ ഡ്രിഫ്റ്റ്, അതായത് പോയിന്റ് മ്യൂട്ടേഷൻ സംഭവിക്കുന്നു, അല്ലെങ്കിൽ പല വൈറസുകൾ കമ്പൈൻ ചെയ്ത് ജനറ്റിക് റീകോമ്പിനേഷൻ നടന്ന് ഷിഫ്റ്റ് നടക്കും. ഓക്കെ, ഇതാണ് നമ്മൾ ഇതുവരെ പഠിച്ചതിനെക്കാട്ടിലും കുറച്ച് എക്സ്ട്രാ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി അങ്ങോട്ട് സെയിം പാറ്റേൺ ആണ്. റിസർവയർ ഓഫ് ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഹ്യൂമൻസ് മാത്രമല്ല, ഇൻഫ്ലുവൻസ വൈറസ് എക്സിസ്റ്റ് ഇൻ ആനിമൽസ് ആൻഡ് ബേർഡ്സ്. ഹ്യൂമൻ ബീങ്സിൽ കൂടാതെ ആനിമൽസിലും ബേർഡ്സിലും ഒക്കെ കാണാൻ പറ്റും. അതാണ് നമ്മൾ സ്വൈൻ ഫ്ലൂ, പന്നിപ്പനി എന്ന് പറയുന്നത്. പന്നിയിൽ നിന്ന് മനുഷ്യനിലേക്ക് വരുന്നത്. അതേപോലെ തന്നെ പക്ഷിപ്പനി എന്ന് പറയും, ഏവിയൻ ഇൻഫ്ലുവൻസ. അപ്പൊ അത് പല റിസർവയേഴ്സ് ഉണ്ട്. സ്വൈൻ, ഹോഴ്സസ്, ഡോഗ്സ്, കാറ്റ്, ഡൊമസ്റ്റിക് പോൾട്രി, അതായത് കോഴിയിൽ നിന്നൊക്കെ വരുന്ന പനി, വൈൽഡ് ബേർഡ്സ് എക്സെട്ര. സം ഓഫ് ദീസ് ഇൻക്ലൂഡ് ദ മേജർ H&N antigens related to human strains. It is hypothesized. Okay, next, source of infection. Usually a case or subclinical case. അസുഖമുള്ള സിംറ്റംസ് ഉള്ള ഒരാള്, കേസ് അല്ലെങ്കിൽ സിംറ്റംസ് ഒന്നും കാണിക്കുന്നില്ല പക്ഷെ വൈറസ് ഉള്ള ആള്, സബ് ക്ലിനിക്കൽ കേസ്. ഇങ്ങനത്തെ ആളുകളിൽ നിന്നാണ് നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവുന്നത്. അവര് റെസ്പിറേറ്ററി റൂട്ട് ആണ്, അതുകൊണ്ട് തന്നെ സെക്രീഷൻസ് ഓഫ് റെസ്പിറേറ്ററി ട്രാക്ട് ആണ് ഇൻഫെക്റ്റീവ്. Spread of infectivity. Virus is present in nasopharynx from 1 to 2 days before and 1 to 2 days after onset of symptoms. Period of communicability ആണ് പറയുന്നത്. ആ വൈറസ് ശരീരത്തിൽ പ്രവേശിച്ച് സിംറ്റംസ് വരുന്നതിന് 1 മുതൽ 2 ദിവസം മുമ്പും സിംറ്റംസ് വന്നതിന് ശേഷം 1 to 2 days വരെയും നമ്മുടെ നേസോഫാരിങ്സിൽ ഈ വൈറസ് താമസിക്കും. അപ്പൊ ആ സമയത്ത് നമ്മൾ തുമ്മുമ്പോഴോ നമ്മുടെ നേസോഫാരിങ്സിൽ നിന്നുള്ള സെക്രീഷൻസ് പുറത്തേക്ക് വരുമ്പോഴോ അതിലൂടെ വൈറസിന് സ്പ്രെഡ് ആവാം. ഏജ് ആൻഡ് സെക്സ് പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാ സെക്സസിനെ എഫക്ട് ചെയ്യും. ഏജിനെ പറ്റി പറയുകയാണെങ്കിൽ അറ്റാക്ക് റേറ്റ് ഇസ് ലോവർ എമംഗ് അഡൾട്ട്സ്. കുട്ടികളിലാണ് കുറച്ചുകൂടെ കൂടുതൽ. ചിൽഡ്രൻ കോൺസ്റ്റിറ്റ്യൂട്ട് ആൻ ഇമ്പോർട്ടന്റ് ലിങ്ക് ഇൻ ദ ട്രാൻസ്മിഷൻ ചെയിൻ. കുട്ടികൾക്ക് ജനറലി ഇമ്മ്യൂണിറ്റി കുറച്ച് കുറവായതുകൊണ്ട് തന്നെ അവർക്കായിരിക്കും ഇൻഫെക്ഷൻ കൂടുതൽ. ഹ്യൂമൻ മൊബിലിറ്റി, ഇറ്റ് ഇസ് എൻ ഇമ്പോർട്ടന്റ് ഫാക്ടർ ഇൻ ദ സ്പ്രെഡ് ഓഫ് ഇൻഫെക്ഷൻ. ഇപ്പം നമ്മുടെ കോവിഡിന്റെ കേസ് തന്നെ എടുക്കാം. ഈ ഇൻഫ്ലുവൻസ പഠിക്കുമ്പോൾ പല കാര്യങ്ങളും കോവിഡുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കുക. അപ്പൊ നമുക്ക് വേഗം കിട്ടും. കോവിഡിന്റെ കേസ് എടുത്ത് ആദ്യം അത് ചൈനയിൽ മാത്രമാണ് വന്നത്. ആളുകളുടെ മൊബിലിറ്റി, അവിടുന്ന് ഓരോ ആവശ്യത്തിനായിട്ട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിസിറ്റ് ചെയ്തവരെ എല്ലാ കൺട്രീസിലേക്കും കൊടുത്തു, അല്ലെ? അപ്പൊ അങ്ങനെയാണ് അതൊരു പാൻഡമിക് ആയത്. ഒരു സ്ഥലത്ത് ഒറിജിനേറ്റ് ചെയ്യുന്ന ഡിസീസ് തന്നെ എല്ലാ സ്ഥലത്തേക്കും സ്പ്രെഡ് ആവാനുള്ള ഒരു മേജർ റീസൺ ഹ്യൂമൻ മൊബിലിറ്റി ആണ്. ഹൈലി ഇൻഫെക്ഷ്യസ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ വേഗം എല്ലായിടത്തേക്കും സ്പ്രെഡ് ആവുന്നത്. ഇമ്മ്യൂണിറ്റി ടു ഇൻഫ്ലുവൻസ ഈസ് സബ് ടൈപ്പ് സ്പെസിഫിക്. അതാണ് നേരത്തെ പറഞ്ഞ ക്രോസ് ഇമ്മ്യൂണിറ്റി ഒന്നും ഇല്ല. ആന്റിബോഡീസ് അഗെയിൻസ്റ്റ് HA and NA ആർ ഇമ്പോർട്ടന്റ് ഇൻ ഇമ്മ്യൂണിറ്റി ടു ഇൻഫ്ലുവൻസ. ഹീമോഗ്ലോബിൻ ആന്റിജൻ അഗെയിൻസ്റ്റും അതുപോലെ തന്നെ ന്യൂറോഎമിഡേസ് ആന്റിജൻ അഗെയിൻസ്റ്റും ഇമ്മ്യൂണിറ്റി ഉണ്ടായിരിക്കണം. The 3 types of influenza viruses are antigenically unrelated and therefore induce no cross protection. ഈ 3 ടൈപ്പ് വൈറസും ഇൻഫ്ലുവൻസ A, B, C ഇവരുടെ ഒക്കെ ബോഡിയിലുള്ള ആന്റിജൻസ് ഡിഫറെന്റ് ആണ്. ഈ വൈറസിന്റെ ആന്റിജൻസ്, അതുകൊണ്ട് തന്നെ നോ ക്രോസ് പ്രൊട്ടക്ഷൻ. ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് സ്പെസിഫിക് ആണ്. ഒരു ടൈപ്പിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി വേറൊരു ടൈപ്പിന് അഗെയിൻസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റത്തില്ല. Antibodies appear in about 7 days after the attack and reach a maximum level in about 2 weeks. After 8 to 12 months, antibody levels drop to pre-infection level. നമ്മുടെ ബോഡി
നമ്മുടെ ബോഡിയിൽ ഇൻഫ്ലുവൻസ വൈറസ് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ 7 ദിവസത്തോളം എടുക്കും ആന്റിബോഡീസ് ഡെവലപ്പ് ആവാൻ. ആൻഡ് ഒരു 14 ദിവസമൊക്കെ ആകുമ്പോൾ ആന്റിബോഡി ലെവൽ ഭയങ്കര ഹൈ ആയിരിക്കും. അപ്പൊ ആ സമയത്ത് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടെത്താൻ പറ്റും? ആന്റിബോഡി ഡോസ്, ന്യൂട്രലൈസിങ് ആന്റിബോഡീസ് പറയാം, ആന്റിബോഡിയുടെ ലെവൽ ഭയങ്കര ഹൈ ആണ്. അപ്പൊ നമുക്കറിയാം ശരീരത്തിൽ ഒരുപാട് വൈറസ് കയറിയിട്ടുണ്ട്, അതാണ് ബോഡി ഇത്രയും ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഇയാളൊരു ഇൻഫെക്ഷ്യസ് പേഴ്സൺ ആണ് എന്ന് നമുക്ക് ആ ഡിസീസ് കൺഫേം ചെയ്യാൻ പറ്റും. ഒരു 12 മാസം വരെ ആന്റിബോഡീസ് നിൽക്കുകയും ചെയ്യും. അത് കഴിയുമ്പോൾ ആന്റിബോഡി ലെവൽ കുറയും. അപ്പൊ അതിനുശേഷം ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് സിവിയർ ആയി തന്നെ മാറും. ഈ പല കാരണങ്ങൾ കൊണ്ടാണ് ഇൻഫ്ലുവൻസ വൈറസ് ഇൻഫെക്ഷൻസ് വീണ്ടും 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 വന്നുകൊണ്ടിരിക്കുന്നത്. Season. Epidemics usually occur in winter month in northern hemisphere, winter or rainy season in southern hemisphere. Winterum അതേപോലെ rainy season ആണ് ഇതിന്റെ മെയിൻ ടൈം. In tropical countries, influenza virus circulates throughout the year with 1 or 2 peaks during rainy season. Tropical countries, അതായത് മഴയൊക്കെ കൂടുതലുള്ള റീജിയൻസിൽ റെയിനി സീസണിന്റെ സമയത്ത് 1 or 2 പീക്സ് കേസുകളുടെ എണ്ണം ഒരുപാട് കൂടുന്നത് കാണാം. ഓവർ ക്രൗഡിങ് എൻഹാൻസസ് ട്രാൻസ്മിഷൻ. എല്ലാ ട്രാൻസ്മിഷൻ നമ്മൾ ഇതുവരെ പറഞ്ഞ ആളുകൾ ഒത്തുകൂടുന്നത്, ക്രൗഡിങ് ഒരു ട്രാൻസ്മിഷൻ എൻഹാൻസ് ചെയ്യാനുള്ള ഒരു കാരണമാണ്. അറ്റാക്ക് റേറ്റ്സ് ആർ ഹൈ ഇൻ ക്ലോസ് പോപ്പുലേഷൻ. എക്സാമ്പിൾ സ്കൂൾസ്, ഇൻസ്റ്റിറ്റ്യൂഷൻ, ഷിപ്സ് എക്സെട്ര. സ്കൂളിലൊക്കെ ഒരു കുട്ടിക്ക് പനി വന്നാൽ അത് നെക്സ്റ്റ് ഡേ തന്നെ ഒരുപാട് പേർക്ക് ആ പനി വരുന്നത് കാണാം. അപ്പൊ ഓവർ ക്രൗഡിങ്, ഒരു ചെറിയൊരു ക്ലോസ്ഡ് സ്പേസിൽ ആ വൈറസിന് ട്രാൻസ്മിഷൻ ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് അറ്റാക്ക് റേറ്റ്സ് ആർ ഹൈ ഇൻ ക്ലോസ് പോപ്പുലേഷൻ ഗ്രൂപ്പ്സ്. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്താണ്? റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ ഓർ ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയ ക്രിയേറ്റഡ് ബൈ സ്നീസിങ്, കഫിംഗ് ഓർ ടോക്കിംഗ്. സംസാരിക്കുമ്പോഴോ തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ തുപ്പുമ്പോഴോ ഒക്കെ പുറത്തേക്ക് പോകുന്ന ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയ, അത് മറ്റൊരാളുടെ റെസ്പിറേറ്ററി ട്രാക്കിലേക്ക് എൻ്റർ ചെയ്ത് ഇൻഫെക്ഷൻ കോസ് ചെയ്യും. ഇൻക്യുബേഷൻ പീരീഡ് 18 to 72 hours. മണിക്കൂറുകൾ മതി സിംറ്റംസ് ഉണ്ടാവാനായിട്ട്. വേഗം പനി വരും. അതാ പറഞ്ഞ ഒരാൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഇന്ന് നമുക്ക് ഒരു ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് ഇൻഫെക്ഷൻ ഉണ്ട്, ആ കുട്ടിയുടെ നിന്ന് വേറൊരു കുട്ടിക്ക് ആ വൈറസിനെ കിട്ടിക്കഴിഞ്ഞാൽ 18 മണിക്കൂറിനുള്ളിൽ തന്നെ സിംറ്റംസ് വരാൻ സ്റ്റാർട്ട് ചെയ്യും. സോ പിറ്റേ ദിവസം നോക്കുമ്പോൾ മറ്റേ ആൾക്കും പനി കാണും. ഇൻക്യുബേഷൻ പീരീഡ് വളരെ കുറവാണ്. ഇനി എങ്ങനെയാണ് ഈ വൈറസ് നമ്മളെ എഫക്ട് ചെയ്യുന്നത്? ഓവറോൾ ഒരു ഐഡിയ നമുക്ക് ഈ ഇമേജിൽ നിന്ന് കിട്ടും. ഇൻഫ്ലുവൻസ വൈറസ് അറ്റാച്ചസ് ടു സെൽ മെമ്മറി. അപ്പൊ നമ്മളുടെ അടുത്തൊരു പനിയുള്ള ഒരാളുണ്ടായിരുന്നു, നമുക്ക് വൈറസ് കിട്ടി, നമ്മുടെ സെല്ലിനകത്തേക്ക് ചെന്നു, വൈറസ് സെൽ മെമ്പറൈനിലേക്ക് അറ്റാച്ച് ചെയ്തു എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക ഹീമോഗ്ലോബിനാണ് അറ്റാച്ച് ചെയ്യാൻ സഹായിക്കുന്നത്. ഇൻഫ്ലുവൻസ വൈറസ് റെപ്ലിക്കേഷൻ, പ്രൊഡക്ഷൻ ഓഫ് സൈറ്റോകിൻസ്, ഗ്രാൻസൈംസ് ആൻഡ് സൈറ്റോടോക്സിക് ഫാക്ടേഴ്സ്. അപ്പൊ വൈറസ് നമ്മുടെ സെല്ലിനകത്തേക്ക് റെപ്ലിക്കേറ്റ് ചെയ്യുകയാണ്. അപ്പൊ അതിന് റെസ്പോൺസ് ആയിട്ട് നമ്മുടെ സെല്ല് റിയാക്ട് ചെയ്യും, നമ്മുടെ സെൽസ് റിയാക്ട് ചെയ്യും. അപ്പൊ എയർവേ ഇൻഫ്ലമേഷൻ, നമ്മുടെ എയർവേ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ട്രക്കിയ, ബ്രോങ്ക്യൂൾസ് ഒക്കെ എയർവേ, ആ പാത്വേയിലാണ് വൈറസ് എഫക്ട് ചെയ്യുന്നത്. അപ്പൊ അവിടെയുള്ള സെൽസിനെല്ലാം ഇൻഫ്ലമേഷൻ, വീക്കം സംഭവിക്കും. ഡാമേജ് ഓഫ് എയർവേ, എപ്പിത്തീലിയൽ ആൻഡ് എൻഡോത്തീലിയൽ സെൽസ്. അങ്ങനെ നമ്മുടെ എയർവേയിലുള്ള സെൽസ്, എപ്പിത്തീലിയൽ സെൽസും എൻഡോത്തീലിയൽ സെൽസിനും ഡാമേജ് സംഭവിക്കും, സെൽ ഡെത്ത് സംഭവിക്കും. എയർവേ ഹൈപ്പർ റിയാക്ടിവിറ്റി ആൻഡ് നാരോയിങ്. നമ്മുടെ എയർവേയിലുള്ള സെൽസ് നശിച്ചു പോവുകയും ചെയ്യും. അതേപോലെ എക്സിസ്റ്റിംഗ് സെൽസ് ഇതിനെതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ എന്ത് പറ്റും? സ്വെല്ലിംഗ്, വീക്കം ഉണ്ടാവും. അങ്ങനെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ ഓൾറെഡി എയർവേ എന്ന് പറയുന്ന ചെറിയൊരു പൈപ്പാണ്. അത് വീക്കം വരുമ്പോൾ സെൽസിന്റെ സൈസ് വലുതായിട്ട് അതിന്റെ ഇടയിലുള്ള ആ ഒരു സ്പേസ് കുറയും, ഡയമീറ്റർ വീണ്ടും ചെറുതാവും, നാരോയിങ് സംഭവിക്കും. അപ്പൊ ആൾക്ക് ശ്വാസം വിടാൻ ബുദ്ധിമുട്ട്. അങ്ങനെ എക്സസർബേഷൻ ഓഫ് ബ്രോങ്കിയൽ ആസ്മ ആൻഡ് സിഒപിഡി. സിഒപിഡി എന്ന് പറയുന്നത് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് ആണ്. അപ്പൊ ആൾക്ക് ആസ്മയും അതുപോലെ തന്നെ ശ്വാസം മുട്ട്, പലതരം പൾമണറി ഡിസീസ് വരും. ഇനി ഇത് എയർവേയുടെ കാര്യമാണ് പറഞ്ഞു. അതേപോലെ നമ്മുടെ എയർവേ എന്ന് പറയുമ്പോൾ ബ്രോങ്കൈ, ട്രക്കിയ, ബ്രോങ്കൈ, പ്രൈമറി, സെക്കൻഡ്, ടെറിഷറി ബ്രോങ്ക്യൂൾസ്. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ആൽവിയോളയുണ്ട്. ആൽവിയോളയാണ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ് നടക്കുന്ന സ്ഥലം. അപ്പൊ ആൽവിയോളയിലേക്ക് ഇൻഫെക്ഷൻ എത്തി, വൈറസ് ഇങ്ങനെ എല്ലാം ഇൻഫെക്ട് ചെയ്ത് പോവാണ് റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ മുഴുവനായിട്ട്. അപ്പൊ ആൽവിയോള ഇൻഫെക്ഷൻ എത്തി കഴിഞ്ഞാൽ ഡാമേജ് ഓഫ് ആൽവിയോളർ എപ്പിത്തീലിയൽ സെൽസ്. അപ്പൊ പിന്നെ എക്സ്ചേഞ്ച് ഓഫ് ഓക്സിജനും നടക്കത്തില്ല, ബ്ലഡിൽ സഫീഷ്യന്റ് എമൗണ്ട് ഓഫ് ഓക്സിജൻ ഉണ്ടാവത്തേയില്ല. അപ്പൊ ന്യൂമോണിയ എന്ന അവസ്ഥയിലേക്ക്, ആൽവിയോളയിലൊക്കെ ഫ്ലൂയിഡ് അങ്ങ് നിറയും. ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോഴത്തേക്ക് ഇൻഫെക്ഷ്യസ് ഫ്ലൂയിഡ് പ്രൊഡ്യൂസ് ആവും. ആ ഇൻഫെക്ഷ്യസ് ഫ്ലൂയിഡ് ഒക്കെ നിറഞ്ഞ് ന്യൂമോണിയ വരും. അതേപോലെ തന്നെ ARDS എന്താ? അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം. ഭയങ്കര സിവിയർ ആയിട്ടുള്ള റെസ്പിറേറ്ററി ഡിസ്ട്രസ് ഉണ്ടാവും. ആൾക്ക് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട്, സിവിയർ ആയിട്ടുള്ള ശ്വാസം മുട്ട് ഉണ്ടാവും.
അപ്പം നമുക്ക് പനിയുള്ള ഒരാളുടെ കയ്യിൽ നിന്ന് വൈറസ് കിട്ടി, നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്തു, നമ്മുടെ സെൽസിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി, നമ്മുടെ സെൽസിനകത്തേക്ക് പ്രവേശിച്ചു, പുതിയ വൈറസുകളെ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. അതിന് റെസ്പോൺസ് ആയിട്ട് നമ്മുടെ ബോഡിയിലെ സെൽസ് റിയാക്ട് ചെയ്ത് തുടങ്ങി. ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്, ആ ഹൈപ്പർ ആക്ടിവിറ്റി കാരണം വീക്കം ഉണ്ടാവുന്നു. വീക്കം ഉണ്ടാവത്തേക്കും സ്പേസ് കുറയുന്നു, ഡയമീറ്റർ കുറയുന്നു, നാരോയിങ് സംഭവിക്കുന്നു, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു. ആ ഇൻഫെക്ഷൻ പിന്നെയും പോയി നമ്മുടെ ലങ്സിലെ ആൽവിയോളെ എഫക്ട് ചെയ്യുന്നു. ആൽവിയോള സെൽ വോൾസ് നശിക്കുന്നു. സഫീഷ്യന്റ് ഓക്സിജൻ ബ്ലഡിലേക്ക് എത്തുന്നില്ല. ആൽവിയോള എല്ലാം ഫ്ലൂയിഡ് കൊണ്ട് നിറയുന്നു. ശ്വാസം എടുക്കാനും വിടാനും ബുദ്ധിമുട്ട്. ബോഡിയിൽ ഓവറോൾ ഓക്സിജൻ ലെവൽ കുറയുന്നു. അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോമിലേക്ക് പോകുന്നു. കോവിഡ് ഡെത്ത് ഒക്കെ സംഭവിക്കുന്നത് ഇങ്ങനെയാണ്. ശ്വാസം മുട്ടി അവസാനം ഓക്സിജൻ കുറഞ്ഞ ആ സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് നോക്കുന്ന ഒരു കാരണമായിരുന്നല്ലേ SpO2, പാർഷ്യൽ പ്രഷർ ഓക്സിജൻ. അല്ലാതെ കുറയുന്നു, ഓക്സിജന്റെ അളവ് ശരീരത്തിൽ കുറയുന്നു. അങ്ങനെ കുറഞ്ഞ് ആണ് റെസ്പിറേറ്ററി ഡിഫിക്കൽട്ടി വന്ന് ന്യൂമോണിയ കാരണം മരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഈ ഇമേജിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ നോക്കാം. വൈറസ് എൻറ്റേഴ്സ് റെസ്പിറേറ്ററി ട്രാക്ട്, കോൾസ് ഇൻഫ്ലമേഷൻ ആൻഡ് നെക്രോസിസ് ഓഫ് സൂപ്പർഫിഷ്യൽ എപ്പിത്തീലിയം. ഇൻഫ്ലമേഷൻ വീക്കമാണ്. നെക്രോസിസ് പറയുമ്പോൾ സെൽ ഡെത്ത് ആണ്, ഡെത്ത് ഓഫ് സെൽസ് ആണ്. ഫോളോഡ് ബൈ സെക്കൻഡറി ബാക്ടീരിയൽ ഇൻവേഷൻ. അങ്ങനെ നമ്മുടെ ഇമ്മ്യൂണിറ്റി മുഴുവനായി കുറഞ്ഞിരിക്കുമ്പോൾ മറ്റ് ബാക്ടീരിയകളും കൂടെ എഫക്ട് ചെയ്യും. അങ്ങനെ ന്യൂമോണിയ ഒക്കെ ഉണ്ടാവും. ഓവറോൾ നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റി അങ്ങ് കുറയും ഈ വൈറസിനോട് പ്രതിരോധിച്ച്. അവസാനം സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാവും. ദർ ഇസ് നോ വൈറീമിയ. നമ്മൾ മറ്റ് ഡിസീസിന്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ ബ്ലഡിലേക്ക് ഈ വൈറസ് പ്രവേശിക്കത്തില്ല. റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ അങ്ങ് എഫക്ട് ചെയ്യത്തേ ഉള്ളൂ, ബ്ലഡിലേക്ക് പ്രവേശിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ദർ ഇസ് നോ വൈറീമിയ. വൈറീമിയ എന്ന് പറയുന്ന ഒരു സ്റ്റേജ്, വൈറസ് ഇൻ ബ്ലഡ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഇവിടെ ഇല്ല. ബോത്ത് വൈറസസ് കോസ് സെയിം സിംറ്റംസ്. അത് ഇൻഫ്ലുവൻസ എ ആയാലും ബി ആയാലും ഫീവർ, പനി, ചിൽസ് എന്ന് പറയുമ്പോൾ വിറയല്, ഏക്സ് ആൻഡ് പെയിൻസ്, ബോഡി പെയിൻ. ഇപ്പോഴത്തെ പനിക്ക് ഏറ്റവും മെയിനായിട്ട് കാണുന്ന സിംറ്റം ആണ് ബോഡി പെയിൻ. പിന്നെ കഫിംഗ്, ചുമ, ജനറലൈസ്ഡ് വീക്ക്നെസ്, ഓവറോൾ തളർച്ച. ഫീവർ ലാസ്റ്റ് ഫ്രം 1 to 5 days, ആവറേജിങ് 3 days. അതല്ലേ നമുക്കറിയാം, ഒരു 5 ദിവസം വരെ പനി കാണും. ഫ്രീക്വന്റ് കോംപ്ലിക്കേഷൻസ് ആർ കോംപ്ലിക്കേഷൻസ്, കോമൺ ആയിട്ട് കാണുന്ന കോംപ്ലിക്കേഷൻസ് അക്യൂട്ട് സൈനസൈറ്റിസ്. നമ്മുടെ സൈനസുകളെയൊക്കെ എഫക്ട് ചെയ്ത് സൈനസുകൾക്കൊക്കെ നീർവീക്കം വന്ന് അവിടെ ഫ്ലൂയിഡ് നിറഞ്ഞ് ഭയങ്കരമായ പെയിൻ വന്ന് മൂക്കടപ്പൊക്കെ ഉണ്ട്, അക്യൂട്ട് സൈനസൈറ്റിസ്. അതേപോലെ ഈ ഇൻഫെക്ഷൻ നമ്മുടെ മിഡിൽ ഇയറിലേക്ക് സ്പ്രെഡ് ആയിട്ട് ഓട്ടൈറ്റിസ് മീഡിയ, മിഡിൽ ഇയർ ഇൻഫെക്ഷൻ. പ്യൂറുലന്റ് ബ്രോങ്കൈറ്റിസ്, സിവിയർ ആയിട്ട് നമ്മുടെ ബ്രോങ്കൈക്കൊക്കെ വീക്കം വന്നിട്ട് ബ്രോങ്കൈറ്റിസ്. പ്യൂറുലന്റ് എന്ന് പറയുമ്പോൾ പഴുപ്പോട് കൂടിയ നമ്മുടെ, അതായത് നമുക്ക് ആ സമയത്ത് ഭയങ്കര യെല്ലോയിഷ് കളർ കഫം തുപ്പുന്നതായിട്ട് കാണാം. സോ പ്യൂറുലന്റ് ബ്രോങ്കൈറ്റിസ്, ന്യൂമോണിയ. മോസ്റ്റ് ഡ്രെഡഡ് കോംപ്ലിക്കേഷൻ, അതിനകത്ത് ഏറ്റവും സിവിയർ ആയിട്ടുള്ള, ഏറ്റവും പേടിക്കേണ്ട, ഏറ്റവും വേഴ്സ്റ്റ് കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ന്യൂമോണിയ ആണ്. വിച്ച് ഷുഡ് ബി സസ്പെക്ടഡ് ഇഫ് ഫീവർ പെർസിസ്റ്റ് ബിയോണ്ട് 4 or 5 days or recurs abruptly after convalescence. അപ്പം എപ്പോഴും 4 മുതൽ 5 ദിവസം, 1 to 5 days ആണ് ഫീവറിന്റെ ലക്ഷണം. അതുവരെയൊക്കെ ഇത് പനിയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ മെജോറിറ്റി ആളുകളും വീട്ടിലുള്ള കാര്യങ്ങൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യത്തേ ഉള്ളൂ, അല്ലെങ്കിൽ നമുക്കറിയാവുന്ന എന്തെങ്കിലുമൊക്കെ മരുന്ന് വെച്ച് നോക്കത്തേ ഉള്ളൂ. കാരണം നമുക്കറിയാം ഇത് പനിയാണ്, അതങ്ങ് മാറിക്കോളും 4-5 ദിവസം. പക്ഷെ അതാണ് ശ്രദ്ധിക്കാൻ പറയുന്നത് ഇവിടെ. 4 ദിവസം കഴിഞ്ഞും പനി അങ്ങനെ തന്നെ നിൽക്കുകയാണ്, അല്ലെങ്കിൽ പനി വന്ന് മെഡിസിൻ എടുത്ത് മാറിക്കഴിഞ്ഞ് വീണ്ടും പെട്ടെന്ന് വരികയാണെങ്കിലൊക്കെ നമ്മൾ വേഗം ശ്രദ്ധിക്കണം, കാരണം അത് ന്യൂമോണിയയിലേക്ക് പോവുകയാണ്. ഓക്കെ, റൈസ് സിൻഡ്രോം, ഫാറ്റി ലിവർ വിത്ത് എൻസെഫാലോപ്പത്തി. ഇമ്പോർട്ടന്റ് ആണ് റൈസ് സിൻഡ്രോം. റൈസ് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഫാറ്റി ലിവർ പ്ലസ് എൻസെഫാലോപ്പത്തി. ലിവറിനെ ബാധിക്കുന്നു, അതേപോലെ എൻസെഫലോപ്പത്തി ബ്രെയിനെയും ബാധിക്കുന്നു. സോ റെയർ ആൻഡ് സിവിയർ കോംപ്ലിക്കേഷൻ ഓഫ് ഇൻഫ്ലുവൻസ. റെയർ ആയിട്ട് കാണുന്ന കോംപ്ലിക്കേഷൻ ആണ്, പക്ഷെ ഭയങ്കര സിവിയർ കോംപ്ലിക്കേഷൻ ആണ്. യൂഷ്വലി ബി ടൈപ്പ്, പെർട്ടിക്കുലർലി ഇൻ യങ് ചിൽഡ്രൻ. ബി ടൈപ്പ് ഇൻഫ്ലുവൻസ എഫക്ട് ചെയ്യുമ്പോഴാണ് ഈ കോംപ്ലിക്കേഷൻ കാണുന്നത്. കൂടുതലും യങ് ചിൽഡ്രൻ, കൊച്ചുകുട്ടികളിലാണ് ഇത് കാണുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് റാപ്പിഡ്ലി പ്രോഗ്രസീവ് ഹെപ്പാറ്റിക് ഫെയിലിയർ ആൻഡ് എൻസെഫലോപ്പത്തി. അതായത് ഈ പനി വരുന്ന ആളുകളിൽ പെട്ടെന്ന് തന്നെ, കൂടുതലും കുട്ടികളിലാണ് കാണുന്നത്. ഹിമോഫിലസ് ബി ഇൻഫ്ലുവൻസ ഇൻഫെക്ട് ചെയ്യുന്ന കുട്ടികളിലാണ് കൂടുതലായിട്ട് കാണുന്നത്. പെട്ടെന്ന് തന്നെ അവർക്ക് ലിവർ ഫെയിലിയർ ഉണ്ടാവും. പെട്ടെന്ന് പനി വന്നു, പനിയുടെ സിംറ്റംസ് എല്ലാം കാണിച്ചു, പെട്ടെന്ന് അവരുടെ ലിവർ അങ്ങോട്ട് ഫെയിൽ ആയിട്ട് പനി വന്ന ഒരു 3-4 ദിവസങ്ങളിൽ ലിവർ ഫെയിലിയർ കാണാം. ആൻഡ് എൻസെഫലോപ്പത്തി ബ്രെയിനിനെ എഫക്ട് ചെയ്യും. ഇൻ അബൌട്ട് 30% മൊർട്ടാലിറ്റി. ഇത് വരുന്ന 100-ൽ 30 ആളുകളും മരിച്ചു വരെ പോകാം, അത്രയും സിവിയർ ആണ്. പത്തോജനസിസ് അൺനോൺ പത്തോജനസിസ് ആണ്. ഇതിന്റെ മെക്കാനിസം നമുക്ക് ക്ലിയർ ആയിട്ട് അറിയത്തില്ല. പക്ഷെ ആസ്പിരിൻ യൂസ് ഇതിന്റെ ഒരു കാരണമായിട്ട് പറയുന്നുണ്ട്. അതായത് ഇത് വൈറൽ ഇൻഫെക്ഷൻ ആണ്. വൈറൽ ഇൻഫെക്ഷനിൽ ആസ്പിരിൻ യൂസ് പാടില്ല. വൈറൽ ഇൻഫെക്ഷൻ ആണ്, ആന്റിബയോട്ടിക്സ് കൊണ്ടൊന്നും കാര്യമില്ല, നമുക്ക് ആന്റിവൈറൽസ് ആണ് വേണ്ടത്. അപ്പൊ അവിടെ ആസ്പിരിൻ യൂസ് ചെയ്യുന്നത് കാരണം ഇതുണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്.
അതായത് നമ്മൾ പാരസിറ്റമോളും കാര്യങ്ങളും ഒക്കെ ഈ വൈറൽ ഡിസീസിൽ എടുത്ത് കഴിക്കുന്നത് കൊണ്ട് ഇതുണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. വൈറൽ ഫീവറിൽ പാരസിറ്റമോളിന്റെ യൂസ് കൊണ്ടുവരുന്ന ഒരു കോംപ്ലിക്കേഷൻ ആയിട്ട് നമുക്ക് ഇതിനെ പറയാം. സോ റൈസ് സിൻഡ്രോം എന്ന് പറയുന്നത് ഫാറ്റി ലിവർ പ്ലസ് റൈസ് സിൻഡ്രോം ആരിലാണ് കാണുന്നത്? ഇൻഫ്ലുവൻസ ബി എഫക്ട് ചെയ്യുന്നവരിലാണ് കൂടുതലായിട്ട് കാണുന്നത്, പ്രത്യേകിച്ചും കുട്ടികളിലാണ് കാണുന്നത്. എന്താണ് കാണുന്നത്? പനിയുടെ സിംറ്റംസിന്റെ കൂടെ പെട്ടെന്ന് പ്രോഗ്രസ് ചെയ്യുന്ന ഹെപ്പാറ്റിക് ഫെയിലിയർ എന്ന് വെച്ചാൽ ലിവർ ഫെയിലിയർ ആൻഡ് എൻസെഫലോപ്പതി, ബ്രെയിൻ ഡാമേജ്. അവർക്ക് ബോധം പോവും, അല്ലെങ്കിൽ എന്താ പറയുക, പിച്ചും മെയിൻ പറയുന്ന പോലെയൊക്കെ സംഭവിക്കുന്നത് ബ്രെയിനിനെ എഫക്ട് ചെയ്യുന്നതിന്റെ സിംറ്റംസ് ആണ്. അതിന്റെ ഒരു കോംപ്ലിക്കേഷൻ പറയുന്നത് ആസ്പിരിൻ യൂസ് ഇൻ വൈറൽ ഇൻഫെക്ഷൻ. വൈറൽ ഇൻഫെക്ഷൻസിൽ ആസ്പിരിൻ ഉപയോഗിക്കുന്നത് കൊണ്ടാകാം ഇത് വരുന്നത്. നമുക്ക് ഉറപ്പിച്ച് പറയാനൊന്നും പറ്റത്തില്ല, പക്ഷെ ഉപയോഗിക്കുന്നത് കൊണ്ടാകാം എന്ന് പറയാൻ പറ്റും. ലബോറട്ടറി ഡയഗ്നോസിസ് എങ്ങനെയാണ്? നേസോഫാരിഞ്ചൽ സെക്രീഷൻസ്. നമുക്ക് ഓർമ്മയില്ലേ, കോവിഡ് വന്ന സമയത്തൊക്കെ മൂക്കിൽ നിന്നൊക്കെ ഇങ്ങനെ സ്വാബ് എടുക്കുന്നത്, അല്ലെങ്കിൽ തൊണ്ടയിൽ നിന്ന് സ്വാബ് എടുത്താണ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതേപോലെ തന്നെ RT-PCR ടെക്നിക്, എലീസ ഓർ RT-PCR. പിന്നെ HI എന്താണ്? ഹീമോഗ്ലോബിൻ അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ് ആണ്. ഹീമോഗ്ലോബിനിന്റെ ലെവൽ നോക്കിയിട്ട്, ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് വൈറസിന്റെ ഹീമോഗ്ലോബിൻ, അതിന്റെ ലെവൽ നോക്കിയിട്ട് കണ്ടുപിടിക്കും. അതേപോലെ സെറോളജി, ബ്ലഡിലെ ആന്റിബോഡീസിന്റെ അളവ്. നേരത്തെ ഞാൻ പറഞ്ഞു, വൈറസ് വല്ലാണ്ട് എഫക്ട് ചെയ്യുമ്പോൾ ആന്റിബോഡീസ് ഒരുപാട് പ്രൊഡ്യൂസ്, അപ്പൊ ന്യൂട്രലൈസിങ് ആന്റിബോഡീസിന്റെ ലെവൽ എത്രത്തോളം ഉണ്ട്, ഒരുപാടുണ്ടോ എന്ന് നോക്കിയിട്ട്, ഒരുപാട് ആന്റിബോഡീസ് ഉണ്ടെങ്കിൽ ഒരുപാട് വൈറൽ ഇൻഫെക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻ തീർച്ചയായിട്ടും ഉണ്ട് എന്ന് പറയുന്ന ടെസ്റ്റുകൾ. ഇനി വാക്സിൻസ്. ഇത് വൈറൽ ഡിസീസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആന്റിബയോട്ടിക്സ് അല്ല മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആന്റിവൈറൽ ഡ്രഗ്സ് ആണ്. ആന്റിബയോട്ടിക്സ് ബാക്ടീരിയക്ക് അഗേൻസ്റ്റ് ആണ്, ഇത് ആന്റിവൈറൽ ഡ്രഗ്സ് ആണ്. അതുകൂടാതെ വാക്സിൻസ് ആണ് ഇവിടെ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ആന്റിവൈറൽ ഡ്രഗ്സിനെ പറ്റി പറയുകയാണെങ്കിൽ, ബിക്കോസ് ഓഫ് ലിമിറ്റേഷൻസ് ഇൻ എഫിക്കസി ഓഫ് ഇൻഫ്ലുവൻസ വാക്സിൻ, ആന്റിവൈറൽ ഡ്രഗ്സ് ഹാവ് ബീൻ ട്രൈഡ് ഫോർ പ്രൊഫൈലാക്സിസ് ആൻഡ് തെറപ്പി. പ്രൊഫൈലാക്സിസ് എന്ന് പറയുന്നത് പ്രിവെൻഷൻ ആണ്, തെറപ്പി എന്ന് പറയുന്നത് ട്രീറ്റ്മെന്റ് ആണ്. അപ്പൊ പ്രിവെൻഷൻ ആയാലും ട്രീറ്റ്മെന്റ് ആയാലും ആന്റി വൈറൽ ഡ്രഗ്സ് ഉപയോഗിക്കും. ആ ഡ്രഗ്സ് മെയിൻലി എന്താണ്? ന്യൂറെമിനിഡേസ് ഇൻഹിബിറ്റേഴ്സ്. എന്തായിരുന്നു ന്യൂറെമിനിഡേസ്? ന്യൂറെമിനിഡേസ് എന്ന് പറയുന്നത് ബാക്ടീരിയയിൽ കാണുന്ന ആന്റിജൻ ആണ് ന്യൂറെമിനിഡേസ്. അത് എന്തിനു സഹായിക്കും? നമ്മുടെ സെല്ലിനകത്ത് കയറിയ ബാക്ടീരിയനെ, പുതിയ വൈറസിനെ പുറത്തേക്ക് പോകാൻ, സെല്ലിൽ നിന്ന് പുറത്തേക്ക് റിലീസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ന്യൂറെമിനിഡേസ് എന്ന്. അപ്പൊ ന്യൂറെമിനിഡേസ് ഇൻഹിബിറ്റേഴ്സ്, ന്യൂറെമിനിഡേസിന്റെ ഫംഗ്ഷനെ, അതിന്റെ പ്രവർത്തനത്തിനെ അങ്ങ് ഇൻഹിബിറ്റ് ചെയ്യും. നമ്മളിവിടെ പഠിച്ച് ഓർക്കുന്നുണ്ട്, ഹീമഗ്ലൂട്ടിൻ ഉണ്ട്, അത് സെല്ലിനകത്തേക്ക് പ്രവേശിക്കാൻ സഹായിക്കും വൈറസിന്. വൈറസ് സെല്ലിനകത്തേക്ക് ചെന്ന് പുതിയ വൈറസ് റെപ്ലിക്കേറ്റ് ചെയ്തതിനു ശേഷം അതിനെ പുറത്തേക്ക് വരാൻ, റിലീസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ന്യൂറെമിനിഡേസ്. അപ്പൊ ന്യൂറെമിനിഡേസ് ഇൻഹിബിറ്റേഴ്സ് ആണ് നമ്മൾ ആന്റിവൈറൽ ഡ്രഗ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ ആന്റിവൈറൽ ഡ്രഗ്സ് എന്ത് ചെയ്യും? ആന്റിവൈറൽ എന്ന് പറയുമ്പോൾ വൈറസിനെതിരെ പ്രവർത്തിക്കുന്നത്. എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ന്യൂറെമിനിഡേസ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ വൈറസിന്റെ ബോഡിയിലുള്ള ന്യൂറെമിനിഡേസിനെ അങ്ങ് ഇൻഹിബിറ്റ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും? പുതിയതായിട്ട് ഫോം ചെയ്യുന്ന വൈറസിനൊന്നും ആ സെല്ല് വിട്ട് പുറത്തേക്ക് വരാൻ പറ്റില്ല. ക്രമേണ ആ സെല്ല് അങ്ങ് നശിക്കും, ഈ വൈറസുകൾ നശിക്കും. ഓക്കെ, അതാണ് എക്സാമ്പിൾസ് ആണ് ജനാമിവിർ ആൻഡ് ഓസെൽഡാമിവിർ. ജസ്റ്റിന്റെ പേര് അറിഞ്ഞിരിക്കുക, ജനാമിവിർ ആൻഡ് ഓസെൽഡാമിവിർ. നെക്സ്റ്റ് വാക്സിനെ പറ്റി പറയുമ്പോൾ കിൽഡ് വാക്സിനും ഉണ്ട്, ലൈവ് അറ്റനുവേറ്റഡ് വാക്സിനും ഉണ്ട്. കിൽഡ് വാക്സിൻ. മോസ്റ്റ് ഇൻഫ്ലുവൻസ വാക്സിനേഷൻ പ്രോഗ്രാംസ് മേക്ക് യൂസ് ഓഫ് ഇനാക്ടിവേറ്റഡ് വാക്സിൻ. ദ വാക്സിൻ ഇസ് കൺവെൻഷനലി ഫോർമുലേറ്റഡ് ഇൻ അക്വസ് സലൈൻ സസ്പെൻഷൻ ആണ്. ഇനാക്ടിവേറ്റഡ് വാക്സിൻ ആണ് ഇവിടെ പറയുന്നത്. One dose of vaccine contains approximately 15 microgram of hemoglobin A. Vaccine is administered by subcutaneous or intramuscular. Vaccine എങ്ങനെ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്? സബ്ക്യൂട്ടീനിയസ് ആയിട്ടും അഡ്മിനിസ്റ്റർ ചെയ്ത്, സ്കിന്നിലേക്കും അതുപോലെ ഇൻട്രാമസ്കുലർ IM റൂട്ടും ഉണ്ട്. വാക്സിൻ പ്രൊവൈഡ് ചെയ്യുന്ന ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് 6 to 12 months വരെയാണ് ലാസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ റീവാക്സിനേഷൻ ചെയ്യണം. നമ്മൾ അതിനാണ് ബൂസ്റ്റർ ഡോസ് എടുക്കുന്നത്. ഓർമ്മയില്ലേ, കോവിഡ് വാക്സിന്റെ ബൂസ്റ്റർ ഡോസ് എടുത്തത്. അപ്പൊ റീവാക്സിനേഷൻ on annual basis is recommended. Since vaccines are grown in eggs, persons with egg allergy may develop hypersensitivity. ഇൻഫ്ലുവൻസ വാക്സിൻ എന്ന് പറയുന്നത് ചിക്ക് സെൽ എംബ്രിയോ ഉപയോഗിച്ചാണ് ജനറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എഗ് അലർജി ഉള്ളവർക്ക്, മുട്ടയുടെ എംബ്രിയോ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന വാക്സിൻ ആയതുകൊണ്ട് തന്നെ മുട്ട അലർജി ഉള്ള ആളുകൾക്ക് ഈ വാക്സിൻ എടുക്കുമ്പോൾ ഭയങ്കര ഹൈപ്പർ സെൻസിറ്റീവ് റിയാക്ഷനും റാഷസും ഒക്കെ കാണാറുണ്ട്.
ആ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്തേക്ക്. ഇൻഫ്ലുവൻസ വാക്സിൻ ഇസ് മാനുഫാക്ചർഡ് യൂസിങ് egg embryo. So in persons who have egg cell allergy, the vaccine can cause hypersensitivity. എന്ന് വെച്ചാൽ എഗ് അലർജി ഉള്ള ആൾക്കാർക്ക് വാക്സിനോടും അലർജി കാണിക്കും. കാരണം ഈ വാക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എഗ് സെൽ എംബ്രിയോ ഉപയോഗിച്ചാണ്. പിന്നെ ലൈവ് അറ്റനുവേറ്റഡ് വാക്സിൻ, trivalent live attenuated influenza vaccine administered as single dose intranasal spray is as effective as inactivated vaccine prevent this. അപ്പം സിംഗിൾ ഡോസ് ഇൻട്രാനേഷണൽ സ്പ്രേ ആയിട്ട് നമ്മൾ ലൈവ് അറ്റനുവേറ്റഡ് വാക്സിൻ ഇപ്പൊ കൊടുക്കാം. ഇപ്പൊ രണ്ട് ഫോം ഓഫ് വാക്സിനും ഉണ്ട്. കിൽഡ് വാക്സിൻ ആണ് മോസ്റ്റ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഇപ്പൊ ലൈവ് അറ്റനുവേറ്റഡ് വാക്സിനും ഉപയോഗിക്കാറുണ്ട്. സിംഗിൾ ഡോസ് ഇൻട്രാനേഷണൽ സ്പ്രേ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള രണ്ട് മെയിൻ പാൻഡമിക്സിനെ പറ്റിയാണ്. ഒന്ന് ഏവിയൻ ഇൻഫ്ലുവൻസ, രണ്ട് ദ പാൻഡമിക് ഇൻഫ്ലുവൻസ എ H1N1. ഏവിയൻ ഇൻഫ്ലുവൻസ എന്ന് പറയുമ്പോൾ ഇറ്റ് റെഫേഴ്സ് ടു ലാർജ് ഗ്രൂപ്പ് ഓഫ് ഇൻഫ്ലുവൻസ വൈറസ് ദാറ്റ് പ്രൈമറിലി അഫക്ട് ബേർഡ്സ്. ഏവിയൻ എന്ന വാക്ക് ബേർഡ്സിനെ കണക്ട് ചെയ്യുന്നുണ്ട്. സോ ബേർഡ്സിൽ നിന്ന് നമ്മൾക്ക് ഉണ്ടാവുന്ന പനിയാണ്. On rare occasions, the bird viruses can infect other species, including pigs and humans. ഏവിയൻ ഇൻഫ്ലുവൻസ വൈറസ് എന്ന് പറയുന്നത് പക്ഷികളിൽ ഇൻഫ്ലുവൻസ ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്ന വൈറസ് ആണ്. പക്ഷെ അത് മനുഷ്യരിലേക്കും ട്രാൻസ്മിറ്റ് ആവാം. അതുപോലെ തന്നെ പിഗ്സ്, പന്നികളിലേക്കും ട്രാൻസ്മിറ്റ് ആവാം. അങ്ങനെ മനുഷ്യരിൽ അത് ഇൻഫെക്ഷൻ ഉണ്ടാക്കും. The vast majority of avian influenza virus do not affect humans. Majority avian influenza വൈറസുകളും മനുഷ്യരെ എഫക്ട് ചെയ്തില്ല. However, H5N1 is a strain with pandemic potential since it might ultimately adapt into a strain that is contagious among humans. Avian influenza വൈറസ് എന്ന് പറയുന്നത് ബേർഡ്സില്, പക്ഷികളിൽ പക്ഷിപ്പനി ഉണ്ടാക്കുന്ന വൈറസ് ആണ്. എന്നാലും അതിന്റെ എല്ലാ വൈറസുകളും മനുഷ്യനെ എഫക്ട് ചെയ്തില്ല. എന്നാലും ഏവിയൻ ഇൻഫ്ലുവൻസയുടെ H5N1 എന്ന് പറയുന്ന സ്ട്രെയിൻ ഹ്യൂമൻ ബീങ്സിനെയും എഫക്ട് ചെയ്യാം, മനുഷ്യരിലും പനി കോസ് ചെയ്യാം. അടുത്തത് H1N1 പാൻഡമിക് ഇൻഫ്ലുവൻസയെ ഇൻഫ്ലുവൻസ എയുടെ H1N1 എന്ന് പറയുന്ന സ്ട്രെയിൻ കോസ് ചെയ്ത പാൻഡമിക് ആണ്. 2009 ആ പാൻഡമിക് ഉണ്ടായത്. അതിന് നമ്മൾ സ്വൈൻ ഫ്ലൂ എന്നും പറയും. അത് പന്നികളിൽ നിന്ന് മനുഷ്യരിലേക്ക് വരുന്ന പനിയാണ്. ആൻഡ് 2009 ഈ പാൻഡമിക്കിന്റെ ഔട്ട് ബ്രേക്ക് ഉണ്ടായത്. ആ സമയത്ത് ഇത്രയും സ്പ്രെഡ് ആവാനുള്ള കാരണം ഒന്ന്, പ്രീ എക്സിസ്റ്റിംഗ് ഇമ്മ്യൂണിറ്റി ഇല്ല. മുൻപ് മനുഷ്യനെ എഫക്ട് ചെയ്തിട്ടുള്ള വൈറസ് അല്ലായിരുന്നു. ആ സമയത്ത് പന്നികളിൽ നിന്ന് മനുഷ്യരിലേക്ക് അത് വന്നതാണ്. അതുകൊണ്ട് തന്നെ ആർക്കും തന്നെ അതിന്റെ ഇമ്മ്യൂണിറ്റി ഇല്ലായിരുന്നു. അതേപോലെ തന്നെ ആ വൈറസ് വേഗം തന്നെ പ്രോഗ്രസ് ചെയ്ത് സിവിയർ ന്യൂമോണിയ കോസ് ചെയ്യുന്ന വൈറസ് ആയിരുന്നു. അപ്പൊ അങ്ങനെ 2009 സിവിയർ ആയിട്ട് പന്നിപ്പനി എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിലേക്കും സ്പ്രെഡ് ആയി. പന്നികളിൽ നിന്ന് മനുഷ്യരിലേക്ക് വന്നുകൊണ്ട് നമ്മൾ അതിന് സ്വൈൻ ഫ്ലൂ അല്ലെങ്കിൽ പന്നിപ്പനി എന്ന് വിളിച്ചു. 2009 ഇത് ഉണ്ടാകുന്നത്. ഇൻഫ്ലുവൻസ എ വൈറസിന്റെ H1N1 എന്ന് പറയുന്ന സ്ട്രെയിൻ ആണ് ഇത് കോസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് വരുന്ന ഇൻഫെക്ഷൻ ആയതുകൊണ്ടും ആർക്കും ഇമ്മ്യൂണിറ്റി ഇല്ലാത്തത് കൊണ്ടും ഒരുപാട് പേരെ അത് എഫക്ട് ചെയ്യുകയും അതേപോലെ തന്നെ പെട്ടെന്ന് പ്രോഗ്രസ് ചെയ്യുന്ന ഒരു ഡിസീസ് ആണ്. വേഗം തന്നെ ന്യൂമോണിയ സ്റ്റേജിലേക്ക് പോവുകയും സോ അത് അഫക്ട് ചെയ്യുന്ന ഒരുപാട് ആളുകൾ മരിച്ചു പോവുകയും ചെയ്തു. Following its emergence in March 2009 ഇത് വന്നത്. Pandemic A H1N1 2009 virus spread rapidly through the world, leading to declaration of influenza pandemic by WHO on 11th June 2009. മാർച്ചിലാണ് ഇത് എമേർജ് ആയി വന്നത്. അസുഖം വേഗം എല്ലായിടത്തും സ്പ്രെഡ് ആവുകയും അങ്ങനെ WHO 11th June 2009 ഇതിനൊരു പാൻഡമിക് ആയി ഡിക്ലെയർ ചെയ്തു. 2019 ഡിസംബർ സമയത്തായിരുന്നു നമ്മളുടെ കോവിഡ് വൈറസും ചൈനയിൽ സ്പ്രെഡ് ആയത്. ആ സമയത്ത് അത് അവിടെ മാത്രമല്ല, വേഗം വേൾഡിലെല്ലാം സ്പ്രെഡായി. പിന്നെ WHO അതിനെ പാൻഡമിക് ആയിട്ട് ഡിക്ലെയർ ചെയ്യുകയായിരുന്നു. അതേപോലെ 2009 മാർച്ചിൽ ആണ് എമേർജ് ചെയ്തത് ഈ പാൻഡമിക്. അത് വേഗം തന്നെ എല്ലാ കൺട്രീസിലേക്കും സ്പ്രെഡായി, എല്ലാവരും എഫക്ട് ചെയ്തു. എല്ലാ കൺട്രീസിലേക്കും സ്പ്രെഡായി എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച പോയിന്റ് ഓർക്കുക, ഹ്യൂമൻ മൊബിലിറ്റി. മനുഷ്യർ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല ആവശ്യങ്ങൾക്കായിട്ട്. അപ്പൊ അങ്ങനെ എല്ലാ കൺട്രീസിലേക്കും അത് വേഗം സ്പ്രെഡ് ചെയ്ത് എല്ലാവരും ഒരേപോലെ എഫക്ട് ചെയ്തു. എല്ലാവരും എഫക്ട് ചെയ്യാൻ കാരണം എല്ലാവർക്കും പുതിയ വൈറസ് ആണ് ആദ്യമായിട്ടുണ്ടായത്. അപ്പൊ ആർക്കും തന്നെ ഇമ്മ്യൂണിറ്റി ഇല്ല. വൈറസ് ആണെങ്കിൽ വേഗം പ്രോഗ്രസ് ചെയ്യും. അങ്ങനെ ഒരുപാട് പേരെ എഫക്ട് ചെയ്യുന്നു. ഹൈ ഇൻഫെക്ടിവിറ്റി, വേഗം സ്പ്രെഡ് ആവുന്നു. ഹൈലി പ്രോഗ്രസീവ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വരുന്നവരെല്ലാം ന്യൂമോണിയ വന്ന് മരിച്ചു പോകുന്നു. എസ്പെഷ്യലി കൊച്ചുകുട്ടികളും യങ് അഡൾട്ട്സും ഒക്കെ ഒരുപാടായിട്ട് മരിച്ചു പോകുന്നു. അങ്ങനെ ലോകത്തിനെ മൊത്തം വ്യാപിച്ച് പെട്ടെന്ന് ഒരു ഇൻഫെക്ഷൻ വന്നപ്പോൾ നമ്മൾ അതിനെ പാൻഡമിക് എന്ന് ഡിക്ലെയർ ചെയ്തു 11th June 2004.
On 26 September 2011, WHO has adapted a new nomenclature. And ഈ വൈറസിന് ഇപ്പൊ പറയുന്ന പേരാണ് ഇൻഫ്ലുവൻസ എ H1N1 PDM09. ഇൻഫ്ലുവൻസ എ എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ എ തന്നെയാണ്. ഇൻഫ്ലുവൻസ എ H1N1 എന്ന് പറയുന്നത് അതിന്റെ സ്ട്രെയിനിന്റെ പേരാണ്. ഹീമോഗ്ലോബിൻ 1 ന്യൂറാമിൻഡേസ് 1 ടൈപ്പ്. PDM സ്റ്റാൻഡ്സ് ഫോർ പാൻഡമിക് 09 അപ്പൊ ഈ ഒരു പേര് കേൾക്കുമ്പോൾ എന്ത് മനസ്സിലായി? ഇൻഫ്ലുവൻസ എയുടെ H1N1 സ്ട്രെയിൻ ആണ് 2009 പാൻഡമിക് കോസ്. 17 എന്നുള്ളതിനകത്തില് ടൈപ്പ് പേസ്റ്റ് ചെയ്തപ്പോ വന്ന എററാണ്, അതില്ല. ഞാൻ നോട്ട്സ് സെൻഡ് ചെയ്യാം, എഡിറ്റ് ചെയ്തിട്ട് സെൻഡ് ചെയ്യാം. സോ ഇതിന്റെ പേര് ഇൻഫ്ലുവൻസ എ H1N1 PDM09. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ അഗൈൻ കൊറോണയുടെ സിംറ്റംസ് ഓർത്താൽ മതി. A wide clinical spectrum of disease ranging from non-febrile mild upper respiratory illness, febrile influenza-like illness to severe fatal complications including rapid progressive pneumonia has been described. ഇതിന്റെ സിംറ്റംസ് പറഞ്ഞാല് ബാക്കി അസുഖങ്ങൾ പോലെ ഈ 3 സിംറ്റംസ് അല്ലെങ്കിൽ ഈ 4 സിംറ്റംസ് എന്നല്ല, ഒരു സ്പെക്ട്രം ആണ്. സ്പെക്ട്രം എന്ന് പറയുമ്പോൾ ഒരു വൈഡ് റേഞ്ച് ആണ് എന്ന് പറയുമ്പോൾ ഏറ്റവും കുറഞ്ഞ സിംറ്റംസ് നമ്മൾ എന്ത് പറയാ? നോൺ ഫെബ്രൈൽ മൈൽഡ് അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ, മൈൽഡ് വളരെ കുറഞ്ഞ തോതിലുള്ള അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ്, അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഇൻഫെക്ഷൻ. നോൺ ഫെബ്രൈൽ, അത് സിവിയർ ഫീവറിലേക്കൊന്നും പോയിട്ടില്ല. ഇനി ഇതിനെ നമുക്ക് മൈൽഡ് എന്ന കാറ്റഗറിയിൽ പെടുത്താം. കുറച്ചുകൂടെ കൂടിയ ലെവലാണ് ഫെബ്രൈൽ ഇൻഫ്ലുവൻസ ലൈക്ക് ഇൽനെസ്, ILI എന്ന് പറഞ്ഞ ഇൻഫ്ലുവൻസ ലൈക്ക് ഇൽനെസ്, ഫെബ്രൈൽ പനിയോട് കൂടിയ സിംറ്റംസ്. പിന്നെ സിവിയർ ഓർ ഫേറ്റൽ കോംപ്ലിക്കേഷൻസ്, അതാണ് റാപ്പിഡ്ലി പ്രോഗ്രസീവ് ന്യൂമോണിയ ഹാസ് ബീൻ ഡിസ്ക്രൈബ്. കോവിഡിനെ കണക്ട് ചെയ്താൽ കിട്ടത്തില്ലേ? ചില ആൾക്കാരിൽ അത് വളരെ മൈൽഡായിട്ട് വന്നുപോയി, അവര് പോലും അറിയാതെ വളരെ പെട്ടെന്ന് അസുഖം വന്നുപോയി, ടെസ്റ്റ് ചെയ്തപ്പോഴായിരിക്കും അറിയുന്നുണ്ടെന്ന്. അതുപോലെ ചിലരില് അത് പനി കോസ് ചെയ്തു, പനിയും അസോസിയേറ്റഡ് ആയിട്ടുള്ള സിംറ്റംസ്, പനി, ജലദോഷം, തുമ്മൽ, അങ്ങനെ. ചിലരിലോ അത് സിവിയർ ആയി ഹോസ്പിറ്റലൈസേഷൻ വേണ്ടി വന്ന ന്യൂമോണിയ പോലത്തെ കണ്ടീഷന് മരിച്ചു പോയത്. അപ്പൊ അങ്ങനെ വൈഡ് റേഞ്ച് ആണ് ഇതിന്റെ സിംറ്റംസ്. മൈൽഡ് ആയിട്ടും മോഡറേറ്റ് ആയിട്ടും സിവിയർ ആയിട്ടും വരാം. ഓക്കെ, അൺകോംപ്ലിക്കേറ്റഡ് ഇൻഫ്ലുവൻസ ലൈക്ക് സിംറ്റംസ്, അത് അൺകോംപ്ലിക്കേറ്റഡ് സിംറ്റംസ് എന്ന് പറയുന്നത് ഫീവർ, കഫ്, സോർ ത്രോട്ട്, റൈനോറിയ, ഹെഡ് ഏക്ക്, മസിൽ പെയിൻ ആൻഡ് മെലൈസ്, നോ ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്, നോ ഡിസ്നിയ. പേഷ്യൻസ് മേ പ്രസന്റ് വിത്ത് സം ഓർ ഓൾ ഓഫ് ദീസ് സിംറ്റംസ്. അൺകോംപ്ലിക്കേറ്റഡ് സിംറ്റംസ് അല്ലെങ്കിൽ മൈൽഡ് സിംറ്റംസ് എന്ന് പറയുമ്പോൾ ചെറിയൊരു പനി, ജലദോഷം, തൊണ്ടവേദന, തലവേദന, ഒരു ബോഡി പെയിൻ, ക്ഷീണം. പക്ഷെ ശ്വാസം മുട്ടലൊന്നുമില്ല, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടില്ല, ശ്വാസം എടുക്കുമ്പോൾ വേദന, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇനി ഇത് വൈറസ് തന്നെ GIT ഇല്ല, ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട്, നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലും സിംറ്റംസ് കോസ് ചെയ്യും. എന്തൊക്കെയാണ്? ഡയറിയ ആൻഡ് വോമിറ്റിംഗ്, എസ്പെഷ്യലി ഇൻ ചിൽഡ്രൻ, കുട്ടികളിലാണ് മെയിൻ ആയിട്ടും കാണുന്നത്. റെസ്പിറേറ്ററി ട്രാക്റ്റിൽ കാണുന്ന സിംറ്റംസ് കൂടാതെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട് അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ എഫക്ട് ചെയ്യാം. ആ സമയം കാണുന്ന സിംറ്റംസ് ആണ് ഡയറിയ ആൻഡ് വോമിറ്റിംഗ്, വയറിളക്കവും ഛർദി. അത് കൂടുതലായിട്ടും കൊച്ചുകുട്ടികളിലാണ് കാണുന്നത്. ബട്ട് വിത്തൗട്ട് എവിഡൻസ് ഓഫ് ഡീഹൈഡ്രേഷൻ, ഇമ്പോർട്ടന്റ് ആണ്. ഇത്തരം വയറിളക്കും ഛർദിയൊക്കെ ഉണ്ടാകുന്നെങ്കിലും ഡീഹൈഡ്രേഷന്റെ സിംറ്റംസ് ഒന്നും നമുക്ക് വലുതായിട്ട് കാണാൻ പറ്റത്തില്ല. പിന്നെ മൂന്നാമത്തെ സ്റ്റേജ് ആണ് സിവിയർ ഇൻഫ്ലുവൻസ, സിവിയർ ആയിട്ടുള്ള സിംറ്റംസ്. സിവിയർ ഇൻഫ്ലുവൻസ എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെയുണ്ട്? അവിടെ മെയിൻ ആയിട്ടുള്ളത് ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്, ശ്വാസം മുട്ടല്, ടാക്കിപ്നിയ, നമ്മുടെ ബ്രെത്ത് റേറ്റ് കുറയുന്നു, ഹൈപ്പോക്സിയ, ഓക്സിജൻ ലെവൽ കുറയുന്നു, റേഡിയോളജിക്കൽ സൈൻസ് ഓഫ് ലോവർ റെസ്പിറേറ്ററി ട്രാക്ട് ഡിസീസ്, എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ ന്യൂമോണിയയുടെ സൈൻസ് കാണാൻ പറ്റുന്നു. സെൻട്രൽ നെർവസ് സിസ്റ്റം ഇൻവോൾവ്മെന്റ്, അത് എല്ലാ സിസ്റ്റത്തിനെയും എഫക്ട് ചെയ്യുന്നു. അപ്പൊ സെൻട്രൽ നെർവസ് സിസ്റ്റം, CNS ഒക്കെ ഇൻവോൾവ് ആയിട്ട് എൻസെഫലോപ്പത്തി, എൻസെഫലൈറ്റിസ്, ബ്രെയിനിനെ എഫക്ട് ചെയ്യുന്നു. സിവിയർ ഡീഹൈഡ്രേഷൻ എവിടെയാണ് വരുന്നത്? കോംപ്ലിക്കേറ്റഡ് ഇൻഫ്ലുവൻസയിലാണ് വരുന്നത്. മൈൽഡ് ആയിട്ടുള്ള അൺകോംപ്ലിക്കേറ്റഡ് ഇൻഫ്ലുവൻസയിൽ നമുക്ക് വോമിറ്റിംഗും ഡയറിയ ഉണ്ട്, ബട്ട് വിത്തൗട്ട് എവിഡൻസ് ഓഫ് ഡീഹൈഡ്രേഷൻ ആണ്. പിന്നെ സെക്കൻഡറി കോംപ്ലിക്കേഷൻസ്, അതായത് ഇതിനെ തുടർന്നുണ്ടാവുന്ന കിഡ്നി ഫെയിലിയർ, അതാണ് റീനൽ ഫെയിലിയർ, മൾട്ടിപ്പിൾ ഓർഗൻ ഫെയിലിയർ, സെപ്റ്റിക് ഷോക്ക്, നമ്മുടെ ബ്ലഡിലേക്ക് ആ ഇൻഫെക്ഷൻ സ്പ്രെഡ് ആയിട്ട് ഉണ്ടാകുന്ന സിംറ്റംസ് ആണ് സെപ്റ്റിസീമിയ, സെപ്റ്റിക് ഷോക്ക് എന്ന് പറയുന്നത്. അതർ കോംപ്ലിക്കേഷൻസ് ഇൻക്ലൂഡ് റാബ്ഡോമയോലിസിസ് ആൻഡ് മയോകാർഡൈറ്റിസ്, കിഡ്നിക്ക് തന്നെ ഉണ്ടാവുന്ന ഒരു കോംപ്ലിക്കേഷൻ ആണ്, നമ്മുടെ മസിൽസിന് ഉണ്ടാകുന്ന ഒരു കോംപ്ലിക്കേഷൻ ആണ് റാബ്ഡോമയോലിസിസ്. അതേപോലെ തന്നെ മയോകാർഡൈറ്റിസ്, നമ്മുടെ ഹാർട്ടിന്റെ മയോകാർഡിയത്തിനെ അഫക്ട് ചെയ്യുന്ന കണ്ടീഷനാണ്. അതേപോലെ എക്സസർബേഷൻ ഓഫ് അണ്ടർലൈങ് ക്രോണിക് ഡിസീസ് ഇൻക്ലൂഡിംഗ് ആസ്മ, COPD, ക്രോണിക് ഹെപ്പറ്റിക് ഓർ റീനൽ ഫെയിലിയർ, ഡയബറ്റീസ് ഓർ അതർ വാസ്കുലർ കണ്ടീഷൻസ്, അതായത് ഓൾറെഡി ഉള്ള അസുഖങ്ങൾ
കൂടുന്നതായിട്ടും കാണാം. അതായത് ഈ ഇൻഫ്ലുവൻസയുടെ സിവിയർ ഇൻഫെക്ഷൻ വരുമ്പോൾ ഓൾറെഡി ഉള്ള അസുഖങ്ങൾ കൂടുന്നു, അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ആസ്മ ഉള്ള ആൾക്കാരിൽ ആസ്മ കൂടുന്നു, COPD ഉള്ള ആൾക്കാരിൽ COPD കൂടുന്നു, അതേപോലെ തന്നെ ഹെപ്പാറ്റിക് അല്ലെങ്കിൽ ലിവർ അസുഖം ഉള്ളവരിലൊക്കെ ആ ഡിസീസ് കൂടുന്നതായിട്ട് കാണാം. അനദർ കണ്ടീഷൻ ഓഫ് ക്ലിനിക്കൽ പ്രസന്റേഷൻ റിക്വയർ എനി അതർ ക്ലിനിക്കൽ റെപ്രസെന്റേഷൻ റിക്വയറിംഗ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, ഹോസ്പിറ്റൽ അഡ്മിഷൻ വേണ്ടി വരുന്ന തരത്തിലുള്ള സിവിയർ സിംറ്റംസ് കാണുന്നു. അപ്പോൾ ക്ലിനിക്കൽ ഫീച്ചേഴ്സിനെ മൂന്നായിട്ട് തിരിക്കാം. അത് ഏറ്റവും മൈൽഡ് ആയിട്ട് കാണുന്ന നോൺ ഫെബ്രൈൽ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ, പ്രത്യേകിച്ച് പനിയൊന്നുമില്ല, ചെറിയൊരു അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ, ചുമ, ജലദോഷം അത്രയൊക്കെ ഉള്ളു. രണ്ടാമത് കാണുന്ന ഇൻഫ്ലുവൻസ ലൈക്ക് സിംറ്റംസ് എന്ന് പറയുമ്പോൾ അവിടെ പനി, ചുമ, ജലദോഷം, തലവേദന, ബോഡി പെയിന്, പക്ഷെ അവിടെയും ശ്വാസം മുട്ടലില്ല. അതുപോലെ തന്നെ വയറ്റിനെ എഫക്ട് ചെയ്യുവാണെങ്കിൽ, GIT എഫക്ട് ചെയ്യുവാണെങ്കിൽ വയറിളക്കം, ഛർദിയൊക്കെ ഉണ്ട്, പക്ഷെ ഡീഹൈഡ്രേഷൻ ഇല്ല. ഓക്കെ, അതാണ് മൈൽഡ് എന്ന് പറഞ്ഞാൽ പനി, ചുമ, ജലദോഷം ഒക്കെ ഉണ്ട്, പക്ഷെ ശ്വാസം മുട്ടലില്ല, വയറിളക്കവും ഛർദിയുണ്ട്, പക്ഷെ ഡീഹൈഡ്രേഷൻ ഇല്ല. സിവിയർ ന്യൂമോണിയ എന്ന് പറയുമ്പോൾ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. എന്ന് വെച്ചാൽ പനി, ചുമ, ജലദോഷം ഉണ്ട്, അതിന്റെ കൂടെ ശ്വാസം മുട്ടലും ഉണ്ട്, ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്, ഡിസ്നിയ ഉണ്ട്, ഓക്സിജൻ ലെവൽ കുറയുന്നു. അതുപോലെ തന്നെ എക്സ്റേ എടുക്കുമ്പോൾ ന്യൂമോണിയയുടെ സൈൻസ് കാണാൻ പറ്റുന്നു, സ്പ്രെഡ് ആവുന്നു, എല്ലാ ഓർഗൻസിനെ എഫക്ട് ചെയ്യുന്നു. ബ്രെയിനിനെ എഫക്ട് ചെയ്യുമ്പോൾ എൻസെഫലോപ്പത്തി, എൻസെഫലൈറ്റിസ് ഒക്കെ ഉണ്ടാവുന്നു. ലിവറിനെ എഫക്ട് ചെയ്യുമ്പോൾ റീനൽ ഫെയിലിയർ, ഹാർട്ടിനെ എഫക്ട് ചെയ്യുമ്പോൾ മയോകാർഡൈറ്റിസ്, നമ്മുടെ മസിൽസിനെയൊക്കെ എഫക്ട് ചെയ്ത് മസിൽസിൽ നിന്ന് പ്രോട്ടീൻ ഒക്കെ റിലീസ് ആകുമ്പോൾ റാബ്ഡോമയോളിസിസ്, അത് കിഡ്നിയും എഫക്ട് ചെയ്യുന്നു. മൾട്ടിപ്പിൾ ഓർഗൻ ഫെയിലിയർ, എല്ലാ ഓർഗൻസും ഫെയിൽ ആകുന്നു. സെപ്റ്റിക് ഷോക്ക്, ബ്ലഡിനെ എഫക്ട് ചെയ്ത് സെപ്റ്റിസിമിയ, ബ്ലഡിലേക്ക് ആ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അസുഖങ്ങളൊക്കെ അൺകൺട്രോളബിൾ ആയിട്ട് കൂടുന്നു. അതായത് COPD, ശ്വാസം മുട്ടല്, അതുപോലെ തന്നെ കിഡ്നി ഡിസീസ്, ഹാർട്ട് ഡിസീസ്, ഡയബറ്റീസ് ഒക്കെ കൂടുന്നു. അങ്ങനെ സിവിയർ ആയിട്ട് ഹോസ്പിറ്റൽ അഡ്മിഷൻ വേണ്ടി വരുന്ന ഒരു കണ്ടീഷനിലേക്ക് വന്നതാണ് സിവിയർ. കോവിഡ് സമയത്ത് നമുക്ക് പലരിലും കാണുന്ന പല പല പ്രസന്റേഷൻസ് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും. Patients who present initially with uncomplicated influenza may progress to more severe disease. പ്രോഗ്രഷൻ ക്യാൻ ബി റാപ്പിഡ്. ഇനി ഒരാൾ നമ്മുടെ അടുത്തേക്ക് വരികയാണ്, അയാൾക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിംറ്റംസ് ഒന്നുമില്ല, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ അൺകോംപ്ലിക്കേറ്റഡ് ന്യൂമോണിയയുടെ സിംറ്റംസ് ആണ്, പനി, ചുമ, ജലദോഷം ഒക്കെ ഉള്ളൂ, ശ്വാസം മുട്ടലൊന്നുമില്ല, എങ്കിലും അവരെ മോണിറ്റർ ചെയ്യണം. കാരണം പെട്ടെന്ന് തന്നെ അൺകോംപ്ലിക്കേറ്റഡ് കണ്ടീഷനിൽ നിന്ന് കോംപ്ലിക്കേറ്റഡ് അവസ്ഥയിലേക്ക് വേഗം തന്നെ ഡിസീസ് പ്രോഗ്രസ് ചെയ്യാം, മണിക്കൂറുകൾ കൊണ്ട് തന്നെ പ്രോഗ്രസ് ചെയ്യാം. അങ്ങനെ പ്രോഗ്രസ് ചെയ്യുന്നതിന്റെ ചില ഇൻഡിക്കേറ്റേഴ്സ് ആണ് symptoms or signs listing oxygen impairment or cardiopulmonary insufficiency, shortness of breath with activity or rest. പ്രത്യേകിച്ച് ശ്വാസം മുട്ടലൊന്നുമില്ല, പക്ഷെ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അവർക്ക് ശ്വാസം മുട്ടലുണ്ട്, ശ്വാസം കിട്ടുന്നില്ല. ടേണിംഗ് ബ്ലൂ, ഫേസ് അതുപോലെ കൈകാലുകളൊക്കെ ഒരു ബ്ലൂയിഷ് കളർ വരിക. ബ്ലഡി ഓർ കളേർഡ് സ്പ്യൂട്ടം, സ്പ്യൂട്ടം എന്ന് പറയുന്നത് നമ്മൾ തുപ്പുമ്പോൾ വരുന്ന കഫം, അതിനൊരു റെഡിഷ് കളർ, ബ്ലഡിന്റെ കളർ. അതുപോലെ തന്നെ ചെസ്റ്റ് പെയിൻ, BP ലോ ആവുന്നു. അതുപോലെ തന്നെ കുട്ടികളിലൊക്കെ ആണെങ്കിൽ ബ്രീത്തിങ് ഫാസ്റ്റ് ആവുന്നു. അതുപോലെ തന്നെ നമ്മൾ SpO2 നോക്കുമ്പോൾ പൾസ് ഓക്സിമീറ്റർ വെച്ച് SpO2 മോണിറ്റർ ചെയ്യുമ്പോൾ അതിന്റെ ലെവൽ കുറയുന്നു. അപ്പൊ ഇതൊക്കെ എന്താണ് സിംറ്റംസ് ആണോ ഇവര് കോംപ്ലിക്കേഷന്റെ അവസ്ഥയിലേക്ക് പോവുകയാണ് എന്നുള്ള സിംറ്റംസ് ആണ്. അതുപോലെ തന്നെ സിംറ്റംസ് ലിസ്റ്റിംഗ് CNS കോംപ്ലിക്കേഷൻസ്, നെർവസിനെ എഫക്ട് ചെയ്യുമെന്ന് പറയുന്ന കോംപ്ലിക്കേഷൻസ് ആണ് ഓൾട്ടേർഡ് മെന്റൽ സ്റ്റേറ്റസ്, അതായത് പിച്ചും പേയും പറയുന്നു, അതുപോലെ തന്നെ ബോധം പോകുന്നു, തല കറങ്ങി വീഴുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതുപോലെ കൺവൾഷൻ, സീഷേഴ്സ്, അവർക്ക് ഫിറ്റ്സ് വരുവാണെങ്കിൽ. അതുപോലെ കൺഫ്യൂഷൻ, അത് ഓറിയന്റേഷൻ ഒക്കെ നഷ്ടപ്പെട്ട പോലെ ചോദിക്കുന്നതിന് ഉത്തരമല്ല പറയുന്നത്, അങ്ങനത്തെ ഒരു അവസ്ഥ. അതുപോലെ തന്നെ പാരാലിസിസ് ഉണ്ടാകുന്നത്, ഇതൊക്കെ നെർവസിനെ എഫക്ട് ചെയ്തെന്ന് പറയുന്നതിന്റെ സിംറ്റംസ് ആണ്. എവിഡൻസസ് ഓഫ് സസ്റ്റെയിൻഡ് വൈറസ് റെപ്ലിക്കേഷൻ ഓർ ഇൻവേസീവ് സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ബേസ്ഡ് ഓൺ ലബോറട്ടറി ടെസ്റ്റിംഗ് ഓർ ക്ലിനിക്കൽ ടെസ്റ്റ്. അതേപോലെ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോഴും ഹൈ ഫീവർ ആണ്, നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ വൈറസിന്റെ ഇൻഫെക്ഷൻ കാണിക്കുന്ന സിംറ്റംസ് ഉണ്ടെങ്കിൽ നമ്മൾ അവരെ മോണിറ്റർ ചെയ്യണം. സിവിയർ ഡീഹൈഡ്രേഷൻ മാനിഫെസ്റ്റഡ് ഡിക്രീസിംഗ് ആക്ടിവിറ്റി, ഡിസിനസ്, ഡിക്രീസ് യൂറിൻ ഔട്ട്പുട്ട് ആൻഡ് ലെത്താജി. അതേപോലെ സിവിയർ ഡീഹൈഡ്രേഷന്റെ സിംറ്റംസ് അവർ കാണിക്കുകയാണെങ്കിലും ഇത് ഇൻഫെക്ഷനിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ്, ഭയങ്കരമായ ക്ഷീണം, യൂറിൻ ഔട്ട്പുട്ട് ഒക്കെ കുറഞ്ഞു, എന്നാലും നമ്മൾ അവരെ മോണിറ്റർ ചെയ്യണം. കാരണം അവര് ഇൻഫെക്ഷൻസ് അവസ്ഥയിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്, കോംപ്ലിക്കേഷൻസിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ഈ ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് പറയുമ്പോൾ ഒന്ന് സ്ട്രിക്ട് അഡ്ഹറൻസ് ടു ഹാൻഡ് ഹൈജീൻ വിത്ത് സോപ്പ് ആൻഡ് വാട്ടർ ഓർ ആൽക്കഹോൾ ബേസ്ഡ് ഹാൻഡ് സാനിറ്റൈസർ ടു കവർ ദ മൗത്ത് ആൻഡ് നോസ് വിത്ത് ടിഷ്യൂ ഓർ ഹാൻഡ് കർച്ചിഫ് വെൻ കഫിംഗ് ഓർ സ്നീസിംഗ്. നമ്മൾ
ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ ഹാൻഡ് കർച്ചീഫ് വെച്ച് വായും മുഖവും കവർ ചെയ്യുക. അതേപോലെ തന്നെ ഹാൻഡ് ഹൈജീൻ, കൈ സോപ്പും വാട്ടർ വെച്ചോ അല്ലെങ്കിൽ ആൽക്കഹോൾ ബേസ്ഡ് സാനിറ്റൈസർ വെച്ചോ കഴുകുക. ഇഫ് ഇൽ പേഴ്സൺസ് മസ്റ്റ് ഗോ ഇൻ ടു കമ്മ്യൂണിറ്റി, എക്സാമ്പിൾ ടു സീക്ക് മെഡിക്കൽ കെയർ, they should wear a face mask to reduce the risk of spreading of virus. Whenever performing high-risk aerosol-generating procedures like bronchoscopy or any procedure involving aspiration of respiratory tract, use a particulate respirator N95, FFP2 or equivalent. Eye protection, gown, gloves, carry out the procedure in adequately ventilated room, either naturally or mechanically. ഇപ്പൊ അസുഖമുള്ളവർ പുറത്തേക്ക് പോകുമ്പോൾ മാസ്ക് ധരിക്കുക, അല്ല അവരെ ചികിത്സിക്കുന്ന ആൾക്കാർ N95 റെസ്പിറേറ്റർ മാസ്ക് ഉപയോഗിക്കുക, ഐ പ്രൊട്ടക്ഷൻ, ഗൗണ്, ഗ്ലൗസ് ഇതൊക്കെ ഉപയോഗിക്കുക. അതുപോലെ തന്നെ നല്ല വെന്റിലേഷൻ ഉള്ള റൂമിൽ ഈ പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യുക. ആ സമയത്ത് PPE കിറ്റ് ഒക്കെ ധരിച്ച് ഓർത്താൽ മതി. The duration of isolation precautions for hospitalized patients with influenza symptoms should be continuous for 7 days after onset of illness or 24 hours after resolution of fever and respiratory symptoms. പനി കഴിഞ്ഞാലും 7 ദിവസം വരെ നമ്മൾ അവരെ ആ സിംറ്റംസ് വന്നതിന് ശേഷം 7 ദിവസം വരെ നമ്മൾ അവരെ ഹോസ്പിറ്റലൈസ് ചെയ്യും, ഐസൊലേറ്റ് ചെയ്യുകയും വേണം. ഐസൊലേഷൻ വാർഡ് എന്നൊക്കെ ഉള്ള വാക്ക് ആ സമയത്ത് ഭയങ്കര കോമൺ അല്ലായിരുന്നു. നമ്മൾ ഐസൊലേറ്റ് ചെയ്ത് വെക്കുകയാണ് മറ്റുള്ളവർക്ക് സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടി. ഓർ 24 hours ആഫ്റ്റർ റെസൊല്യൂഷൻ ഓഫ് ഫീവർ ആൻഡ് റെസ്പിറേറ്ററി സിംറ്റംസ്. ആ സിംറ്റംസ് കുറഞ്ഞാലും 24 മണിക്കൂർ നമ്മൾ അവരെ ഐസൊലേറ്റ് ചെയ്ത് തന്നെ കീപ്പ് ചെയ്യുക. For prolonged illness with complications, control measures should be used during the duration of acute illness. അതായത് ന്യൂമോണിയ പോലത്തെ കണ്ടീഷൻസിന് സ്പ്രെഡ് ആവാതിരിക്കാനും അസുഖം കൺട്രോൾ ചെയ്യാനുള്ള മെഷേഴ്സ് യൂസ് ചെയ്യുക. സ്പെഷ്യൽ അറ്റൻഷൻ നീഡ് ഫോർ കെയറിംഗ് ഫോർ ഇമ്മ്യൂണോ കോംപ്രമൈസ് പേഷ്യൻസ്. ഇമ്മ്യൂണോ കോംപ്രമൈസ് പേഷ്യൻസ് പറയുമ്പോൾ ഇമ്മ്യൂണിറ്റി കുറവുള്ള ആൾക്കാർ, കൊച്ചുകുട്ടികൾ, പ്രായമായവര്, പ്രഗ്നന്റ് ലേഡീസ്, അതുപോലെ തന്നെ എന്തെങ്കിലും അസുഖമൊക്കെ ഉള്ളവർ, ക്രോണിക് ഇൽനെസ് ഒക്കെ ഉള്ളവർക്ക് ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമ്മൾ സ്പെഷ്യൽ കെയർ കൊടുക്കുക. പിന്നെ വാക്സിൻ എടുക്കുക. ആ കോവിഡ് സമയത്ത് ചെയ്ത കാര്യങ്ങളൊക്കെ ഓർത്തു കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ കൺട്രോളിൽ എല്ലാ പോയിന്റും കിട്ടും. ഹാൻഡ് ഹൈജീൻ വിത്ത് സോപ്പ്, കൈ കഴുകുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, ഫേസ് മാസ്ക് ധരിക്കുക, പിന്നെ PPE കിറ്റ് ഓർത്തു കഴിഞ്ഞാൽ ഐ പ്രൊട്ടക്ഷൻ, ഗൗണ്, ഗ്ലൗസ്, അങ്ങനത്തെ കാര്യങ്ങൾ, N95 മാസ്ക്. പിന്നെ അസുഖം വന്നവർക്ക് ഹോസ്പിറ്റൽ ഐസൊലേഷൻ ആണ് ഫോർ 7 days ആൻഡ് ഓർ 24 hours ആഫ്റ്റർ റെസൊല്യൂഷൻ ഓഫ് സിംറ്റംസ്. സിവിയർ കോംപ്ലിക്കേഷൻ ഉള്ളവർക്ക് കൺട്രോൾ മെഷേഴ്സ് ഉപയോഗിക്കുക. പിന്നെ ഇമ്യൂണോ കോംപ്രമൈസ് ആൾക്കാർക്ക് സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കുക. പിന്നെ വാക്സിൻ എടുക്കുക എന്നുള്ളത്. സ്റ്റാൻഡേർഡ് ആന്റിവൈറൽ റെജിമെൻ, ആന്റിവൈറൽ മെഡിസിൻസിന്റെ പേര് നമ്മൾ ഓൾറെഡി പഠിച്ചു. അതിന്റെ റെജിമെൻ എങ്ങനെയാണ്, പ്രോട്ടോകോൾ എങ്ങനെയാണ്? Oseltamivir is indicated for treatment of influenza. For adults, recommended dose is 75 mg 5 days twice daily. 75 mg for 5 days twice daily. Zanamivir is indicated for treatment of influenza in adults and children greater than 5 years. Recommended dose of treatment of adults and children is 2 inhalations, 5 mg twice daily for 5 days. 2 inhalations of 5 mg each twice daily for 5 days. കീമോ പ്രൊഫൈലാക്സിസ് എന്ന് വെച്ചാൽ പ്രിവെൻഷൻ ആണ്. കീമോ പ്രൊഫൈലാക്സിസ് എന്ന് വെച്ചാൽ മെഡിസിൻസ് ഉപയോഗിച്ച് ചെയ്യുന്ന പ്രിവെൻഷൻ. അതിന് എന്താ ഉപയോഗിക്കുന്നത്? Oseltamivir is a drug of choice for chemo prophylaxis to healthcare personnel and close contact suspected. ഹെൽത്ത് കെയർ വർക്കേഴ്സ്, മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്കും അതേപോലെ തന്നെ ഈ അസുഖം വന്ന ആൾക്കാരോട്ട് ക്ലോസ് കോൺടാക്റ്റിലിരിക്കുന്ന ആൾക്കാർക്ക് ഇത് വരാനുള്ള ചാൻസ് വളരെ ഹൈ ആണ്. അപ്പൊ അവർക്ക് പ്രിവെൻഷന് വേണ്ടി കൊടുക്കുന്ന മെഡിസിൻ ആണ് Oseltamivir. അങ്ങനെ മെഡിസിൻ ഉപയോഗിച്ച് പ്രിവെൻഷൻ എടുക്കുന്നതാണ് കീമോ പ്രൊഫൈലാക്സിസ് എന്ന് പറയുന്നത്. പ്രോബബിൾ ഓർ കൺഫേംഡ് കേസ് ഓഫ് പാൻഡമിക് ഇൻഫ്ലുവൻസ എ H1N സസ്പെക്ടഡ് അതുപോലെ തന്നെ ഈ സസ്പെക്ടഡ് ആളുകൾക്ക് ക്ലോസ് കോൺടാക്ട് സസ്പെക്ടഡ് പ്രോബ്ലം കൺഫേം കേസ്, അതായത് അസുഖം വന്ന ആൾക്കാർക്കോ അസുഖം ഉണ്ടെന്ന് സംശയിക്കുന്ന ആൾക്കാരിലും ഒക്കെ അവർക്ക് ക്ലോസ് കോൺടാക്ട്സിനെ, അവരുമായിട്ട് ഇടപെടുന്ന ആൾക്കാർക്ക് കൊടുക്കുന്നതാണ്. ഇറ്റ് ഷുഡ് ബി ഗിവൺ ടിൽ 10 days ആഫ്റ്റർ എക്സ്പോഷർ. ഓക്കെ, അപ്പൊ H1N1 കാര്യമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ആന്റിവൈറൽ റെജിമെനും അതുപോലെ തന്നെ കീമോ പ്രൊഫൈലാക്സിസും ആണ് ഈ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇതേപോലെ തന്നെ മറ്റൊരു ഇമേജ് വെച്ചിട്ട് ഓർക്കാനുള്ള ഒരു ടെക്നിക്കാണ്. ഹാവിംഗ് ഫ്ലൂ സിംറ്റംസ് ക്യാൻ മേക്ക്
മോർണിംഗ് ചിൽഡ്രന് നൈറ്റ്മെയർ. ഈ സെന്റൻസ് ഓർത്ത് വെച്ചിട്ട് അതിന്റെ എല്ലാ ഫസ്റ്റ് ലെറ്റേഴ്സും വെച്ചിട്ട് ഹെഡ് ഏക്ക്, ഫീവർ, സോർ ത്രോട്ട്, ചിൽസ്, മയാൽജിയ, മലേസ്, കഫ്, അനോറിക്സിയ, നേസൽ കണ്ടീഷൻ എന്നൊക്കെ ഈ സിംറ്റംസിനെ ഓർക്കാം. പക്ഷെ പഠിക്കുമ്പോൾ അതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് തന്നെ മനസ്സിലാക്കി പഠിക്കണം. ഏതാണ് മൈൽഡ്, ഏതാണ് മോഡറേറ്റ്, ഏതാണ് സിവിയർ. Important points. Antigenic changes occur to a lesser degree in B group influenza viruses. Influenza C virus appears to be antigenically stable. Influenza നമ്മൾ നേരത്തെ പഠിച്ച ഷിഫ്റ്റും ഡ്രിഫ്റ്റും ഇൻഫ്ലുവൻസ സി വൈറസിൽ കാണാറേ ഇല്ല, ആന്റിജനിക്കലി സ്റ്റേബിൾ ആണ്. ബിയിൽ കുറവാണ് കമ്പയർ ടു എ വൈറസിനെ വെച്ച് നോക്കുമ്പോൾ ബിയിൽ അത് കുറവാണ്. എന്ന് വെച്ചാൽ ഈ ജനറ്റിക് ഷിഫ്റ്റും ഡ്രിഫ്റ്റും ഒക്കെ ഏറ്റവും കൂടുതൽ കാണുന്നത് എയിലാണ്, ബിയിൽ അതിനെക്കാട്ടിലും കുറവാണ്, സിയിൽ കാണാറേ ഇല്ല. ദർ ഇസ് നോ വൈറീമിയ. വൈറീമിയ എന്നൊരു കണ്ടീഷൻ ഇല്ല, ബ്ലഡിൽ വൈറസ് ഉണ്ടാകുന്ന ഒരു കണ്ടീഷൻ ഇല്ല. Most dreaded complications pneumonia. Most dreaded, most severe complication of influenza is pneumonia. Live attenuated vaccine is available as intranasal spray. Intranasal sprayയുടെ ഫോമിൽ യൂസ് ചെയ്യുന്ന വാക്സിൻ ഏതാണ്? ലൈവ് അറ്റനുവേറ്റഡ് വാക്സിൻ ആണ്. കൂടാതെ കിൽഡ് വാക്സിൻ ഉണ്ട്, അത് നമ്മൾ സബ്ക്യൂട്ടീനിയസ് ആയിട്ടോ ഇൻട്രാമസ്കുലർ ആയിട്ടോ എടുക്കും. ഇന്റർനാസൽ സ്പ്രേ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ലൈവ് അറ്റനുവേറ്റഡ് വാക്സിൻ ആണ്. H antigen initiates infection following attachment of virus susceptible cells. N antigen is responsible for release of virus from infected cells. H antigen function ആണ് attachment to susceptible cells, N antigen release of virus from the cells. H antigen എന്ന് പറയുന്നത് ഹീമാഗ്ലൂട്ടിൻ ആണ്, N ന്യൂറാമിനിഡേസ് ആണ്. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന മെഡിസിൻസ് എന്താണ്? ന്യൂറാമിനിഡേസ് ഇൻഹിബിറ്റർ ആണ്. ന്യൂറാമിനിഡേസിന്റെ ആക്ഷനെ ഇല്ലാതാക്കുന്ന ഡ്രഗ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഏവിയൻ ഇൻഫ്ലുവൻസ പാൻഡമിക് ഏത് ഇയറിലായിരുന്നു? 1997 ഇറ്റ് ഇസ് കോസ്ഡ് ബൈ H5N1 സ്ട്രെയിൻ ഓഫ് ഇൻഫ്ലുവൻസ എ വൈറസ്. സ്വൈൻ ഫ്ലൂ പാൻഡമിക് 2009 H1N1 സ്ട്രെയിൻ ഓഫ് ഇൻഫ്ലുവൻസ എ വൈറസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇൻഫ്ലുവൻസ പഠിച്ചു കഴിഞ്ഞു. ഇൻഫ്ലുവൻസ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓർത്തോമിക്സോ വൈറിഡേ വൈറസ് കോസ് ചെയ്യുന്ന ഇൻഫെക്ഷൻ ആണ്. ഓക്കെ, ഇൻഫ്ലുവൻസ വൈറസിന് 3 സ്ട്രെയിൻസ് ഉണ്ട്, എ, ബി ആൻഡ് സി. അതിൽ എയും ബിയും ആണ് ഏറ്റവും വിറലന്റ്. ഈ അസുഖം എങ്ങനെയാണ് സ്പ്രെഡ് ആവുന്നത്? ഇൻഫ്ലുവൻസ വൈറസ് ഇൻഫെക്ഷൻ ഉള്ള ഒരാൾ തുപ്പുമ്പോഴോ ഒക്കെയാണ് സ്പ്രെഡ് ആവുന്നത്. ഇൻഫെക്ടിവിറ്റി പീരീഡ് എന്ന് പറയുന്നത് 1-2 days ബിഫോർ സിംറ്റംസ് ആൻഡ് 1-2 days ആഫ്റ്റർ ഓൺസെറ്റ് ഓഫ് സിംറ്റംസ്. എല്ലാ ഏജ് ഗ്രൂപ്പിലും ഒരുപോലെയാണ് കാണുന്നത്. കുട്ടികളിൽ കുറച്ച് കൂടുതലാണ്, എല്ലാ സെക്സസിലും ഒരേപോലെയാണ്. റിസർവയർ ഓഫ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ആനിമൽസിലുള്ള ഇൻഫെക്ഷനും ഹ്യൂമൻ ബീങ്സിലേക്ക് വരാം. അല്ല, ആനിമൽസിലും ബേർഡ്സിലും ഹ്യൂമൻ ബീങ്സിലും ഒക്കെ ഈ വൈറസ് വസിക്കുന്നതായിട്ട് കാണും. അപ്പൊ അതൊക്കെയും റിസർവയേഴ്സ് ആണ് ഇൻഫെക്ഷന്റെ. ഇൻഫ്ലുവൻസ ഇൻഫെക്ഷൻ ഉള്ള ഒരാളുടെ ബോഡിയിൽ എന്താ ഈ വൈറസ് അതുപോലെ സ്പ്രെഡ് ചെയ്യുന്ന സീസൺ എന്ന് പറയുന്നത് വിന്റർ മന്ത്സും റെയിനി സീസണുമാണ്. ട്രോപ്പിക്കൽ കൺട്രീസിൽ റെയിനി സീസണിലാണ് കൂടുതലായിട്ടും സ്പ്രെഡ് ചെയ്യുന്നത്. ഇൻഫ്ലുവൻസ ഇൻഫെക്ഷൻ ഉള്ള ഒരാള് റെസ്പിറേറ്ററി റൂട്ടാണ് ഇൻഫെക്ഷൻ്റെ. അപ്പൊ ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ, ഇൻഫ്ലുവൻസ ഇൻഫെക്ഷൻ ഉള്ള ഒരാൾ തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ ഒക്കെ ആ സെക്രഷൻസ് നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ആവുന്നു. ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 18 to 72 hours ആണ്. 18 മുതൽ 72 മണിക്കൂറിനുള്ളിൽ തന്നെ സിംറ്റംസ് കാണിച്ചു തുടങ്ങും. വൈറസ് നമ്മുടെ സെല്ലിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത് ഹീമാഗ്ലൂട്ടിനിൻ വഴിയാണ് അറ്റാച്ച് ചെയ്യുന്നത്. നമ്മുടെ സെൽസിനകത്തേക്ക് പ്രവേശിച്ച് വൈറസിന്റെ ജനറ്റിക് മെറ്റീരിയൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. എന്നിട്ട് പുതിയ വൈറസിനെ റിലീസ് ചെയ്യുന്നു. അതിന് സഹായിക്കുന്നത് ന്യൂറാമിനിഡേസ് ആണ്. അതിന്റെ ബേസിൽ ഹീമാഗ്ലൂട്ടിൻ തന്നെ പലതരമുണ്ട്. അതിനെ നമ്മൾ H1, H2 എന്നൊക്കെ നമ്പർ ചെയ്യുന്നു. അതുപോലെ ന്യൂറാമിനിഡേസും പലതരമുണ്ട്, N1, N2. അപ്പൊ ഒരു വൈറസ് സ്ട്രെയിനിൽ ഏത് ടൈപ്പ് H ആണ് ഏത് ടൈപ്പ് N ആണെന്ന് നോക്കിയിട്ടാണ് നമ്മൾ അതിന് പേര് കൊടുക്കുന്നത്. അടുത്തത്, ഈ വൈറസ് ഇൻഫെക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിന് റെസ്പോൺസ് ആയിട്ട് നമ്മുടെ എയർവേ, നമ്മുടെ ബ്രോങ്കയും ബ്രോങ്ക്യോൾസും എല്ലാം തന്നെ വീങ്ങുന്നു. അത് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് കാരണം അത് വീങ്ങുന്നു. ഹൈപ്പർ റിയാക്ടിവിറ്റി കാരണം വീങ്ങി സെൽസിൽ നിന്നൊക്കെ ഫ്ലൂയിഡ് പ്രൊഡ്യൂസ്ഡ് ആവുന്നു. അവിടുത്തെ സെൽസിന് വീക്കം സംഭവിക്കുമ്പോൾ നമ്മുടെ എയർവേയുടെ ബ്രോങ്കിയയുടെ ഒക്കെ ഡയമീറ്റർ കുറയുന്നു, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുന്നു. അങ്ങനെ ബ്രോങ്കിയൽ ആസ്മ, COPD ഒക്കെ ഉണ്ടാകുന്നു. ഈ ഇൻഫെക്ഷൻ തന്നെ താഴേക്ക് കണ്ടിന്യൂ ചെയ്ത് നമ്മുടെ ആൽവിയോളയെ എഫക്ട് ചെയ്യുന്നു. അപ്പൊ എന്ത് സംഭവിക്കും? നമ്മുടെ ആൽവിയോളയുടെ സെൽസ് എല്ലാം ഡാമേജ് ആയി പോകുന്നു, ഓക്സിജന്റെ എക്സ്ചേഞ്ച് നടക്കുന്നില്ല. അങ്ങനെ അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം അതുപോലെ ന്യൂമോണിയയിലേക്കൊക്കെ
പോകുന്നു. സിംറ്റംസ് എല്ലാവരിലും ഒരേപോലെ അല്ല. യൂഷ്വലി എല്ലാവരിലും മൈൽഡ് ഫീവർ, ചിൽ, പെയിൻ, കഫ് ഇതൊക്കെ ആയിട്ട് വന്ന് ഒരു 5 ദിവസം കൊണ്ട് ഒരു പനിയായിട്ട് ഇതങ്ങ് മാറും. പക്ഷെ മാറാതെ ഇരുന്നാൽ അത് കോംപ്ലിക്കേഷൻ ആയിട്ട് മാറാം. കോംപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് കോംപ്ലിക്കേഷൻസ്? സിവിയർ ആയിട്ടുള്ള ശ്വാസം മുട്ടല്, അതായത് ഡിസ്നിയ, ടാക്കിപ്നിയ, ഹൈപ്പോക്സിയ, ഓക്സിജന്റെ കുറവ്, അങ്ങനെയായിട്ട് ന്യൂമോണിയയിലേക്ക് പോകും. ആ സമയം എക്സ്റേ ചെയ്യുമ്പോൾ എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ ന്യൂമോണിയയുടെ സൈൻസ് കാണാൻ പറ്റും. കോംപ്ലിക്കേഷൻസ് വരുമ്പോൾ അത് എല്ലാ സിസ്റ്റത്തിനെ എഫക്ട് ചെയ്യും. സെൻട്രൽ നെർവസിനെ എഫക്ട് ചെയ്യുമ്പോൾ എൻസെഫലോപ്പതി, എൻസെഫലൈറ്റിസ്, കിഡ്നി എഫക്ട് ചെയ്യുമ്പോൾ റീനൽ ഫെയിലിയർ, മൾട്ടിപ്പിൾ ഓർഗൻ ഫെയിലിയർ, ലിവറിനെ എഫക്ട് ചെയ്യുന്നു. ബ്ലഡിലെല്ലാം ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്തിട്ട് സെപ്റ്റിക് ഷോക്ക്, മസിൽസിനെ എഫക്ട് ചെയ്ത് റാബ്ഡോമയോലിസിസ്, ഹാർട്ടിനെ എഫക്ട് ചെയ്യുമ്പോൾ മയോകാർഡൈറ്റിസ്, അങ്ങനെ സിവിയർ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നു. ഹോസ്പിറ്റൽ അഡ്മിഷനിലേക്ക് പോകേണ്ടി വരുന്നു. സിവിയർ ഡീഹൈഡ്രേഷന്റെ സിംറ്റംസും കാണിക്കും. അങ്ങനെ ഡെത്തിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ ഒരാൾക്ക് ചിലപ്പോൾ നമ്മൾ അവരെ കാണുമ്പോൾ മൈൽഡ് സിംറ്റംസ് ആണെങ്കിലും വേഗം തന്നെ അവർ സിവിയർ സിംറ്റംസിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. 24 hours കൊണ്ടൊക്കെ തന്നെ ഡിസീസിന് പ്രോഗ്രഷൻ സംഭവിക്കും. അതുകൊണ്ട് തന്നെ മൈൽഡ് സിംറ്റംസ് ഉള്ള ആളാണെങ്കിൽ നമ്മൾ മോണിറ്റർ ചെയ്യണം. അവരിൽ നമ്മൾ എന്തെങ്കിലും ശ്വാസം മുട്ടൽ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ശ്വാസം മുട്ടൽ, റെസ്റ്റ് ചെയ്യുമ്പോൾ കുഴപ്പമില്ല. അതുപോലെ ബോഡിക്ക് ഒരു ബ്ലൂയിഷ് കളർ ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ അവർക്ക് തുപ്പുമ്പോൾ വരുന്ന കഫത്തിനകത്ത് ബ്ലഡിന്റെ അളവ് കൂടുതലായിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന്റെ കളർ ഒരു യെല്ലോയിഷ് റെഡ് കളറൊക്കെയാണ്. പൾസ് ഓക്സിമീറ്റർ വെച്ച് നോക്കുമ്പോൾ അവരുടെ SpO2 ഓക്സിജൻ സാച്ചുറേഷൻ കുറവാണെങ്കിലൊക്കെ നമ്മൾ അവരെ മോണിറ്റർ ചെയ്യണം. അവർ കോംപ്ലിക്കേഷൻസിലേക്ക് പോവുകയായിരിക്കും. അതുപോലെ ബ്രെയിനിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നതിന് മുന്നായിട്ട് കാണുന്നതാണ് ഓൾട്ടേർഡ് മെന്റൽ സ്റ്റേറ്റസ്. പിച്ചും പെയും പറയുക, ചോദിക്കുന്നതിനൊന്നും ആൻസർ പറയാതിരിക്കുക, എഴുന്നേക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക, അങ്ങനത്തെ കാര്യങ്ങൾ. അതുപോലെ തന്നെ ബ്ലഡിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും വൈറസിന്റെ, അതായത് വൈറസ് ഉണ്ടെന്നുള്ളതിന്റെ തെളിവ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കാണുന്നത്. അതുപോലെ സിവിയർ ഡീഹൈഡ്രേഷന്റെ സിംറ്റംസ്, തല കറങ്ങി വീഴുന്നത്, യൂറിൻ ഔട്ട്പുട്ട് കംപ്ലീറ്റ് ആയിട്ട് കുറഞ്ഞു, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആ പേഷ്യന്റ് കോംപ്ലിക്കേഷൻസിലേക്ക് പൊക്കോണ്ടിരിക്കുക എന്ന് മനസ്സിലാക്കി അവരെ നമ്മൾ മോണിറ്റർ ചെയ്യണം. ഇത് എങ്ങനെയാണ് ഈ അസുഖത്തിനെ കൺട്രോൾ ചെയ്യുന്നത്? വൈറൽ ഡിസീസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആന്റിബയോട്ടിക്സ് ഉപയോഗിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് ആന്റി വൈറൽസ് ഉണ്ട്. വൈറലായിട്ട് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന സിൽട്ടാമിവറും ധനാമിവറുമാണ്. അവർ ന്യൂറാമിനേസ് ഇൻഹിബിറ്റേഴ്സ് ആണ്. അത് കൂടാതെ വാക്സിൻ ഉണ്ട്. പിൽഡ് ഫോമിലും ലൈവ് അഡ്മിറ്റഡ് ഫോമിലും വാക്സിൻ ഉണ്ട്. നെക്സ്റ്റ് ഇതിന് ലബോറട്ടറി ഡയഗ്നോസ്, ഈ അസുഖം ഉണ്ടോ എന്ന് ഡയഗ്നോസ് ചെയ്ത നേസോഫാരഞ്ചൽ സെക്രീഷൻസ്, സ്വാബ് എടുത്ത് അതിനെ എക്സാമിൻ ചെയ്യാം. HI, ഹീമോഗ്ലോബിൻ ന്യൂക്ലിയോട്ടിൻ ഇൻഹിബിഷൻ ടെസ്റ്റ്, എലീസ, RT-PCR, അതേപോലെ തന്നെ സെറോളജി, അതായത് ആന്റിബോഡീസിന്റെ അളവ്, ന്യൂട്രലൈസിങ് ആന്റിബോഡീസിന്റെ അളവ് കൂടുതലാണോ എന്ന് നോക്കിയിട്ടും ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. ഇനി ഈ ഇൻഫ്ലുവൻസ വൈറസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരിക്കലും ഒരു വൈറസ് ഇൻഫെക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ വീണ്ടും 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 ഇങ്ങനെ ഇൻഫെക്ഷൻസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും, വീണ്ടും വീണ്ടും പാൻഡമിക്സ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതിന് മെയിൻ കാരണം എന്താണ്? ഈ വൈറസിന് ഒരുപാട് ആന്റിജനിക് വേരിയേഷൻസ് ഉണ്ടാവും. ആന്റിജനിക് വേരിയേഷൻസ് എന്തൊക്കെയാണ്? 2 ടൈപ്പ് ഉണ്ട്, ഷിഫ്റ്റും ഡ്രിഫ്റ്റും. സഡൻ ആയിട്ട് ഉണ്ടാവുന്ന മേജർ ചേഞ്ചിനാണ് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. മൈനർ ചേഞ്ച്, ഗ്രാജുവൽ ചേഞ്ചിനെ ഡ്രിഫ്റ്റ് എന്നും പറയും. ഡ്രിഫ്റ്റ് എന്ന് പറയുമ്പോൾ പോയിന്റ് മ്യൂട്ടേഷൻ ആണ്. ആ വൈറസിന്റെ ജനറ്റിക് മെറ്റീരിയൽ മ്യൂട്ടേഷൻ ഉണ്ടായിട്ട് ആ വൈറസിന് മോഡിഫിക്കേഷൻ സംഭവിക്കുന്നു. അങ്ങനെ മോഡിഫൈഡ് വൈറസ് നമ്മളെ എഫക്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിന് അഗൻസ്റ്റ് ആയിട്ട് ഇമ്മ്യൂണിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് വേഗം തന്നെ നമ്മുടെ ബോഡിയിൽ സിവിയർ ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നു, എല്ലാവരിലേക്കും സ്പ്രെഡ് ആവുന്നു. അടുത്തത്, അങ്ങനെ എല്ലാവരിലും സ്പ്രെഡായി എല്ലാവർക്കും അതിനെതിരെയുള്ള ആന്റിബോഡി സ്വയം ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നവർ അതിങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടേയിരിക്കും. പിന്നെ ആ വൈറസ് മാറി, പിന്നെ അടുത്ത വൈറസ്, അങ്ങനെയാണ് ഇങ്ങനെ വീണ്ടും വീണ്ടും പാൻഡമിക്സ് വന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത ചേഞ്ച് പറയുന്നത് ഷിഫ്റ്റ് ആണ്. ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ ജനറ്റിക് റീകോമ്പിനേഷൻ, 2 തരം വൈറസുകൾ, 2 അതിൽ കൂടുതൽ തരം വൈറസുകൾ ഒരേ സമയം ഒരു സെല്ലിൽ എഫക്ട് ചെയ്യുമ്പോൾ ഈ വൈറസുകളിലൊക്കെ ജനറ്റിക് റീകോമ്പിനേഷൻ സംഭവിച്ച് പുതിയൊരു ടൈപ്പ് ഓഫ് വൈറസ് ഉണ്ടാകുന്നു. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ എപ്പോഴും പുതിയ പുതിയ ചേഞ്ചുകൾ വൈറസിൽ വന്നുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ പുതിയ പുതിയ ടൈപ്പ് വൈറസ് വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് വീണ്ടും 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 ഈ പാൻഡമിക്സ് വരുന്നത്. പിന്നെ റൈസ് സിൻഡ്രോം എന്ന് പറയുന്ന ഒരു കോംപ്ലിക്കേഷൻ ആണ്. റെയർ കോംപ്ലിക്കേഷൻ ആണ്. മോസ്റ്റ് കോമൺ ആൻഡ് മോസ്റ്റ് സിവിയർ കോംപ്ലിക്കേഷൻ ന്യൂമോണിയ ആണ്. റെയർ കോംപ്ലിക്കേഷൻ ആണ് റൈസ് സിൻഡ്രോം. അത് കുട്ടികളിലാണ് കൂടുതലായിട്ട് കാണുന്നത്. ഇൻഫ്ലുവൻസ ബി എഫക്ട് ചെയ്ത കുട്ടികളിലാണ് കൂടുതലും കാണുന്നത്. അതിന്റെ മെക്കാനിസം എന്താണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്? ഫാറ്റി ലിവറിനെയും അതുപോലെ തന്നെ ബ്രെയിനിനെ എഫക്ട് ചെയ്യുന്നു. ഫാറ്റി ലിവർ വിത്ത് എൻസെഫലോപ്പതി. ആസ്പിരിൻ യൂസ് ഇൻ വൈറൽ ഇൻഫെക്ഷൻസ് ആണ് അതിന്റെ റീസൺ. ഈ വൈറൽ ഇൻഫെക്ഷൻസിൽ ആസ്പിരിൻ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ കോംപ്ലിക്കേഷൻ കാണുന്നത്, റൈസ് സിൻഡ്രോം. ഇതിന്റെ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഹാൻഡ് ഹൈജീൻ, കൈ കഴുകുക, സാനിറ്റൈസർ ഉപയോഗിച്ച് കൈ കഴുകുക, അല്ലെങ്കിൽ സോപ്പ് ആൻഡ് വാട്ടർ ഉപയോഗിച്ച് കൈ കഴുകുക, ഫേസ് മാസ്ക് ധരിക്കുക. ഈ ഇൻഫെക്റ്റഡ് ആൾക്കാരുമായിട്ട് ക്ലോസ് കോണ്ടാക്റ്റിൽ വരുന്ന എല്ലാവരും PP കിറ്റ് പോലത്തെ കിറ്റുകൾ ധരിക്കുക. ഐ പ്രൊട്ടക്ഷൻ, ഗ്ലൗസ്, ഗൗണ്, അതുപോലെ തന്നെ
N95 മാസ്ക് ഒക്കെ ഉപയോഗിക്കുക. ഇൻഫെക്റ്റഡ് ആയ ആൾക്കാരെ ഐസൊലേറ്റ് ചെയ്ത് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് കൊടുക്കുക. അതുപോലെ തന്നെ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ, ഇമ്മ്യൂണിറ്റി കുറവുള്ള ആൾക്കാരെ ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യുക. അവർക്ക് പ്രത്യേകം കെയർ കൊടുക്കുക. എല്ലാവർക്കും വാക്സിൻ എടുക്കുക. അതുപോലെ അസുഖം വന്ന ആൾക്കാർക്ക് ആന്റിവൈറൽ ട്രീറ്റ്മെന്റ് കൊടുക്കുക. അസുഖം വരാത്ത ആൾക്കാർക്ക് പ്രിവെൻഷന് വേണ്ടി കീമോ പ്രൊഫൈലാക്സിന് H1N1 കീമോ പ്രൊഫൈലാക്സിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓസൽടാമവിർ ആണ്. ഇങ്ങനെ രണ്ട് മേജർ ഫ്ലൂ ഔട്ട് ബ്രേക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒന്ന് ഏവിയൻ ഇൻഫ്ലുവൻസ, H5N1 കോസ് ചെയ്യുന്ന ഏവിയൻ ഇൻഫ്ലുവൻസ, പക്ഷികളിൽ നിന്ന് മനുഷ്യനിലേക്ക് ഉണ്ടാകുന്ന പനിയാണ്. രണ്ടാമത് സ്വൈൻ ഫ്ലൂ, H1N1 സ്ട്രെയിനിൽ നിന്നുണ്ടാകുന്ന സ്വൈൻ ഫ്ലൂ, അത് പന്നിപ്പനിയാണ്. പന്നികളിൽ നിന്ന് മനുഷ്യരിലേക്ക് സ്പ്രെഡ് ആവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇൻഫ്ലുവൻസ എന്ന് പറയുന്ന ടോപ്പിക് കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഡിസീസ് ആണ് മെനിഞ്ചൈറ്റിസ് അല്ലെങ്കിൽ മെനിഞ്ചോകോക്കൽ മെനിഞ്ചൈറ്റിസ്. മെനിഞ്ചൈറ്റിസ് എന്ന വാക്കിന്റെ അർത്ഥം ആക്ച്വലി നമ്മുടെ ബ്രെയിനിനെയും സ്പൈനൽ കോർഡിനെയും കവർ ചെയ്യുന്ന ഒരു പ്രൊട്ടക്റ്റീവ് കവറിംഗ് ആണ് മെനിഞ്ചസ് എന്ന് പറയുന്നത്. അതിന് 3 ലെയർ ഉണ്ട്: ഡ്യൂറാമീറ്റർ, അരക്കിനോയിഡ് ആൻഡ് പയാമീറ്റർ. ഏറ്റവും പുറമെ കാണുന്നതാണ് ഡ്യൂറാമീറ്റർ. അതിന് നടുക്ക് അരക്കിനോയിഡ് ഉണ്ട്. അതിന് അകത്ത് നമുക്ക് പയമീറ്റർ ഉണ്ട്. ഈ അരക്കിനോയിഡിനും പയമീറ്ററിനും ഇടയിലായിട്ട് ഒരു ഫ്ലൂയിഡ് ഉണ്ട്. ആ ഫ്ലൂയിഡിനെയാണ് നമ്മൾ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്, CSF എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ബ്രെയിനിന്റെയും സ്പൈനൽ കോർഡിന്റെയൊക്കെ അറേഞ്ച്മെന്റ്. അതിനെ കവർ ചെയ്തുകൊണ്ട് ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. അതിനെയാണ് ഡ്യൂറ, അരക്കിനോയിഡ്, പയാമീറ്റർ, 3 ലെയർ ഉണ്ട്. അതിനെയാണ് നമ്മൾ മെനിഞ്ചസ് എന്ന് പറയുന്നത്. അരക്കിനോയിഡിന്റെയും പയമീറ്ററിന്റെ ഇടയിൽ ഒരു ഫ്ലൂയിഡ് ഉണ്ട്. അതിനെയാണ് നമ്മൾ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഈ ഫ്ലൂയിഡിലൂടെയാണ് ന്യൂട്രിയൻസ് എത്തുന്നത്. അതുപോലെ തന്നെ ഡിഫൻസ് മെക്കാനിസം, മാക്രോഫേജസ് ഒക്കെ ഉണ്ട്. അപ്പൊ പ്രൊട്ടക്ഷൻ കൊടുക്കും ബ്രെയിനിന്. അതേപോലെ തന്നെ പ്രോട്ടീൻസ് ഒക്കെ ഈ ഫ്ലൂയിഡിൽ ധാരാളമായിട്ടുണ്ട്. പിന്നെ ഈ ഫ്ലൂയിഡ് പ്രൊട്ടക്ഷൻ, ഒരു ഷോക്ക് അബ്സോർബർ ആയിട്ട് ആക്ട് ചെയ്യും. ഈ മെനിഞ്ചസിന് പുറമെയാണ് നമുക്ക് ഈ സ്കൾ ബോൺ ഒക്കെ ആണ്. അപ്പൊ സ്കളിനകത്ത് നമ്മളെപ്പോഴും പറയും സ്കൾ ബോൺ എന്ന് പറയുന്നത് ബ്രെയിൻ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. അത് കൂടാതെ അതിനകത്ത് നമുക്ക് മെനിഞ്ചസ് ഉണ്ട്. അതും കൂടി ചേർന്നാണ് നമ്മുടെ ബ്രെയിനിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. അപ്പൊ ഈ മെനിഞ്ചസിന് എന്തെങ്കിലും തരം വീക്ക് ഉണ്ടായാൽ നമ്മൾ അതിനെ എന്തെന്ന് പറയും? മെനിഞ്ചൈറ്റിസ് എന്ന് പറയും. മെനിഞ്ചൈറ്റിസ് മീൻസ് ഇൻഫ്ലമേഷൻ ഓഫ് മെനിഞ്ചസ്. അത് മെനിഞ്ചോകോക്കൽ ബാക്ടീരിയ കാരണമാണ് ഉണ്ടാവുന്നതെങ്കിൽ നമ്മൾ അസുഖത്തിന് മെനിഞ്ചോകോക്കൽ മെനിഞ്ചൈറ്റിസ് എന്ന് പറയും. അപ്പൊ എന്താണ് മെനിഞ്ചോകോക്കൽ മെനിഞ്ചൈറ്റിസ്? കോക്കൈ ബാക്ടീരിയ എന്ന് വെച്ചാൽ റൗണ്ട് ഷേപ്ഡ് ബാക്ടീരിയ ആണ്. അപ്പൊ മെനിഞ്ചോകോക്കൽ ബാക്ടീരിയയുടെ ഇൻഫെക്ഷൻ കാരണം നമ്മുടെ ബ്രെയിനിന്റെ പ്രൊട്ടക്റ്റീവ് ലെയർ ആയ മെനിഞ്ചസിനുണ്ടാകുന്ന വീക്കമാണ് മെനിഞ്ചോകോക്കൽ മെനിഞ്ചൈറ്റിസ്. ആ പേരിൽ നിന്ന് ഇത്രയും മനസ്സിലാക്കി എടുക്കണം. മെനിഞ്ചോകോക്കൽ ബാക്ടീരിയ അത് ഇൻഫെക്ട് ചെയ്യുമ്പോൾ നെസീരിയ മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് മെനിഞ്ചോകോക്കൽ ബാക്ടീരിയ ആണ്. അതിന്റെ ഇൻഫെക്ഷൻ കാരണം നമ്മുടെ ബ്രെയിനിന്റെ മെനിഞ്ചസിനുണ്ടാകുന്ന വീക്കം, അതാണ് മെനിഞ്ചൈറ്റിസ്. അല്ലാതെ വൈറൽ ഇൻഫെക്ഷൻ കാരണവും അതുപോലെ ഫംഗൽ ഇൻഫെക്ഷൻ കാരണം ഒക്കെ മെനിഞ്ചൈറ്റിസ് ഉണ്ടാവും. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അസുഖം എന്ന് പറയുന്നത് നെസീരിയ മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്ന കോക്കൽ ബാക്ടീരിയ, റൗണ്ട് ഷേപ്ഡ് ബാക്ടീരിയ കാരണം ഉണ്ടാകുന്ന മെനിഞ്ചൈറ്റിസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കാരണം ഉണ്ടാകുന്ന വീക്കം. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ മെനിഞ്ചോകോക്കൽ മെനിഞ്ചൈറ്റിസ് എന്ന് വിളിക്കുന്നു. മെനിഞ്ചോകോക്കൽ മെനിഞ്ചൈറ്റിസ് ഓർ സെറിബ്രോസ്പൈനൽ ഫീവർ. സെറിബ്രോസ്പൈനൽ ഫീവർ എന്നും ഇതിന് പേരുണ്ട്. ഇറ്റ്സ് എൻ അക്യൂട്ട് കമ്മ്യൂണിക്കബിൾ ഡിസീസ് കോസ്ഡ് ബൈ നെസീരിയ മെനിഞ്ചൈറ്റിസ്. അക്യൂട്ട് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ്. ഇറ്റ് യൂഷ്വലി ബിഗിൻസ് വിത്ത് ഇന്റൻസ് ഹെഡേക്ക്, vomiting and stiff neck and progresses to coma within a few hours. Meningitis is a part of septicemic process. ഓക്കെ, അപ്പൊ ഇത് വരുന്ന ആളുകൾക്ക് നമ്മൾ മെയിൻ ആയിട്ട് കാണുന്ന ഭയങ്കരമായ തലവേദന, ഛർദിൽ, അതേപോലെ തന്നെ സ്റ്റിഫ് നെക്ക്. കഴുത്തിന് ഭയങ്കര സ്റ്റിഫ്നെസ് ആയിരിക്കും. കഴുത്ത് നമുക്ക് കുനിയാനോ നൂരാനോ ഒന്നും പറ്റാത്ത, കഴുത്തിന് ഭയങ്കര സ്റ്റിഫ്നെസ്. എങ്ങനെയും നെക്കിന് ഒരു മൂവ്മെന്റ് വരുമ്പോൾ സിവിയർ പെയിൻ ഉണ്ടാവും. ആൻഡ് പെട്ടെന്ന് തന്നെ ആ പേഷ്യന്റ് കോമയിലേക്കും പോകും. ഫെറ്റാലിറ്റി ഓഫ് ടിപ്പിക്കൽ അൺട്രീറ്റഡ് കേസസ് അബൌട്ട് 80%. ചികിത്സിച്ചില്ലെങ്കിൽ 180 പേരും മരിച്ചു പോകുന്നതാണ് ഇതിന്റെ സാധ്യത. വിത്ത് ഏർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് കേസ് ഫെറ്റാലിറ്റി റേറ്റ്സ് ഹാവ് ഡിക്ലൈൻ ടു ലെസ് ദാൻ 10%. എന്നാൽ ഈ അസുഖം നേരത്തെ മനസ്സിലാക്കി കറക്റ്റായി ട്രീറ്റ്മെന്റ് കൊടുത്താൽ നമുക്ക് മരണനിരക്ക് വളരെ കുറയ്ക്കാൻ പറ്റും. 10% കുറയ്ക്കാൻ പറ്റും. ചികിത്സിച്ചില്ലെങ്കിൽ 80%, ചികിത്സിച്ചാൽ 10%. മെനിഞ്ചോകോക്കൽ ഡിസീസ് എൻഡമിക് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഇത് എൻഡമിക് ഡിസീസ് ആണ്. കേസ് ഓഫ് മെനിഞ്ചോകോക്കൽ മെനിഞ്ചൈറ്റിസ് ആർ റിപ്പോർട്ടഡ് സ്പൊറാഡിക്കലി ഓർ ഇൻ സ്മോൾ ക്ലസ്റ്റേഴ്സ്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതിന്റെ കേസുകൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യും. പെട്ടെന്ന് ഇതിന്റെ ഔട്ട് ബ്രേക്സ് ഉണ്ടാവാറുണ്ട്.
എന്താണ് സംഭവിക്കുന്നത്? ഇൻവേഷൻ ഓഫ് മൈക്രോ ഓർഗാനിസംസ് യൂഷ്വലി അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ. മെനിഞ്ചൈറ്റ് എല്ലാം റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ആണ് പഠിക്കുന്നത്. അപ്പൊ നമുക്കറിയാം അതുള്ള ഒരാളുടെ നേസൽ സെക്രീഷൻസിൽ നിന്ന് കഫ് ചെയ്യുമ്പോഴോ സ്നീസ് ചെയ്യുമ്പോഴോ ഒക്കെ പ്രൊഡ്യൂസിങ് സെക്രീഷൻസിലൂടെ അത് നമ്മളുടെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്കിലേക്ക് കയറുന്നു. ബാക്ടീരിയ ഇൻവേഷൻ ലീഡ്സ് ടു റാപ്പിഡ്ലി ഇൻക്രീസ് ബ്ലഡ് സപ്ലൈ ടു മെനിഞ്ചസ് വിത്ത് മാസീവ് ന്യൂട്രോഫിൽ മൈഗ്രേഷൻ. അപ്പം ബാക്ടീരിയ നമ്മുടെ റെസ്പിറേറ്ററിയിലുള്ള സെൽസിനെ അഫക്ട് ചെയ്യുന്നു. അതിനുശേഷം അത് ലിംഫ് ടിഷ്യൂസിലേക്ക് പോകുന്നു. അതിനുശേഷം ബ്ലഡിലേക്ക് പോകുന്നു. ബ്ലഡിലെത്തുന്ന ബാക്ടീരിയ എല്ലാ ഓർഗൻസിലേക്കും മൈഗ്രേറ്റ് ചെയ്യും, സ്പെഷ്യലി ബ്രെയിനിലേക്ക് പോകുന്നു. അപ്പൊ ബ്രെയിനിലേക്ക് പോയി ബ്ലഡ് ബ്രെയിൻ ബാരിയർ ഉണ്ട്. അതായത് ബ്ലഡിലുള്ള എല്ലാ കമ്പണൻസിനും ബ്രെയിനിലേക്ക് പോകാൻ പറ്റത്തില്ല. അപ്പൊ അതിനെയാണ് നമ്മൾ ബ്ലഡ് ബ്രെയിൻ ബാരിയർ എന്ന് പറയുന്നത്. അതിനെയും കടന്ന് ഈ ബാക്ടീരിയ എന്ത് ചെയ്യുന്നു? ബ്രെയിനകത്തേക്ക് ചെല്ലുന്നു. ആൻഡ് ബ്രെയിനകത്തേക്ക് ചെന്ന് അവിടെ ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നു. ഇൻഫെക്ഷൻ ഉണ്ടാവുമ്പോഴത്തേക്കും അതിന് റെസ്പോൺസ് ആയിട്ട് മെനിഞ്ചസിന് എന്ത് പറ്റും? ആ മെനിഞ്ചസിലേക്ക് ഒരുപാട് ന്യൂട്രോഫിൽസ് എത്തും. ന്യൂട്രോഫിൽസ് നമ്മുടെ ബോഡിക്ക് ഡിഫൻസ് പ്രൊവൈഡ് ചെയ്യുന്ന സെൽസ് ആണ്. അപ്പം ന്യൂട്രോഫിൽസ് എത്തുന്നു. ന്യൂട്രോഫിൽസ് എൻഗൾഫ് ദ ബാക്ടീരിയ ആൻഡ് ഡിസിൻറ്റഗ്രേറ്റ്. എക്സുഡേറ്റ് ഫ്രം ടിഷ്യൂ ഡിസ്ട്രക്ഷൻ കോൺട്രിബ്യൂട്ട്സ് ടു പ്യൂറുലന്റ് മെറ്റീരിയൽ. അപ്പൊ ഒരുപാട് ന്യൂട്രോഫിൽസ് വരുന്ന ആ ന്യൂട്രോഫിൽസ് ഈ ബാക്ടീരിയ നശിപ്പിക്കാൻ നോക്കുന്നു. അതിന് റെസ്പോൺസ് അപ്പൊ ബാക്ടീരിയ ഇൻഫെക്ഷന്റെ റെസ്പോൺസ് ആയിട്ട് നമ്മുടെ സെൽസ് എന്ത് ചെയ്യും? കുറെ കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ചില സെൽസ് ബാക്ടീരിയക്കെതിരെ ഈ ന്യൂട്രോഫിൽസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ന്യൂട്രോഫിൽസ് ഈ ബാക്ടീരിയനെ എൻഗൾഫ് ചെയ്യുന്നു, ബാക്ടീരിയനെ വിഴുങ്ങുന്നു. എന്നിട്ട് ഈ ന്യൂട്രോഫിൽസ് സ്വയം ഡിസിൻറ്റഗ്രേറ്റ് ആയി പോകുന്നു. അപ്പൊ ഈ ഡെഡ് സെൽസും അതുപോലെ അവിടുന്ന് റിലീസ് ആവുന്ന ടിഷ്യൂ എക്സുഡേറ്റും എല്ലാം കൂടെ ചേർന്ന് ഒരുപാട് പഴുപ്പ്, ഒരുപാട് പ്യൂറുലന്റ് മെറ്റീരിയൽ, ഇൻഫ്ലമേറ്ററി ഡിസ്ചാർജസ് പ്രൊഡ്യൂസ് ആവുന്നു നമ്മുടെ ബ്രെയിനിൽ. പ്യൂറുലന്റ് മെറ്റീരിയൽ കോസസ് മെനിഞ്ചസ് ടു ബിക്കം ഇൻഫ്ലുവൻ ഇൻക്രീസ് ICP. അപ്പൊ എന്ത് പറ്റും? അവിടേക്കുള്ള ബ്രെയിനിലേക്കുള്ള ബ്ലഡ് ഫ്ലോ ഒരുപാടായിട്ട് കൂടുന്നു. ബ്ലഡും അതുപോലെ തന്നെ അവിടുത്തെ ആ ഇൻഫെക്റ്റീവ് മെറ്റീരിയൽ, ആ ഫ്ലൂയിഡ് എല്ലാം കൂടെ ചേർന്ന് അതിന്റെ വോള്യൂം അങ്ങ് കൂടുന്നു. അപ്പൊ പെട്ടെന്ന് എന്ത് പറ്റും? ഒരുപാട് ബ്ലഡ് ബ്രെയിനിലേക്ക് എത്തുന്നു. ബ്രെയിനിനകത്ത് നോർമലായിട്ട് ഉണ്ടാവേണ്ട CSF, സെറിബ്രൽ സ്പൈനൽ ഫ്ലൂയിഡിന്റെ അളവ് കൂടുന്നു. ഒരുപാട് ഫ്ലൂയിഡ് അവിടെ നിന്ന് അറിയുന്നു. അപ്പൊ ഇൻട്രാക്രേനിയൽ പ്രഷർ കൂടും, ബ്രെയിനിനകത്തെ പ്രഷർ കൂടും. ICP, ഇൻട്രാക്രേനിയൽ പ്രഷർ ഇൻക്രീസസ്. ഈ പ്രഷർ കൂടുമ്പോഴാണ് ഭയങ്കരമായ തലവേദനയും ഛർദിയൊക്കെ ഉണ്ടാകും. എക്സസീവ് റിലീസ് ഓഫ് ADH ആക്ട്സ് ബൈ ഇൻഹിബിറ്റിംഗ് യൂറിനേഷൻ. ADH ആന്റി ഡയറോട്ടിക് ഹോർമോൺ ഭയങ്കരമായിട്ട് ബ്രെയിനിൽ റിലീസ് ആവുന്നു. അപ്പം യൂറിനേഷൻ ഇൻഹിബിറ്റ് ആവുന്നു. ഇറ്റ് ലീഡ്സ് ടു വാട്ടർ റിട്ടൻഷൻ, ഒളിഗ്യൂറിയ, ഹൈപ്പർവോളീമിയ, ഹൈപ്പോനേട്രീമിയ, സോഡിയത്തിന്റെ അളവ് കുറയുന്നു. അപ്പൊ അങ്ങനെ വീണ്ടും ഇൻട്രാക്രേനിയൽ പ്രഷർ ഫർദർ കൂടുന്നു. അപ്പൊ ബാക്ടീരിയ റെസ്പിറേറ്ററി സെൽസിൽ എഫക്ട് ചെയ്ത ബാക്ടീരിയ റെസ്പിറേറ്ററി സെൽസിന് ഡാമേജ് ഉണ്ടാക്കുന്നു. സെൽസിനകത്തേക്ക് കയറുന്നു, പുതിയ ബാക്ടീരിയനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ ബാക്ടീരിയ എന്ത് ചെയ്യും? ലിംഫാറ്റിക് സിസ്റ്റത്തിലേക്ക് എത്തുന്നു. ലിംഫ് സെൽസ് അതിന്റെ ലിംഫ് നോഡ്സിലേക്ക് കൊണ്ടുവന്ന് ലിംഫാറ്റിക്സ് വഴി അത് ബ്ലഡിലേക്ക് എത്തുന്നു. ബ്ലഡ് വഴി ബ്രെയിനിലേക്ക് എത്തുന്നു. ബ്രെയിനിലെത്തുമ്പോൾ ബ്രെയിനകത്തേക്ക് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി ബ്രെയിനിന്റെ പുറത്തുള്ള ഈ മെനിഞ്ചസ് എന്ത് ചെയ്യും? ഇതിനെതിരെയായിട്ട് ഓരോ ഇൻഫെക്ഷസ് മെറ്റീരിയൽ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. മാക്രോഫേജസ് ഒരുപാടായിട്ട് അവിടേക്ക് വരുന്നു. അങ്ങനെ ഈ സെൽസിന്റെ ഇൻഫ്ലമേഷൻ കാരണം മെനിഞ്ചസിന് വീക്കം ഉണ്ടാവുന്നു. ഒരുപാട് ബ്ലഡ് ഫ്ലോ അവിടേക്ക് എത്തുന്ന കാരണവും ഈ ഇൻഫെക്ഷസ് ആയിട്ടുള്ള പ്യൂറുലൻ ഡിസ്ചാർജ് കാരണമൊക്കെ CSFന്റെ ക്വാണ്ടിറ്റി, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിന്റെ ക്വാണ്ടിറ്റി കൂടുന്നു. ഇൻട്രാക്രേനിയൽ പ്രഷർ, ബ്രെയിനിലുള്ള പ്രഷർ, ക്രേനിയത്തിനകത്തുള്ള പ്രഷർ കൂടുന്നു. പ്രഷർ കൂടുമ്പോൾ പേഷ്യന്റ് സിവിയർ ആയിട്ടുള്ള ഹെഡേക്കും അതുപോലെ വോമിറ്റിംഗും ഒക്കെ ഉണ്ടാവുന്നു. ഇൻട്രാക്രേനിയൽ പ്രഷർ കൂടുമ്പോൾ ADH ഹോർമോൺ, ആന്റി ഡയറോട്ടിക് ഹോർമോണിന്റെ അളവ് കൂടുന്നു. അത് കാരണം ഒളിഗ്യൂറിയ, അതേപോലെ ഹൈപ്പോനേട്രീമിയ, അങ്ങനെ പല സിംറ്റംസും ഉണ്ടാവുന്നു. കോസറ്റീവ് ഏജന്റ് നെയ്സീരിയ മെനിഞ്ചൈറ്റിസ്. നെയ്സീരിയ മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്ന ബാക്ടീരിയ ആണ്. ഗ്രാം നെഗറ്റീവ് ഡിപ്ലോകോക്കൈ ബാക്ടീരിയ ആണ് ഡിസീസ് കോസ് ചെയ്യുന്നത്. 12 സെറോടൈപ്സ് ഹാവ് ബീൻ ഐഡന്റിഫൈഡ്. ഈ ബാക്ടീരിയയുടെ 12 സെറോടൈപ്സ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഓൺ ദ ബേസിസ് ഓഫ് സ്ട്രക്ചർ ഓഫ് പോളിസാക്കറൈഡ് ക്യാപ്സ്യൂൾ. ബാക്ടീരിയയുടെ പുറമേ ഉള്ള പോളിസാക്കറൈഡ് ക്യാപ്സ്യൂളിന്റെ സ്ട്രക്ചർ അനുസരിച്ച് പല 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 സെറോടൈപ്സ് ആയിട്ട് നമ്മൾ ഈ ബാക്ടീരിയ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ 12 സെറോടൈപ്സ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. മെജോറിറ്റി ഓഫ് ഇൻവേസീവ് മെനിഞ്ചോക്കൽ ഇൻഫെക്ഷൻസ് ആർ കോസ്ഡ് ബൈ organisms serogroups A, B, C, X, W, 135 and Y. ABC W135Y ഈ സെറോടൈപ്സ് ആണ് മെയിൻ ആയിട്ടും ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നത്. അപ്പൊ ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്ന മെയിൻ ആയിട്ട് കാണപ്പെടുന്ന ഈ 6 സെറോടൈപ്സ് ഏതൊക്കെയാണ്? ABC എന്ന് വെച്ചാൽ നെയ്സീരിയ മെനിഞ്ചൈറ്റിസിന്റെ സെറോടൈപ്പ് A, സെറോടൈപ്പ് B, സെറോടൈപ്പ് C, സെറോടൈപ്പ് X, സെറോടൈപ്പ് W135 ആൻഡ് സെറോടൈപ്പ് Y. മൊത്തം 12 സെറോടൈപ്പ് ഉണ്ട്. അതിൽ 6 എണ്ണമാണ് മെയിൻ ആയിട്ട് ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നത്. അത് ഏതൊക്കെയാണ്? ABC
XW135 and Y. പഠിച്ചിരിക്കുക. മെനിഞ്ചോകോക്കൈ ഓഫ് ദീസ് സെറോഗ്രൂപ്സ് ഹാവ് പൊട്ടൻഷ്യൽ ടു കോസ് ബോത്ത് എൻഡമിക് ഡിസീസ് ആൻഡ് ഔട്ട്ബ്രേക്സ്. ഏറ്റവും കൂടുതൽ എൻഡമിക് ഡിസീസ് അതുപോലെ ഔട്ട്ബ്രേക്ക് കോസ് ചെയ്യുന്നതും ഈ സെറോടൈപ്സ് ആണ്. അതിൽ തന്നെ സബ് ഗ്രൂപ്പ് എ ആണ് ആഫ്രിക്കൻ മെനിഞ്ചൈറ്റിസ് ബെൽറ്റ് എന്ന് പറയുന്ന ഒരു റീജിയൻ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ആഫ്രിക്കയിൽ ഭയങ്കരമായി എൻഡമിക് ആയിട്ട് മെനിഞ്ചൈറ്റിസ് കാണപ്പെടുന്ന ഏരിയ. അവിടെ ഏറ്റവും കൂടുതൽ ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നത് ഏറ്റവും കോമൺ ആയിട്ട് കാണപ്പെടുന്നത് സബ് ഗ്രൂപ്പ് എ ആണ്. അപ്പൊ ഇതിൽ തന്നെ എ ആണ് ഏറ്റവും കൂടുതൽ ഇൻഫെക്ഷൻസ് ആയിട്ട് കാണപ്പെടുന്നത്. Neisseria meningitis is a delicate organism. It dies rapidly on exposure to heat and cold. Severe heat അതുപോലെ severe cold exposure കൊടുത്താൽ ബാക്ടീരിയ ഡെഡ് ആവും. Source of infection. The organism is found in the nasopharynx of cases and carriers. കേസ് എന്ന് പറയുമ്പോൾ അസുഖത്തിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്ന ഒരാള്, കാരിയർ എന്ന് പറയുമ്പോൾ ബാക്ടീരിയ അകത്തുണ്ട് പക്ഷെ സിംറ്റം കാണിക്കാത്ത ഒരാൾ. ഈ രണ്ട് ആൾക്കാരിൽ നിന്നുമാണ് ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവുന്നത്. എങ്ങനെയാണ് സ്പ്രെഡ് ആവുന്നത്? അവരുടെ നേസോഫാരിങ്സിലാണ് ബാക്ടീരിയ ഇരിക്കുന്നത്. അപ്പൊ അവരുടെ നേസോഫാരിഞ്ചൽ സെക്രീഷൻസ് വഴി മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ആവാം. Clinical cases present only a negligible source of infection. More often, infection causes mild or even unnoticeable symptoms of nasopharyngitis. Carriers are the most important source of infection. ഇതാണ് മെയിൻ ആയിട്ടുള്ള പോയിന്റ്. ഒരാളെ ഇപ്പൊ ഈ ബാക്ടീരിയ അഫക്ട് ചെയ്ത് അവർക്ക് സിവിയർ ആയിട്ടുള്ള സിംറ്റംസ് വരികയാണെങ്കിൽ നമ്മൾ അവരെ കേസ് എന്ന് പറയും. അങ്ങനെയുള്ള ആൾക്കാർ പെട്ടെന്ന് തന്നെ സിംറ്റംസ് കൂടി ഒന്നെങ്കിൽ അവർ മരിച്ചു പോകും, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് അവരെ ഹോസ്പിറ്റലൈസ് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ളവരിൽ നിന്നും സ്പ്രെഡ് ആവാനുള്ള ചാൻസ് കുറവാണ്. അതേസമയം കാരിയേഴ്സ് ഉണ്ട്. കാരിയേഴ്സ് എന്ന് പറയുമ്പോൾ അവർ എന്താണ്, മൈൽഡ് സിംറ്റംസ് ആണ്. അപ്പം അവരുടെ സിംറ്റംസ് ഭയങ്കര അൺനോട്ടിസബിൾ ആണ്. അവർക്ക് അസുഖം ഉണ്ടെന്ന് അവരും അറിയുന്നില്ല, നമ്മളും അറിയുന്നില്ല. അപ്പൊ അവരെല്ലായിടത്തേക്കും പോകുന്നു. അവർ പോകുന്നിടത്തെല്ലാം അവരുടെ സെക്രീഷൻസ്, നേസോഫാരിഞ്ചൽ സെക്രീഷൻസ് വഴി എല്ലാവർക്കും സ്പ്രെഡ് ആകുന്നു. സോ കാരിയേഴ്സ് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ. അസുഖം ഉള്ള ഒരു കേസിൽ നിന്നും സ്പ്രെഡ് ആവുന്നതിനെക്കാട്ടിലും കൂടുതൽ കാരിയറിൽ നിന്നും സ്പ്രെഡ് ആകുന്നു. കേസ് എന്ന് പറയുമ്പോൾ ബാക്ടീരിയ ഉള്ളിലുണ്ട്, സിംറ്റംസ് പുറമെ കാണിക്കുന്നുണ്ട്. അതാണ് കേസ് എന്ന് പറയുന്നത്. ആ ആള് നമ്മൾ കേസ് എന്ന് പറയും. വേറൊരാളുടെ ഉള്ളിൽ ബാക്ടീരിയ ചെന്നിട്ടുണ്ട്, പക്ഷെ അയാൾക്ക് ഇമ്മ്യൂണിറ്റി ഉള്ളതുകൊണ്ടായിരിക്കും സിവിയർ ആയിട്ടുള്ള സിംറ്റംസ് ഒന്നും കാണിക്കുന്നില്ല, പക്ഷെ അയാൾക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. അയാൾ തുമ്മുമ്പോഴും തുപ്പുമ്പോഴും ഒക്കെ ഈ ബാക്ടീരിയ ഇങ്ങനെ ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയ വഴി മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ രണ്ടാൾക്കാരെയും കമ്പയർ നോക്കുമ്പോൾ ആരാണ് കൂടുതൽ സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ എന്ന് ചോദിച്ചാൽ ഈ കാരിയർ ആണ് കൂടുതൽ ഇമ്പോർട്ടന്റ് സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ. കാരണം കേസ് എന്ന് പറയുമ്പോൾ അയാളുടെ ഉള്ളിൽ ബാക്ടീരിയ ഉണ്ട്, അയാളുടെ സിംറ്റംസ് കാണിക്കുന്നുണ്ട്, സിംറ്റംസ് ഇങ്ങനെ വളരെ സിവിയർ ആണ്. അപ്പൊ അയാൾ തന്നെ ഐസൊലേറ്റ് ചെയ്യും, സെൽഫ് ഐസൊലേറ്റ് ചെയ്ത് എവിടെയെങ്കിലും പോയിരിക്കും. അയാൾ ഒന്നെങ്കിൽ അസുഖം കൂടി മരിച്ചു, അല്ലെങ്കിൽ നമ്മൾ അയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കും. അങ്ങനെ നമുക്ക് അയാൾ ട്രീറ്റ്മെന്റ് കൊടുത്ത് അയാൾ ഐസൊലേറ്റ് ചെയ്യാൻ പറ്റും. കാരിയർ എന്ന് പറയുമ്പോൾ അസുഖം ഉണ്ടെന്ന് അയാളും അറിയുന്നില്ല, മറ്റുള്ളവരും അറിയുന്നില്ല. അയാൾക്ക് ഇമ്മ്യൂണിറ്റി ഉള്ളതുകൊണ്ട് വലുതായിട്ട് അസുഖം ഒന്നും വരില്ല, പക്ഷെ സ്പ്രെഡ് നല്ലപോലെ നടക്കുന്നുണ്ട്. അയാളുടെ ബോഡിയിൽ ഈ ബാക്ടീരിയ വസിക്കുന്നുണ്ട്, സിവിയർ സിംറ്റംസ് കോസ് ചെയ്യാൻ അയാളുടെ ഇമ്മ്യൂൺ സിസ്റ്റം അനുവദിക്കുന്നില്ലെന്നുള്ളൂ. അപ്പൊ ആ ബാക്ടീരിയ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കണം. അയാൾക്ക് പ്രത്യേകിച്ച് സിംറ്റംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അയാൾ വീട്ടിലിരിക്കത്തില്ല, അയാൾ ഇങ്ങനെ എല്ലായിടത്തും ഇറങ്ങി നോർമലായിട്ട് നടക്കും. അതേപോലെ അയാൾ നമ്മൾ ഹോസ്പിറ്റലൈസ് ചെയ്യുന്നില്ല, അപ്പൊ ബാക്ടീരിയ ഇല്ലാതാവുന്നില്ല, ഐസൊലേഷൻ നടക്കുന്നില്ല. അപ്പൊ അത് എല്ലാവരിലേക്കും സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ കാരിയേഴ്സ് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ. Period of communicability. Until meningococci are no longer present in discharges from nose and throat. എത്ര ആ ഇൻഫെക്ഷൻ മാറിയാലും കുറച്ചു കാലം വരെ നോസിലും ത്രോട്ടിലും ഈ ബാക്ടീരിയ വസിക്കും. അവിടുന്ന് കംപ്ലീറ്റ്ലി ഇല്ലാതാകുന്നവരെ അയാൾക്ക് ആ ഇൻഫെക്ഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, സ്പ്രെഡ് ചെയ്യാൻ പറ്റും. കേസസ് റാപ്പിഡ്ലി ലൂസ് ഇൻഫെക്ഷൻസ് വിത്തിൻ 24 hours സ്പെസിഫിക് ട്രീറ്റ്മെന്റ്. എന്നാൽ ചികിത്സ തുടങ്ങി 24 മണിക്കൂർ കഴിഞ്ഞാൽ തന്നെ ഈ ഇൻഫെക്ടിവിറ്റി ഭയങ്കരമായി കുറഞ്ഞു വരുന്ന കാണാം. ബാക്ടീരിയയുടെ ലോഡ് ഭയങ്കരമായി കുറഞ്ഞു വരുന്ന കാണാം. ഏജ് ആൻഡ് സെക്സ് ഇസ് predominantly a disease of children and young adults of both sexes. Highest attack rate in age infants is 3 to 12 months. രണ്ട് സെക്സ്, മെയിൽസിലും ഫീമെയിൽസിലും ഒരേപോലെ തന്നെ അസുഖം കാണാം. ഏജ് നോക്കുമ്പോൾ 3 മുതൽ 12 മാസം വരെയുള്ള കുട്ടികളിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. കുട്ടികളിലാണ് പൊതുവെ കൂടുതൽ, കുട്ടികളിലും യങ് അഡൾട്ട്സിലും. അതിൽ തന്നെ 3 to 12 months ഉള്ള കുട്ടികളിലാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. Immunity, all age susceptible. Younger age groups are more susceptible than older groups as antibodies are low. കൊച്ചു കുട്ടികളിലും യങ് അഡൾട്ട്സിലും വരാനുള്ള ചാൻസ് ആണ് കൂടുതൽ. Immunity is acquired by subclinical infection, clinical disease or vaccination. Infants derive passive immunity from the mother. അപ്പൊ അമ്മയിൽ നിന്ന് ആന്റിബോഡീസ് കിട്ടാം, അല്ലെങ്കിൽ ക്ലിനിക്കൽ ഡിസീസ് അസുഖം വന്ന് ചികിത്സ എടുത്ത് അങ്ങനെ ഇമ്മ്യൂണിറ്റി കിട്ടാം, അല്ലെങ്കിൽ ഇതിന്റെ വാക്സിൻ, മെനിഞ്ചൈറ്റിസിന്റെ വാക്സിൻ എടുത്ത് ഇമ്മ്യൂണിറ്റി കിട്ടാം, അല്ലെങ്കിൽ സബ് ക്ലിനിക്കൽ ഇൻഫെക്ഷൻ, സിവിയർ അല്ലാത്ത ഇൻഫെക്ഷൻ വന്നു പോയിട്ടുണ്ടെങ്കിലും
അവർക്ക് ഇമ്മ്യൂണിറ്റി കിട്ടും. അതായത് ഒന്നെങ്കിൽ ബാക്ടീരിയ അഫക്ട് ചെയ്തു, ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെന്റ് എടുത്തു, അങ്ങനെ ഒരുപാട് വലിയ ഡിസീസ് അതിനെതിരെ ബോഡി ആന്റിബോഡി പ്രൊഡ്യൂസ്, അങ്ങനെ നമുക്ക് ഇമ്മ്യൂണിറ്റി കിട്ടാം. അല്ലെങ്കിൽ വാക്സിൻ എടുത്ത് ഇമ്മ്യൂണിറ്റി കിട്ടാം. ഇൻഫൻസിന് അമ്മയിൽ നിന്ന് പാസീവ് ഇമ്മ്യൂണിറ്റി കിട്ടാം. അതേപോലെ തന്നെ സബ് ക്ലിനിക്കൽ മൈൽഡ് ആയിട്ടൊരു ഇൻഫെക്ഷൻ വന്നു പോയാലും അവിടെ ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ആവും, അങ്ങനെ നമുക്ക് ഇമ്മ്യൂണിറ്റി കിട്ടും. നെക്സ്റ്റ് ടൈം ആ വൈറസ് ബാക്ടീരിയ മൈൽഡ് ആയിട്ടോ സിവിയർ ആയിട്ടോ എഫക്ട് ചെയ്താലും നമുക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടായിരിക്കും. അടുത്ത എൻവയറൺമെന്റൽ ഫാക്ടേഴ്സ്. Variation of seasonal variation is well established. Outbreaks occur more frequently in dry and cold months of the year from December to June. നമ്മൾ ഇതുവരെ പഠിച്ചതെല്ലാം കോൾഡ് ആയിരുന്നു. ഇൻഫ്ലുവൻസ പറഞ്ഞപ്പോൾ റെയിനി സീസണും കൂടെ പറഞ്ഞു. പക്ഷെ ഇവിടെ ഡ്രൈ ആൻഡ് കോൾഡ് മന്ത്സ്, ഡ്രൈ ആയിട്ടുള്ള മന്ത്സിലും കാണാം. ഡിസംബർ ടു ജൂൺ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, അതുപോലെ ഡ്രൈ മന്ത്സ് ആയിട്ടുള്ള മാർച്ച്, ഏപ്രിൽ, മെയിലും ഇത് കാണാൻ പറ്റും. ജൂൺ വരെ ഇത് സ്പ്രെഡ് കാണാൻ പറ്റും. Overcrowding, as occurs in schools, barracks, refugee and other camps, is an important predisposing factor. Crowding ഉള്ള സ്ഥലത്തെല്ലാം സ്പ്രെഡ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. Incidence is also greater in low socio-economic groups living under poor housing conditions with exposure to tobacco smoke, asplenia, HIV infection and travel to endemic areas. അതേപോലെ തന്നെ ലോ സോഷ്യോ എക്കണോമിക് ഗ്രൂപ്പ്സ്, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളിൽ, അങ്ങനത്തെ ആളുകൾ ഒരുമിച്ച് വസിക്കുന്ന സ്ഥലം, ഒരുപാട് ഒരുപാട് പാവപ്പെട്ട ആളുകൾ വസിക്കുന്നത്. അപ്പൊ അവർക്ക് അതിനനുസരിച്ചുള്ള സോഷ്യോ എക്കണോമിക് കണ്ടീഷൻ ആയിരിക്കും. ഒരുപാട് അൺഹൈജീനിക് ആയിട്ടുള്ള കണ്ടീഷൻസ് ആയിരിക്കും, പുവർ ഹൗസിംഗ് കണ്ടീഷൻസ് ഒക്കെ ആയിരിക്കും. അതേപോലെ ടൊബാക്കോ സ്മോക്കിന് ഒരുപാട് എക്സ്പോഷർ ഉള്ള ആളുകൾ, എസ്പ്ലീനിയ ഉള്ള ആളുകൾ. എസ്പ്ലീനിയ എന്ന് വെച്ചാൽ ജന്മനാൽ തന്നെ സ്പ്ലീൻ ഇല്ലാത്ത ആളുകൾ. സ്പ്ലീൻ നമുക്ക് ഒരുപാട് ഇൻഫെക്ഷൻസിൽ നിന്ന് പ്രൊട്ടക്ഷൻ തരും. ഒരുപാട് തരം ബാക്ടീരിയയും വൈറസിനെയൊക്കെ നശിപ്പിക്കാൻ സഹായിക്കുന്നത് സ്പ്ലീൻ ആണ്. അപ്പൊ സ്പ്ലീൻ ഇല്ലാത്ത ആൾക്കാരിൽ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് എല്ലാ അസുഖത്തിനും കൂടുതലാണ്. മെനിഞ്ചൈറ്റിസിന് വരാനുള്ള സാധ്യതയും കൂടുതലാണ്. പിന്നെ HIV ഇൻഫെക്ഷൻ ഉള്ള ആൾക്കാരിൽ, കാരണം അവർ ഓൾറെഡി ഇമ്യൂണോ കോംപ്രമൈസ് ആണ്, ഇമ്മ്യൂണിറ്റി കുറവാണ്. പിന്നെ ട്രാവൽ ടു എൻഡമിക് ഏരിയാസ്, ഒരു മെനിഞ്ചൈറ്റിസ് ഔട്ട് ബ്രേക്ക് ഉള്ള ഏരിയയിലേക്ക് ട്രാവൽ ചെയ്തിട്ട് വന്ന ആൾക്ക്, അയാൾക്ക് ഒരുപാട് എക്സ്പോഷർ കിട്ടുന്നുണ്ട്. അപ്പൊ അയാൾക്കും അസുഖം വരാനുള്ള ചാൻസ് കൂടുതലാണ്. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ. പോർട്ടൽ ഓഫ് എൻട്രീസ് നേസോഫാരിങ്സ്, അസുഖമുള്ള ആളിൽ നിന്ന് ഡ്രോപ്ലെറ്റ് വഴി സ്പ്രെഡ് ആവുന്നു. അസുഖമില്ലാത്ത ആളുടെ ബോഡിയിലേക്ക് നേസോഫാരിങ്സ് വഴിയാണ് പ്രവേശിക്കുന്നത്. Incubation period 3 to 4 days, may vary from 2 to 10 days. Meningococcal meningitis has sudden onset of intense headache. നേരത്തെ പറഞ്ഞ സിവിയർ ഹെഡേക്ക്, ഫീവർ, പനി, നോസിയ. നോസിയ എന്ന് പറയുമ്പോൾ ഛർദ്ദിക്കാൻ പോകുന്ന പോലെ തോന്നുന്ന സിംറ്റംസ്. വോമിറ്റിംഗ് എന്ന് പറയുമ്പോൾ ഛർദ്ദിക്കുക. ഫോട്ടോഫോബിയ, ലൈറ്റിനോടുള്ള ഇറിറ്റേഷൻ. ലൈറ്റ് അടിക്കുമ്പോൾ ഭയങ്കരമായ തലവേദന ഉണ്ടാവുക, അല്ലെങ്കിൽ കണ്ണിൽ നിന്ന് വെള്ളം വരിക, അങ്ങനെ ഇറിറ്റേഷൻ. സ്റ്റിഫ് നെക്ക്, സ്റ്റിഫ് നെക്ക് വളരെ ഇമ്പോർട്ടന്റ് സൈൻ ആണ്. കഴുത്തിന് ഭയങ്കര സ്റ്റിഫ്നെസ്, കഴുത്ത് അനക്കാനോ തിരിക്കാനോ ഒന്നും പറ്റാതെ വരുന്ന അവസ്ഥ. അങ്ങനെ ചെയ്യുമ്പോൾ വേദന ഉണ്ടാകുന്ന അവസ്ഥ. ഡിസീസ് ഇസ് ഫേറ്റൽ within 24 to 48 hours in 5-10% cases, even with prompt antimicrobial treatment in good healthcare facility. നല്ല ചികിത്സ കൊടുത്തു കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള സാധ്യത ഒരുപാട് കൂടും. ചികിത്സിച്ചില്ലെങ്കിൽ 80% മരിക്കാനുള്ള സാധ്യത. ചികിത്സ കൊടുത്താൽ 10% ആവും മരിക്കാനുള്ള സാധ്യത. എന്നാലും ചില ആൾക്കാരിൽ, അതായത് നേരത്തെ പറഞ്ഞല്ലോ 5-10% ആൾക്കാരിൽ ട്രീറ്റ്മെന്റ് കൊടുത്താലും മരണത്തിലേക്ക് പോവാറുണ്ട്. Among individuals who survive, up to 15-20% have permanent neurological sequelae. അതായത് ഈ അസുഖത്തിൽ നിന്ന് പൂർണ്ണമായി രക്ഷപ്പെടുന്ന ആൾക്കാരിലും ചില ആൾക്കാർ, 15 മുതൽ 20% വരെ ആൾക്കാരിൽ സിവിയർ ആയിട്ടുള്ള ന്യൂറോളജിക്കൽ കോംപ്ലിക്കേഷൻസ് കാണാറുണ്ട്. നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കുന്ന കോംപ്ലിക്കേഷൻസ് കാണാറുണ്ട്. മെനിഞ്ചൈറ്റിസ് ആയതുകൊണ്ട് തന്നെ ന്യൂറോളജിക്കൽ കോംപ്ലിക്കേഷൻസ് കാണാറുണ്ട്. Meningococcal septicemia, in which there is rapid dissemination of bacteria in bloodstream, is a less common form of meningococcal disease characterized by circulatory collapse, hemorrhagic rash and high fatality rate. ബ്ലഡിലൂടെ അത് ഫുൾ ബോഡിയിൽ സ്പ്രെഡ് ആവുന്ന കണ്ടീഷൻ ഉണ്ടാവാറുണ്ട്. അതിനെയാണ് നമ്മൾ മെനിഞ്ചോകോക്കൽ സെപ്റ്റിസീമിയ എന്ന് പറയുന്നത്. മെനിഞ്ചോകോക്കൽ എന്ന് പറയുമ്പോൾ മെനിഞ്ചോകോക്കൽ ബാക്ടീരിയ, സെപ്സിസ് എന്ന് പറയുമ്പോൾ ഇൻഫെക്ഷൻ, ഏമിയ എന്ന വാക്ക് ബ്ലഡ്. അപ്പൊ മെനിഞ്ചോകോക്കൽ ബാക്ടീരിയ ബ്ലഡിലൂടെ സിവിയർ ഇൻഫെക്ഷൻ ആകുമ്പോഴാണ് നമ്മൾ അതിനെ മെനിഞ്ചോകോക്കൽ സെപ്റ്റിസീമിയ എന്ന് പറയുന്നത്. അതിന്റെ കോംപ്ലിക്കേഷൻ എന്താണ്? സർക്കുലേറ്ററി കൊളാപ്സ്, സർക്കുലേറ്ററി സിസ്റ്റത്തിനെ എഫക്ട് ചെയ്യും. ഹെമറേജിക് സ്കിൻ റാഷസ്, സ്കിന്നിലെല്ലാം റാഷസ് കാണാം. ഹൈ ഫെറ്റാലിറ്റി റേറ്റ്, ഭയങ്കരമായിട്ട് ആള് മരിച്ചു പോകാനുള്ള സാധ്യത കാണാം. അതാണ് മെനിഞ്ചോകോക്കൽ സെപ്റ്റിസീമിയ. യെസ്, റെയർ ആയിട്ടുള്ള കോംപ്ലിക്കേഷൻ. പക്ഷെ റെയർ ആയിട്ട് ഈ ബാക്ടീരിയയുടെ ലോഡ് ബ്ലഡിൽ ഭയങ്കരമായിട്ട് കൂടുകയും ബ്ലഡിലൂടെ അത് എല്ലായിടത്തേക്കും സ്പ്രെഡ് ആയിട്ട് സർക്കുലേറ്ററി കൊളാപ്സ്, ഹാർട്ടിനെ എഫക്ട് ചെയ്യുകയും സ്കിന്നിലെല്ലാം റാഷസ് വരികയും മരണത്തിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു കോംപ്ലിക്കേഷൻ കാണാറുണ്ട്.
പെൻസിലിൻ ഇസ് എ ഡ്രഗ് ഓഫ് ചോയ്സ്. മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന ഡ്രഗ് പെൻസിലിൻ ആണ്. ഇൻ പെൻസിലിൻ അലർജിക് പേഷ്യൻസ് സെഫ്ട്രിയാക്സോൺ ആൻഡ് അതർ തേർഡ് ജനറേഷൻ സെഫലോസ്പോറിൻസ് കുഡ് ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ്. മാസ് കീമോപ്രൊഫിലാക്സിസ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രിവെൻഷൻ, മരുന്നുകൾ ഉപയോഗിച്ചെടുക്കുന്ന പ്രിവെൻഷനാണ് കീമോപ്രൊഫിലാക്സിസ് എന്ന് പറയുന്നത്. ദിസ് ഇസ് ഇൻ ഫാക്ട് മാസ് മെഡിക്കേഷൻ ഓഫ് ടോട്ടൽ പോപ്പുലേഷൻ, സം ഓഫ് വിച്ച് ആർ നോട്ട് എഫക്റ്റഡ്. അസുഖം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും എല്ലാവർക്കും വരാൻ സാധ്യതയുള്ളവർക്കൊക്കെ നമ്മൾ അങ്ങ് മെഡിസിൻ കൊടുക്കുകയാണ്. കാരണം മാസ് കീമോപ്രൊഫിലാക്സിസ്, ആ പോപ്പുലേഷന് മൊത്തമായിട്ട് നമ്മൾ കീമോപ്രൊഫിലാക്സിസ് കൊടുക്കുകയാണ്. It is recommended that mass chemoprophylaxis be restricted to close and medically supervised communities. അത് യൂഷ്വലി എല്ലാവർക്കും അല്ല, ഈ മെഡിക്കൽ കമ്മ്യൂണിറ്റിയിലുള്ളവർക്കും അതുപോലെ തന്നെ അവരുമായിട്ട് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരിൽ നമ്മൾ മാസ് കീമോപ്രൊഫിലാക്സിസ് ചെയ്യാറുണ്ട്. മാസ് ട്രീറ്റ്മെന്റ് ക്യാൻ കോസ് ഇമ്മീഡിയറ്റ് ഡ്രോപ്പ് ഇൻ ഇൻസിഡൻസ് ഓഫ് മെനിഞ്ചൈറ്റിസ് ആൻഡ് ഇൻ ദ പ്രൊപ്പോർഷൻ ഓഫ് കാരിയേഴ്സ്. അങ്ങനെ നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ, കാരണം നമുക്ക് അറിയാൻ പറ്റില്ല എത്രത്തോളം ആളുകൾ ഇതിനകത്ത് കാരിയേഴ്സ് ആണെന്ന്. കാരിയേഴ്സ് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു മേജർ റീസൺ. അപ്പൊ നമ്മൾ മാസ് കീമോപ്രൊഫിലാക്സിസ് ചെയ്യണം. ഒരു അസുഖം വന്നെങ്കിൽ ആളുടെ ക്ലോസ് കോൺടാക്ട്സ് എല്ലാവർക്കും, അതുപോലെ ചികിത്സിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും, മെഡിക്കൽ പ്രൊഫഷണൽസ്, ഹെൽത്ത് കെയർ വർക്കേഴ്സിന് എല്ലാവർക്കും നമ്മൾ മെഡിസിൻ കൊടുക്കുകയാണ്, മാസ് പ്രൊഫിലാക്സിസ് ചെയ്യണം. അപ്പൊ പെട്ടെന്ന് തന്നെ എന്ത് പറ്റും, എവിടൊക്കെ അസുഖം ഉണ്ടോ, എവിടൊക്കെ ഈ ബാക്ടീരിയ ഉണ്ടോ, അവിടൊക്കെ ബാക്ടീരിയ ഇല്ലാതാവുകയും പെട്ടെന്ന് തന്നെ ഇൻഫെക്ടിവിറ്റി അങ്ങ് കുറയുകയും ചെയ്യും. അല്ലെങ്കിൽ അത് വേഗം സ്പ്രെഡായി എല്ലാവരിലേക്കും വരും. അപ്പൊ നമുക്ക് സ്പ്രെഡിനെ തടയാനുള്ള ഒരു നല്ല മെത്തഡാണ് മാസ് കീമോപ്രൊഫിലാക്സിസ്. മാസായിട്ട് ചെയ്യണം, അതായത് ആ ആളിൽ നിന്ന് കോണ്ടാക്ട് വന്ന എല്ലാവർക്കും, അതേപോലെ തന്നെ മെഡിക്കൽ പ്രൊഫഷണൽസിന് എല്ലാവർക്കും അങ്ങ് കൊടുക്കണം. അപ്പൊ വേഗം തന്നെ ബാക്ടീരിയ എല്ലാവരിലും ഇല്ലാതായി കേസും കാരിയേഴ്സും എല്ലാം ഇല്ലാതായിട്ട് സ്പ്രെഡ് കുറയ്ക്കാൻ പറ്റും. Efficacy of preventive measure depends to large extent on the population coverage. കീമോപ്രൊഫിലാക്സിസിന് ഉപയോഗിക്കുന്ന ഡ്രഗ്സ് ആണ് സിപ്രോഫ്ലോക്സസിൻ, മിനോസൈക്ലിൻ, സ്പൈറമൈസിൻ ആൻഡ് സെഫ്ട്രിയാക്സോൺ. അപ്പോൾ ഡ്രഗ് ഓഫ് ചോയ്സ് പെൻസിലിനാണ്. പെൻസിലിൻ അലർജി ഉള്ളവരിൽ കൊടുക്കുന്ന ഡ്രഗ്സ് ഏതാണ്, അതുപോലെ തന്നെ മാസ് കീമോപ്രൊഫിലാക്സിസിന് ഉപയോഗിക്കുന്ന ഡ്രഗ് എല്ലാം ഡിഫറെന്റ് ആണ്, ഒന്ന് നോട്ട് ചെയ്തേക്കുക. Currently available meningococcal vaccines include polysaccharide vaccine and polysaccharide protein conjugate vaccine. നമ്മൾ ഉപയോഗിക്കുന്ന വാക്സിൻ എന്ന് പറഞ്ഞ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് പോളിസാക്രൈഡ് വാക്സിൻ, രണ്ട് പോളിസാക്രൈഡ് കോൺജുഗേറ്റ് വാക്സിൻ. മെനിഞ്ചൈറ്റിസ് എന്ന് പറയുമ്പോൾ ആ പേര് പറയുന്ന പോലെ തന്നെ നമ്മുടെ ബ്രെയിനിനെ കവർ ചെയ്യുന്ന മെനിഞ്ചസ് എന്ന് പറയുന്ന ലെയർ, 3 ലെയർ ഉണ്ട് മെനിഞ്ചസിന്: ഡ്യൂറാമിജർ, അരക്നോയിഡ്, പയമജർ. ഈ മെനിഞ്ചസിന് ഉണ്ടാകുന്ന വീക്കമാണ്. അത് പല രീതിയിലുണ്ടാവും. ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൊണ്ട്, വൈറൽ ഇൻഫെക്ഷൻ കൊണ്ട്, ഫംഗൽ ഇൻഫെക്ഷൻ കൊണ്ടൊക്കെ ഉണ്ടാവും. ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൊണ്ട് ഉണ്ടാകുന്ന ടൈപ്പ് നെയ്സീരിയ മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്ന ബാക്ടീരിയയാണ് കോസ് ചെയ്യുന്നത്. അതിനെ നമ്മൾ മെനിഞ്ചോകോക്കൽ മെനിഞ്ചൈറ്റിസ് എന്ന് വിളിക്കുന്നു. ഇത് എന്താ സംഭവിച്ചാൽ, ബാക്ടീരിയ അസുഖമുള്ള ഒരാളുടെ റെസ്പിറേറ്ററി ട്രാക്റ്റില് നേസോഫെറഞ്ചൽ സെക്രീഷൻസിലൊക്കെ ഈ ബാക്ടീരിയ ഉണ്ടാവും. അയാളുടെ ബോഡിയിൽ നിന്ന് അയാൾ സ്നീസ് ചെയ്യുമ്പോഴോ കഫ് ചെയ്യുമ്പോഴോ ഒക്കെ ഡ്രോപ്ലെറ്റ്സ് വഴി അസുഖമില്ലാത്ത ഒരാളുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിലേക്ക് അത് എൻറ്റർ ചെയ്യുന്നു. അവിടെ സെൽസിനെ എഫക്ട് ചെയ്യുന്നു. റെസ്പിറേറ്ററി ട്രാക്റ്റിലേക്ക് എഫക്ട് ചെയ്ത് അവിടെ സിംറ്റംസ് കോസ് ചെയ്ത ശേഷം ബ്ലഡിലേക്ക് പോകുന്നു. ബ്ലഡ് വഴി സ്പ്രെഡ് ആയിട്ട് ബ്രെയിനിലേക്ക് എത്തുന്നു. അവിടെ മെനിഞ്ചസിൽ അതായത് സിവിയർ ഇൻഫ്ലമേഷൻ കോസ് ചെയ്യുന്നു. അതുപോലെ തന്നെ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിന്റെ വോള്യൂം കൂടുന്നു. അങ്ങനെ ഇൻട്രാക്രീനിയൽ പ്രഷർ കൂടുന്നു. അങ്ങനെ സിംറ്റംസ് കാണുന്നു. സിവിയർ ഹെഡേക്ക്, വോമിറ്റിംഗ് ഒക്കെ കാണുന്നു. അതേപോലെ തന്നെ ADHന്റെ റിലീസ് ഭയങ്കരമായിട്ട്, ADH ആന്റി ഡയറോട്ടിക് ഹോർമോണിന്റെ റിലീസ് എക്സസീവ് ആയിട്ട് നടക്കുന്നു. അപ്പൊ യൂറിനേഷൻ ഇൻഹിബിറ്റ് ആവുന്നു. ഒളിഗ്യൂറിയ, ഹൈപ്പോവോളീമിയ, ഹൈപ്പോനൈട്രീമിയ, സോഡിയത്തിന്റെ അളവ് കുറയുന്നു. അങ്ങനെ ഇൻട്രാക്രീനിയൽ പ്രഷർ ഫർദർ ആയിട്ട് കൂടുന്നു. ഇതാണ് സിംറ്റം. ആ പേഷ്യന്റ് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ അവർ മെയിൻ ആയിട്ട് പറയുന്ന സിംറ്റം ഹെഡ് ഏക്ക്, ഫീവർ, നോസിയ, വോമിറ്റിംഗ്, അതുപോലെ തന്നെ ഫോട്ടോഫോബിയ, ലൈറ്റിനോടൊരു ഇറിറ്റേഷൻ, അതുപോലെ തന്നെ സ്റ്റിഫ് നെക്കാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സൈൻ. ചികിത്സിച്ചില്ലെങ്കിൽ വേഗം തന്നെ ആള് മരണത്തിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. കോമയിലേക്ക് പോയി വേഗം മരണത്തിലേക്ക് പോകും. ചികിത്സിച്ചു കഴിഞ്ഞാൽ ആന്റിബയോട്ടിക്സ് ഉപയോഗിച്ച് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ സർവൈവ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. യൂഷ്വലി കോംപ്ലിക്കേഷൻസ് വരാറില്ലെങ്കിലും 15 മുതൽ 20% ആൾക്കാരിൽ നമുക്ക് ന്യൂറോളജിക്കൽ കോംപ്ലിക്കേഷൻസ് കാണാം. അതേപോലെ വളരെ റെയർ ആയിട്ട് കാണുന്ന ഒരു കോംപ്ലിക്കേഷൻ ആണ് മെനിഞ്ചോകോക്കൽ സെപ്റ്റിസിമിയ. ബ്ലഡിലേക്ക് ഇൻഫെക്ഷൻ സ്പ്രെഡ് ആയിട്ട് റെസ്പിറേറ്ററി കൊളാപ്സ് ഉണ്ടാവുന്നു. സ്കിന്നിലൊക്കെ റാഷസ് കാണുന്നു. ആള് ക്രമേണ മരണത്തിലേക്ക് പോകും. അത് റെയർ ആണ്. അസുഖത്തിന്റെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒന്ന് ആന്റിബയോട്ടിക്സ് എടുക്കുന്നുള്ളത്. പെനിസിലിനാണ് ഡ്രഗ് ഓഫ് ചോയ്സ്. രണ്ടാമത്
ഇതിന്റെ സ്പ്രെഡ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി മാസ് കീമോ പ്രൊഫൈലാക്സിസ് ചെയ്യുക. അതായത് ഒരു അസുഖം വന്ന ആൾക്കും ആ ആളുടെ ക്ലോസ് കോൺടാക്ട്സിനും അതുപോലെ തന്നെ ഹെൽത്ത് കെയർ വർക്കേഴ്സിനും ഒക്കെ തന്നെ കീമോ പ്രൊഫൈലാക്സിസ് കൊടുക്കുക എന്നുള്ളതാണ്. ഈ അസുഖത്തിന്റെ സ്പ്രെഡിനെ പറ്റി പറയുമ്പോൾ ഇൻക്യുബേഷൻ പീരീഡ് 3 to 4 days ആണ്. റെസ്പിറേറ്ററി റൂട്ട് ആണ് മോഡ് ഓഫ് എൻട്രി. ഡ്രൈ മന്ത്സിലും കോൾഡ് മന്ത്സിലും ഇതിന്റെ സീസണൽ വേരിയേഷൻ കാണാം. ഡ്രൈ ആയിട്ടുള്ള മന്ത്സിൽ ഇതിന്റെ ഔട്ട് ബ്രേക്ക് കൂടുതലായിട്ട് കാണാം. ഓവർ ക്രൗഡിങ് ഇതിന്റെ സ്പ്രെഡിനെ ഫേവർ ചെയ്യുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ സ്കൂളുകൾ അതുപോലെ ക്യാമ്പുകളിലൊക്കെ ഇതിന്റെ സ്പ്രെഡ് കൂടുതലായിട്ട് കാണാം. അതേപോലെ ലോ സോഷ്യോ എക്കണോമിക് സ്ട്രേറ്റയിൽ ജീവിക്കുന്ന ആളുകൾക്ക് അവർക്ക് പൊതുവെ ലൈഫ് കണ്ടീഷൻസ് പോർ ആയതുകൊണ്ട് ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും. ന്യൂട്രീഷൻ കുറവാണ്, അതുകൊണ്ട് ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും. അതുപോലെ എസ്പ്ലീനിയ, ടൊബാക്കോ സ്മോക്കിന് എക്സ്പോസ് ആയവർ, HIV ഇൻഫെക്ഷൻ ഉള്ളവരിലൊക്കെ സ്പ്രെഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. രണ്ട് സെക്സസിലും ഒരുപോലെയാണ് സ്പ്രെഡ് വരുന്നത്. പക്ഷെ ഏജ് വൈസ് നോക്കുമ്പോൾ കുട്ടികളിലും യങ് അഡൽട്സിലുമാണ് കൂടുതലായിട്ട് കാണുന്നത്. അതിൽ തന്നെ 3 to 12 months ഉള്ള കുട്ടികളിലാണ് കൂടുതലായിട്ടും കാണുന്നത്. പോസിറ്റീവ് ഏജന്റ് നെയ്സീരിയ മെനിഞ്ചൈറ്റിസ് അത് ഗ്രാം നെഗറ്റീവ് ഡിപ്ലോകോക്കസ് ബാക്ടീരിയ ആണ്. 12 സെറോടൈപ്സ് ഉണ്ട് ഈ ബാക്ടീരിയയുടെ. ബേസ്ഡ് ഓൺ ദ ടൈപ്പ് ഓഫ് പോളിസാക്കറൈഡ് 12 സെറോടൈപ്സ് ഉണ്ട്. അതിൽ മെയിൻ ആയിട്ട് ഇൻവേസീവ് ആയിട്ട് കാണുന്ന സെറോടൈപ്സ് A, B, C, X, W, 1, 3, 5 and 5. ആഫ്രിക്കയിലെ മെനിഞ്ചൈറ്റിസ് ബെൽറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത റീജിയൻ, അതായത് മെനിഞ്ചൈറ്റിസ് കൂടുതലായിട്ട് കാണുന്ന റീജിയനിൽ സബ് ഗ്രൂപ്പ് A ആണ് ഏറ്റവും കൂടുതൽ ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നത്. ഇനി ഇമ്പോർട്ടന്റ് പോയിന്റ്സിലേക്ക് വരുമ്പോൾ ഇറ്റ് ഇസ് ഓൾസോ കോൾഡ് സെറിബ്രോ സ്പൈനൽ ഫീവർ. മെനിഞ്ചൈറ്റിസിന് സെറിബ്രോ സ്പൈനൽ ഫീവർ എന്നും പറയാറുണ്ട്. സെറോടൈപ്സ് A, B, C, D, 29E, W135XY ഇതൊക്കെയാണ് കോമൺ ആയിട്ട് കാണുന്ന സെറോടൈപ്സ്. ന്യൂക്കൽ റിജിഡിറ്റി അല്ലെങ്കിൽ നെക്ക് റിജിഡിറ്റി എന്ന് പറയുന്ന ഒരു കോമൺ ആയിട്ട് കാണുന്ന സൈൻ ആണ്. അത് എങ്ങനെയാണ് നമ്മൾ എലിസിറ്റ് ചെയ്യുന്നത്, എങ്ങനെയാ മനസ്സിലാക്കുന്നത്? നമ്മൾ പേഷ്യന്റിനെ എന്ത് ചെയ്യും, ഈ ഇമേജിൽ കാണിച്ചേക്കുന്ന പോലെ, ഈ ആദ്യത്തെ ഇമേജിൽ കാണിച്ചിരിക്കുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യും, അവരുടെ കാലിങ്ങനെ ബെൻഡ് ചെയ്യാൻ നോക്കും. അപ്പൊ ആ സമയത്ത് അവർക്ക് സിവിയർ ആയിട്ടുള്ള പെയിൻ വരും. അതിന് നമ്മൾ കെർണിക് സൈൻ എന്ന് പറയും. മെനിഞ്ചൈറ്റിസിൽ കാണുന്ന ഒരു സൈനാണ് കെർണിക് സൈൻ. KERNIG. അതിലെ കെയും ഇയും ഓർത്തിരുന്നു കഴിഞ്ഞാല് നീ എക്സ്റ്റൻഷൻ എന്ന് കിട്ടും. നീ എക്സ്റ്റൻഷൻ ഇസ് പെയിൻഫുൾ. മുട്ടിങ്ങനെ ഡോക്ടർ എക്സ്റ്റെൻഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് പെയിൻ ഉണ്ടാവും. രണ്ടാമത്തെ സൈനാണ് ബ്രൂഡ്സിൻസ്കി സൈൻ എന്ന് പറയും. ബ്രൂഡ്സിൻസ്കി സൈൻ. അതിലെ N ഹൈലൈറ്റ് ചെയ്ത്, എന്നും കെയും ഹൈലൈറ്റ് ചെയ്ത് നമുക്ക് മനസ്സിലാവും. നെക്ക് ഫ്ലെക്ഷൻ ലീഡ്സ് ടു നീ ഫ്ലെക്ഷൻ. അവരുടെ നെക്ക് നമ്മൾ ഫ്ലെക്സ് ചെയ്യുമ്പോൾ, നെക്കിനെ കഴുത്തിനെ മുമ്പോട്ടേക്ക് മടക്കുമ്പോൾ അറിയാതെ തന്നെ കാലും പെട്ടെന്ന് മുമ്പോട്ടേക്ക് മടങ്ങിപ്പോകും. അതാണ് ബ്രൂഡ്സിൻസ്കി സൈൻ. അപ്പൊ ഈ രണ്ട് സൈൻസ് നമ്മൾ മെനിഞ്ചൈറ്റിസ് ഉണ്ടോ ഇല്ലയോ എന്ന് എലിസിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സൈൻസ് ആണ്. കൂടാതെ ഇവിടെ കാണുന്ന വളരെ ഇമ്പോർട്ടന്റ് സൈൻ ആണ് ന്യൂക്കൽ റിജിഡിറ്റി അല്ലെങ്കിൽ നെക്ക് റിജിഡിറ്റി. കഴുത്തിന്റെ സ്റ്റിഫ്നെസ്, റിജിഡിറ്റി. കഴുത്ത് അനക്കുമ്പോൾ സിവിയർ പെയിൻ ഉണ്ടാകും. കഴുത്ത് ഭയങ്കര റിജിഡ് ആയിപ്പോ. അത് മെനിഞ്ചൈറ്റിസിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫേസ് ആണ്. ഓക്കെ, നെക്ക് റിജിഡിറ്റി. കഴുത്തിന്റെ റിജിഡിറ്റിക്കുള്ള വേറെ പേരാണ് ന്യൂക്കൽ റിജിഡിറ്റി. ഡയഗ്നോസിന് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് CSF എക്സാമിനേഷൻ. നമ്മുടെ CSF സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിൽ ഈ ബാക്ടീരിയയുടെ അളവ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ വാക്സിൻ, കിൽഡ് വാക്സിൻ. ഇതിനെതിരെ ഉപയോഗിക്കുന്ന വാക്സിൻ കിൽഡ് വാക്സിൻ ആണ്. സെല്ലുലാർ ഫ്രാക്ഷൻ ടൈപ്പ് ഓഫ് വാക്സിൻ ആണ്. സബ്ക്യൂട്ടേനിയസ് ആയിട്ടാണ് നമ്മൾ ഇഞ്ചക്ഷൻ ചെയ്യുന്നത്. ആൻട്രോലാറ്ററൽ തൈലാണ് ഇഞ്ചക്ഷൻ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ പോയിന്റ്സ് മെനിഞ്ചൈറ്റിസിന്റെ കോമൺ ആയിട്ടുള്ള സൈൻസ്, ഓരോ സൈനും എന്താണ്? കെർണിക് സൈൻ എന്ന് പറയുമ്പോൾ നീ എക്സ്റ്റൻഷൻ ഇസ് പെയിൻഫുൾ. ബ്രൂഡ്സിൻസ്കി സൈൻ എന്ന് പറയുമ്പോൾ നെക്ക് ഫ്ലെക്ഷൻ ലീഡ്സ് ടു നീ ഫ്ലെക്ഷൻ. അതേപോലെ ന്യൂക്കൽ റിജിഡിറ്റി. ഇതൊക്കെ ഓർക്കുക. അതേപോലെ ഡയഗ്നോസിന് ഉപയോഗിക്കുന്നതാണ് CSF എക്സാമിനേഷൻ. സെറിബ്രൽ സ്പൈനൽ ഫ്ലൂയിഡ് എക്സാമിൻ ചെയ്ത് അതിനകത്ത് നമുക്ക് ബാക്ടീരിയയുടെയും അതിന്റെ ടോക്സിൻസിന്റെയും അളവ് കാണാൻ പറ്റും. വാക്സിൻ കിൽഡ് വാക്സിൻസ് എല്ലാ ഫ്രാക്ഷൻ ടൈപ്പ് വാക്സിൻ ആണ്. സബ്ക്യൂട്ടീനിയസ് ആയിട്ടാണ് എടുക്കുന്നത്. തൈയിലാണ്, ആൻട്രോലാറ്ററൽ തൈ, തൊടയിലാണ് വാക്സിൻ ഇഞ്ചക്ട് ചെയ്യുന്നത്. സെറിബ്രോ സ്പൈനൽ ഫീവർ എന്നൊരു പേരുണ്ട്. 12 സെറോടൈപ്സ് ഐഡന്റിഫൈ ചെയ്യുന്നത്. അതിൽ മോസ്റ്റ് ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള സെറോടൈപ്സ് ആണ് എഴുതിയത്. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ മെനിഞ്ചൈറ്റിസ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ രണ്ട് ടോപ്പിക്കും കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു.